അലൈസ ബിമുസ്ലിമിൻ യൻഫഉഹു അമലുഹു, അവൻ അവന്റെ നിസ്കാരം ഉപകരിക്കുന്ന മുസ്ലിമല്ല എന്ന് പറഞ്ഞാൽ അവന്റെ നിസ്കാരം അവന് ഉപകാരപ്പെടില്ല. ഇരിക്കട്ടെ. അപ്പൊ ചുരുക്കത്തിൽ നിസ്കാരത്തോളം പ്രാധാന്യമുള്ള വിഷയമാണ് സക്കാത്ത്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, ഒരർത്ഥത്തിൽ നിസ്കാരത്തെക്കാൾ പല അർത്ഥത്തിലും ഗൗരവമർഹിക്കുന്ന സംഗതിയാണ് സക്കാത്ത്. അതെന്താ? ഞാൻ സംസാരത്തിന്റെ അവസാന ഭാഗത്ത് വിശദീകരിക്കാം. സക്കാത്ത് നൽകാതെ ഒരാൾ മരണപ്പെട്ടാൽ ആ സക്കാത്തിന്റെ കടബാധ്യതകൾ, അതിൻ്റെ ഒരു പ്രശ്നം അവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അവനെ മാത്രമല്ല, അവന്റെ അവകാശികളെയും ബന്ധുക്കളെയും ഒക്കെ അത് പിടിച്ചുകൊണ്ടിരിക്കും. നിസ്കാരം ഒഴിവാക്കിയാൽ, ഞാൻ നിസ്കാരത്തെ ചെറുതാക്കുകയല്ല, നിസ്കാരം വലിയ സംഗതിയാണ്, നമുക്കറിയാം. നിസ്കാരം ഖളാ ആക്കിയ ഒരാൾ മരണപ്പെട്ടാൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് ബാധ്യതകളൊന്നും വരുന്നില്ല. മാപ്പ് കൊടുക്കണേ, പുറത്ത് കൊടുക്കണേ എന്ന് നമുക്ക് ദുആ ചെയ്തു നോക്കാം. എന്നതിൽ കവിഞ്ഞ് നിസ്കാരം ഖളാ ആക്കിയ പിതാവ് മരണപ്പെട്ടതിന്റെ പേരിൽ പിന്തലമുറക്കാർ പോലും നിയമക്കുരുക്കിൽപ്പെട്ടു പോകുന്ന ഒരു പ്രശ്നം നിസ്കാരത്തിലില്ല. സക്കാത്തിൽ അതുണ്ട്. ഞാൻ വിശദീകരിക്കും. എന്റെ സംസാരം ഇവിടെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? ഭാഷല്ല പറയുന്ന ശബ്ദം, എനിക്കതെല്ലാം കൂടിയായിട്ട് പറയുമ്പോൾ രസം കിട്ടുന്നില്ല. അപ്പോ ഇവിടെ മനസ്സിലാകുന്ന രൂപത്തിൽ കേൾക്കുന്നുണ്ടല്ലോ, നന്നായി ആ സമാധാനത്തിൽ പോട്ടെ. അപ്പോ അങ്ങനെയാണ് സക്കാത്ത് നിസ്കാരത്തോളം പ്രാധാന്യമുള്ള സംഗതിയാണ്. സക്കാത്ത് നിർബന്ധമുള്ളവർ നൽകണം. നൽകാതിരുന്നാൽ അവർക്ക് ദുന്യാവിലും മരണത്തിനപ്പുറം അതിൻ്റെ ദുരന്ത ഫലങ്ങളുണ്ടാകും. അവരെ മാത്രമല്ല, ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ സക്കാത്തിന്റെ വിതരണം ശരിയായ രൂപത്തിൽ നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ചില ദുരന്ത ഫലങ്ങൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മുസ്ലിം മൊത്തം മനുഷ്യരെ തന്നെ ബാധിക്കും എന്നാണ് മനസ്സിലാകുന്നത്. മാ മനഅ ഖൗമിനി സകാത്ത ഇല്ലാ മുനിഉൽ മതറ മിനസ് സമാ. ഒരു ജനവിഭാഗം സക്കാത്ത് തടഞ്ഞു വെക്കുകയാണെങ്കിൽ, സക്കാത്ത് ശരിയായ രൂപത്തിൽ വിതരണം ചെയ്യുന്നില്ലെങ്കിൽ വാനലോകത്തിൽ നിന്നുള്ള വെള്ളം പോലും അവർക്ക് തടയപ്പെടും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മാ മനഅ ഖൗമുനി സകാത്ത ഇല്ലാ മുനിഉൽ മതറ മിനസ് സമാ. മറ്റൊരു റിപ്പോർട്ടിൽ മാ മനഅ ഖൗമുനി സകാത്ത ഇല്ലാ ബതലാഹുമുല്ലാഹു ബിസ്സിനീൻ. ഒരു സമൂഹം സക്കാത്ത് നൽകുന്നില്ല, സക്കാത്ത് അവർ തടഞ്ഞു വെക്കുകയാണ്, അതിൻ്റെ അവകാശികളിലേക്ക് അത് എത്തുന്നില്ല എങ്കിൽ ഇല്ലബുത്തലാഹുമുല്ലാഹു ബിസ്സിനീൻ, വിവിധ രൂപത്തിൽ അള്ളാഹു ആ സമൂഹത്തെ പരീക്ഷിക്കാതിരിക്കുകയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സക്കാത്ത് നൽകാതിരിക്കുമ്പോൾ അതിൻ്റെ ദുരന്തം മരണത്തിനപ്പുറം ഉണ്ട്. അതിൻ്റെ ചെറിയ ദുരന്ത ഫലങ്ങൾ ഭൗതിക ലോകത്ത് തന്നെ അനുഭവപ്പെടും. അത് ആ സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന രൂപത്തിൽ തന്നെ ആകും എന്ന് തന്നെയാണ് ഹദീസുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സക്കാത്തിന്റെ ചർച്ചകൾ സമൂഹത്തിൽ കൂടുതലായി നടക്കണം. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മൾ റമളാൻ ക്ലാസിന്റെ ഭാഗമായിട്ടൊക്കെ സക്കാത്തിന്റെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. സത്യത്തിൽ റമളാനും സക്കാത്തും കൂടി അങ്ങനെ വലിയൊരു ബന്ധമൊന്നുമില്ല. റമളാന് നോമ്പാണല്ലോ. എന്നാലും റമളാനിൽ സക്കാത്തിന്റെ ചർച്ച വരുന്നത് സക്കാത്ത് ഗൗരവത്തിലെടുക്കേണ്ട സംഗതിയാണെന്ന് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നാം പറയുന്നത് കേൾക്കുന്നത് ഫലമുള്ള രൂപത്തിലാക്കി തരട്ടെ. സക്കാത്ത് എന്ന അറബി പദത്തിന് പരിശുദ്ധി, വളർച്ച എന്നൊക്കെയാണല്ലോ അർത്ഥം. ഒരാളുടെ ആത്മീയ വളർച്ചക്കും വിശുദ്ധിക്കും അവന്റെ പല അർത്ഥത്തിലുള്ള ഉയർച്ചക്കും വേണ്ടി
അവൻ നിശ്ചിത സമ്പത്തിൽ നിന്ന് നൽകാൻ നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ദാനത്തിനാണ് ഇസ്ലാം സക്കാത്ത് എന്ന് പറയുന്നത്. പറയാം, സക്കാത്തിന്റെ എല്ലാ മസാലകളും ആരും മൂലി ഒപ്പിച്ച് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ ഓർമ്മയിൽപ്പെടുത്താം. ബാക്കി ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് ചോദിക്കാൻ അവസരം തരാം, അത് പറയുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. സക്കാത്ത് പ്രധാനമായി വരുന്ന ഒരു സംഗതി ഇപ്പോൾ കച്ചവടങ്ങളിൽ സക്കാത്ത് നിർബന്ധമുണ്ട്. കച്ചവടത്തിൽ സക്കാത്ത് നിർബന്ധമുണ്ട്. എല്ലാ കച്ചവടങ്ങളിലും സക്കാത്ത് നിർബന്ധമുണ്ട് എന്ന് പൊതുവെ പറയാം. മുൻകാലങ്ങളെക്കാൾ മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഏരിയകളിൽ കച്ചവടക്കാരും ബിസിനസ്സുകാരും ഒക്കെ വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ നല്ല ഒരു ഉയർച്ച വർധനവ് സക്കാത്തിൽ ഉണ്ട്. അത് ശരിയായ രൂപത്തിൽ നൽകപ്പെട്ടാൽ നല്ല ഒരു ആശ്വാസം സമുദായത്തിൽ ലഭിക്കും. പക്ഷെ കുറെ ആളുകൾ സക്കാത്ത് നൽകുന്നില്ല എന്നതാണ് സത്യം. നൽകുന്നവർ തന്നെ അതിൻ്റെ നിയമങ്ങളും ഷർത്തുകളും ഒക്കെ പാലിച്ച് അത് സക്കാത്ത് വീടുന്ന രൂപത്തിൽ നൽകുന്നവർ വളരെ കുറവാണ് എന്ന് തന്നെ പറയണം. അപ്പോ സക്കാത്ത് നിർബന്ധമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാത്തവരും ശ്രദ്ധിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. കച്ചവട സക്കാത്തിന്റെ മർമ്മമായ ഭാഗം പറയാം. കച്ചവടത്തിൽ സക്കാത്ത് നിർബന്ധമാണ്. കച്ചവട സക്കാത്ത് നിർബന്ധമാവാൻ പ്രധാനമായി 2 ഉപാധികളാണുള്ളത്, 2 ഷർത്താണ് ഉള്ളത്. ആ 2 ഷർത്ത് പൂർണ്ണമായാൽ കച്ചവടങ്ങളിൽ സക്കാത്ത് നിർബന്ധമാണ്. കച്ചവടം എന്ന് പറയുമ്പോൾ, ഇന്നാൾ ഞാനൊരു ക്ലാസ്സിൽ പോയപ്പോൾ ചോദിച്ചു, ഭൂമി കച്ചവടത്തിന് സക്കാത്തുണ്ടോ? ഇല്ലാതെ ഭൂമി കച്ചവടത്തിന് സക്കാത്ത് നിർബന്ധമുണ്ട്. അതൊരു കച്ചവടമല്ലേ? ഭൂമി കച്ചവടമാണ്, സക്കാത്ത് നിർബന്ധമുണ്ട്. വണ്ടി കച്ചവടം സക്കാത്ത് നിർബന്ധമുണ്ട്. അപ്പോൾ ഒരാളെ ചോദ്യം വന്നു, മീൻ കച്ചവടത്തിലോ? മീൻ കച്ചവടത്തിലും 2 ഷർത്തുകൾ പൂർണ്ണമായാൽ സക്കാത്ത് നിർബന്ധമുണ്ട്. കച്ചവടങ്ങളിലൊക്കെ 2 ഷർത്ത് പൂർണ്ണമാണെങ്കിൽ സക്കാത്ത് നിർബന്ധമുണ്ട്. പറയാം, ലളിതമായ ഭാഗങ്ങൾ ഇപ്പോൾ പറയാം. കച്ചവടം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഈ സക്കാത്ത് നിർബന്ധമാകുന്ന കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? അത് വിൽക്കണമെന്ന ഉദ്ദേശത്തിൽ പകരം നൽകിയിട്ട് നാം ഉടമയാക്കുന്ന വസ്തുക്കളെയാണ് കച്ചവട ചരക്കുകളായി പരിഗണിക്കുന്നത്. വാങ്ങുമ്പോൾ തന്നെ വിൽക്കണം, അങ്ങനെ വാങ്ങി വിൽക്കുക, വിൽക്കാനുള്ളതാണ് എന്ന ഒരു ഉദ്ദേശം മനസ്സിലുണ്ടായിക്കൊണ്ട് വാങ്ങുന്നത്. ഇതിലാണ് കച്ചവട സക്കാത്ത് വരുന്നത്. നമ്മുടെ തെങ്ങിൻ തോട്ടത്തിൽ നിന്ന് വരുമാന മാർഗമായി നമുക്ക് സ്വന്തമായ ഭൂമിയിൽ ഉണ്ടാകുന്ന തേങ്ങ അത് പറിച്ച് വിറ്റാൽ അത് ഒരു സക്കാത്ത് വരുന്ന കച്ചവടമായി അത് പരിഗണിക്കുന്നില്ല. വിൽക്കണം, വിൽപ്പനക്കുള്ളതാണ്, വിൽക്കണം എന്ന ഉദ്ദേശത്തിൽ വക. ഇന്നമാ യസീറുൽ അർളു ലിത്തിജാറത്തി ഇദഖ്തറനത് നിയ്യതുഹാ ബിക്തിസാബിഹാ ബിമുആവള. പകരം നൽകി, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പണം നൽകി ഒരു വസ്തു വാങ്ങുകയാണ്. വാങ്ങുമ്പോൾ തന്നെ ഇത് വിൽക്കാനുള്ളതാണ് എന്നുള്ള ഉദ്ദേശമാണ്. അതാണ് കച്ചവടം. ഇത്തരം കച്ചവടത്തിലൊക്കെ സക്കാത്ത് നിർബന്ധം. അതിന് 2 നിബന്ധന. 1, 1 വർഷം പൂർത്തിയാവണം. 1 വർഷം പൂർത്തിയാവണം. 2, വർഷം പൂർത്തിയാകുമ്പോൾ നിലവിലുള്ള വിൽപ്പന ചരക്കുകൾ സക്കാത്ത് നിർബന്ധമാവാനുള്ള മിനിമം തുക, നമ്മുടെ കിതാബിന്റെ ഭാഷയിൽ നിസ്വാബ് എന്ന് പറയും, ആ മിനിമം തുകയ്ക്കോ അതിലധികമോ ഉണ്ടായിരിക്കണം. ഇവിടൊക്കെ കുറേ അതിൻ്റെ ഫുറുഇയാത്ത് വിശദാംശങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായും സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൻ്റെ പ്രധാന റൂട്ടിലൂടെയാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളത് പിന്നെ അതിനനുസരിച്ച് പറയണേ. ഇപ്പോൾ വർഷം പൂർത്തിയാവുക. കച്ചവടത്തിൽ സക്കാത്ത് നിർബന്ധമാവാനുള്ള ഒരു മാനദണ്ഡം കൊല്ലം പൂർത്തിയാവണം. ഏത് മുതൽക്കാണ് കൊല്ലം കണക്കാക്കേണ്ടത്? ഇത് തുടങ്ങിയാലല്ലേ പൂർത്തിയാവുള്ളൂ. അപ്പൊ കൊല്ലം പൂർത്തിയാവണം. എവിടെ നിന്ന് തുടങ്ങണം? അത്
നിസാബ് അതൊന്ന് പരിചയപ്പെടുത്താം ആദ്യം. നിസാബ് സക്കാത്ത് നിർബന്ധമാവാനുള്ള മിനിമം തുക, മിനിമം സംഖ്യ, അതിനാണ് നമ്മൾ നിസാബ് എന്ന് പറയുന്നത്. അതിപ്പോ പണത്തിലും സക്കാത്ത് നിർബന്ധമുണ്ട്, കച്ചവടത്തിലും സക്കാത്ത് നിർബന്ധമുണ്ട്. പൊതുവെ പണത്തിന്റെ സക്കാത്തും കച്ചവടത്തിന്റെ സക്കാത്തും ഒരേ മസാലകളാണ്, ഒരേ വിധികളാണ് പൊതുവെ ഉള്ളത്. പണത്തിന്റെ സക്കാത്തിനും കച്ചവടത്തിന്റെ സക്കാത്തിനും ഏകദേശം വിധികളൊക്കെ ഒന്നാണ്, ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും. അപ്പോ പണത്തിന്റെ സക്കാത്തും കച്ചവടത്തിന്റെ സക്കാത്തും കൂടി ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് പോകുന്ന ചില നിയമങ്ങളുണ്ട്. പണത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന പണം, അതിൽ സക്കാത്ത് നിർബന്ധമാവണമെങ്കിൽ നിസാബ് തികയണം. എന്നാൽ മിനിമം തുക ഉണ്ടാവണം. എത്രയാ മിനിമം തുക? കറൻസിയുടെ സക്കാത്ത് വെള്ളിയോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് സാധാരണ പറയാറ്. വെള്ളിയിൽ സക്കാത്ത് നിർബന്ധമുണ്ട്. വെള്ളിയുടെ മിനിമം നിസാബ് 200 ദിർഹം വെള്ളിയാണ്, അഥവാ 595 ഗ്രാം വെള്ളി. സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമുണ്ട്. സ്വർണത്തിന്റെ മിനിമം സക്കാത്ത് നിർബന്ധമാവാനുള്ള മിനിമം ആവശ്യം 20 മിസ്കാൾ സ്വർണമാണ്, അഥവാ 85 ഗ്രാം സ്വർണം. കറൻസിയെ വെള്ളിയോടും സ്വർണത്തോടും താരതമ്യപ്പെടുത്താം. സാധാരണ നമ്മൾ വെള്ളിയോട് താരതമ്യപ്പെടുത്തുന്നു. അതിനടിസ്ഥാനപരമായ ഒരു കാരണവും ലഭ്യമാണ്. സ്വർണത്തിന്റെ നിസാബിൽ വരെ അതിന്റെ തുടക്ക സംഗതികൾ വെള്ളിയോട് താരതമ്യം ചെയ്ത് പെടുത്തിയത് കൊണ്ട് കിതാബുകളിൽ കാണാം. ഇബ്നു റുഷ്ദ് വിദായത്തുൽ മുജ്തഹിദിലൊക്കെ സ്വർണത്തിന്റെ നിസാബ് വരെ അതിന്റെ ഒരു കൃത്യത വരുത്തുന്നതിൽ വെള്ളിയോടുള്ള ചില താരതമ്യം അതിൽ നടന്നിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പണ്ഡിതന്മാരെ ഉദ്ദേശിച്ച് അത് സങ്കീർണമായ വിവരങ്ങളിലേക്ക് സംസാരം കൊണ്ടുപോകുന്നില്ല, ലളിതമായ പാഠങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ കറൻസിയുടെ സക്കാത്ത് വെള്ളിയോട് തുലനം ചെയ്തുകൊണ്ട് പറയുന്നു. വെള്ളിയുടെ മിനിമം 595 ഗ്രാം വെള്ളിയുടെ വിലയാണ്. എന്നാൽ 595 ഗ്രാം വെള്ളി ഉണ്ടായാൽ 595 ഗ്രാം വെള്ളിയോ അതിലേറെയോ വെള്ളി കൈവശപ്പെടുത്തിയാൽ ഒരു വർഷം പൂർത്തിയാവുമ്പോൾ സക്കാത്ത് നിർബന്ധമാവും. വെള്ളിയുടെ സക്കാത്തല്ല ഇപ്പം പറയുന്നത് കേട്ടോ. അതിൽ നിന്നാണ് കറൻസിയുടെയും കച്ചവടത്തിന്റെയും മിനിമം തുക നാം കണ്ടെത്തുന്നത്. അപ്പൊ കറൻസിയിൽ സക്കാത്ത് നിർബന്ധമാവാൻ 595 ഗ്രാം വെള്ളിയുടെ മാർക്കറ്റ് വില എത്രയാണോ അത്രയും സംഖ്യ ഒരു വർഷം സൂക്ഷിച്ചു വെക്കണം. ഇപ്പൊ കച്ചവടത്തുമെന്ന് പോയി ഞാൻ ഒന്ന് കറൻസിയിലേക്ക് മാറിയിരിക്കണം കേട്ടോ. കാരണം അത് പറഞ്ഞിട്ട് പിന്നെ കച്ചവടത്തിന്റെ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എളുപ്പമായി കിട്ടും. കറൻസിയിൽ സക്കാത്ത് നിർബന്ധമാണ്. ആ വിശദീകരണ പ്രകാരമാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് കറൻസിയിൽ സക്കാത്ത് നിർബന്ധമുണ്ട്. നിസാബ് എങ്ങനെയാണ് മനസ്സിലാക്കുക? വെള്ളിയോട് താരതമ്യം ചെയ്തുകൊണ്ടാണ്. വെള്ളിയുടെ നിസാബ് 595 ഗ്രാം വെള്ളിയാണ് എങ്കിൽ കറൻസിയുടെ നിസാബ് എന്ന് പറഞ്ഞാൽ സക്കാത്ത് നിർബന്ധമാവാൻ മിനിമം തുക, അതോ അതിലേറെയോ ഉണ്ടെങ്കിലേ സക്കാത്ത് നിർബന്ധമാകൂ. അതിനേക്കാൾ കുറവാണെങ്കിൽ സക്കാത്ത് ഇല്ല. ഇതാണ് നിസാബ്. 595 ഗ്രാം വെള്ളിയുടെ മാർക്കറ്റ് വിലയാണ് കറൻസിയിൽ സക്കാത്ത് നിർബന്ധമാവാൻ മിനിമം വേണ്ട സംഖ്യ. ഇത് പറയുമ്പോൾ കറൻസിയുടെ സക്കാത്ത്, പണം സൂക്ഷിച്ചു വെക്കുന്നവർക്ക് സക്കാത്ത് ആവശ്യമായ സംഖ്യ ഒരു വർഷം പൂർണ്ണമായി സൂക്ഷിച്ചാലേ നിർബന്ധമാകൂ. അങ്ങനെ വരുമ്പോൾ വെള്ളിയുടെ മാർക്കറ്റ് വില എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അത് ചിലപ്പോൾ ഒരു മാസത്തിലൊരു വിലയാകും, അടുത്ത മാസത്തിൽ പിന്നെയാവും. അങ്ങനെയാവുമ്പോൾ കറൻസിയുടെ സക്കാത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന വിലയനുസരിച്ച് 595 ഗ്രാം വെള്ളിയുടെ വില കണക്കാക്കണം. കച്ചവടത്തിന്റെ വസ്തുവല്ല ഇപ്പൊ പറയുന്നത്. കറൻസി പണത്തിന് സക്കാത്ത് കൊടുക്കുമ്പോൾ നിസാബ് വർഷം മുഴുവനും വേണം. കച്ചവടത്തിലാകുമ്പോൾ വർഷം പൂർത്തിയാകുന്ന സമയത്തെ നിസാബ് ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഇങ്ങനെ സാധാരണ രീതിയിൽ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത്. കേൾക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല അല്ലേ? നിങ്ങൾ സാധാരണ കേൾക്കുന്ന പ്രസംഗത്തിന്റെ രസമൊന്നും ഉണ്ടാവില്ല. ഇന്ന് തൽക്കാലം ഇങ്ങനെ പോട്ടെ. ഇപ്പൊ രസമുള്ള പ്രസംഗം നമുക്ക് ഇനിയും കേൾക്കാനല്ല, അള്ളാഹ് നല്ലത് കേൾക്കാൻ തൗഫീഖ് ചെയ്ത് തരട്ടെ. അപ്പോ എന്താ ഇപ്പൊ പറഞ്ഞത്? കച്ചവട സക്കാത്തിൽ
വർഷം പൂർത്തിയാകുന്ന അന്നാണ് നിസാബ് പരിഗണിക്കേണ്ടത്. വർഷത്തിൽ പൂർണ്ണമായി പരിഗണിക്കേണ്ടതില്ല. പൂർത്തിയാകുന്ന അന്ന് മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് അതേസമയം കറൻസിയിൽ വർഷം പൂർത്തിയാകുന്ന അന്നത്തെ നിസാബല്ല പരിഗണിക്കേണ്ടത്, വർഷം പൂർണ്ണമായി പരിഗണിക്കണം. അമ്മ 595 ഗ്രാം വെള്ളിയുടെ വില എന്ന് പറയുമ്പോൾ ഒരു വർഷക്കാലത്തെ ഒരു വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന വില എത്രയാണോ ആ സംഖ്യയോ കൂടുതൽ സംഖ്യയോ വർഷത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലേ സക്കാത്ത് നിർബന്ധമാകൂ. ഞാൻ സങ്കല്പം പറയാണ്, വെള്ളിയുടെ വില മാറി കുറയുകയും ചെയ്തു. ഞാൻ മാർക്കറ്റൊന്നും പരിഗണിച്ചുകൊണ്ടല്ല പറയുന്നത്, വിഷയം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം. നമ്മുടെ കയ്യിൽ ഒരു സംഖ്യ വന്നു, 30,000 രൂപ നമ്മുടെ ഉടമയിൽ വന്നു. ആ 30,000 രൂപ നാം സൂക്ഷിച്ചു വെച്ചു. ഒരു റമദാൻ 1-നാണ് 30,000 രൂപ ഉടമയിലെത്തിയത്. അതവിടെ സൂക്ഷിച്ചു. അടുത്ത റമദാൻ 1-ആയി, ഒരു വർഷം പൂർത്തിയായി. നിസാബ് ഉണ്ടെങ്കിൽ സക്കാത്ത് നൽകണം. അതെന്താ നിസാബ്? 595 ഗ്രാം വെള്ളിയുടെ വില. അപ്പൊ കഴിഞ്ഞ റമദാൻ 1 മുതൽ ഈ റമദാൻ 1 വരെയുള്ള ഈ വർഷത്തിൽ വെള്ളിയുടെ മാർക്കറ്റ് വില ഛർദ്ദിച്ചിട്ട് ഏറ്റവും ഉയർന്ന വില എത്രയാണെന്ന് കണ്ടെത്തുക. ഏറ്റവും ഉയർന്ന വിലയാണെങ്കിലേ വർഷത്തിൽ പൂർണ്ണമായി നിസാബ് ഉണ്ടാവും. ഒരിക്കൽ ഇപ്പൊ പറയാം 35,000 വരെ പോയിരുന്നു സങ്കല്പിക്കാണ് കേട്ടോ. വെള്ളിയുടെ വില എത്രയെന്ന് ദയവായി എന്നോട് ചോദിക്കരുത്. അത് പുറത്തിറങ്ങിയിട്ട് എവിടെ അന്വേഷിച്ചാലും കിട്ടും. അല്ല, നിങ്ങൾക്ക് ചോദിക്കാൻ മസാലകൾ ചോദിക്കാൻ ഞാൻ പറഞ്ഞൊന്നും നോക്കി വരില്ല. അതുകൊണ്ട് ഇനി ചോദ്യം വരുമ്പോൾ ചോദിക്കരുത് ഇപ്പൊ ഉസ്താദേ വെള്ളിയുടെ വില എന്താന്ന് ചോദിക്കരുത്. വിഷയം മനസ്സിലാക്കുക, എന്നിട്ട് പുറത്തിറങ്ങി നിങ്ങൾ അന്വേഷിച്ചാൽ തിരിയണ കാര്യമല്ലേ ഇപ്പൊ അത്. അപ്പോ ഇവൻ എത്രയാ സൂക്ഷിച്ചു വെച്ചത്? പൈസ എത്രയുള്ളത്? 30,000. ഒരു കൊല്ലം പൂർത്തിയായി. വെള്ളിക്ക് ഈ വർഷത്തിനിടയിൽ 595 ഗ്രാം വെള്ളിക്ക് ചിലപ്പോൾ 25,000-ഉം ചിലപ്പോൾ 30,000-ഉം ഒരിക്കൽ 30,500-ഉം സംഭവിച്ചിട്ടുണ്ടെന്ന് വെക്കുക. എന്നാൽ ഇവന്റെ ഈ 30,000-ൽ സക്കാത്ത് നിർബന്ധം ഇല്ല. കാരണം ഉയർന്ന വില ഏതാ? 30,500. ഇവന്റെ കയ്യിൽ 30,000 ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ കൊല്ലം പൂർണ്ണമായി നിസാബ് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ 25,000-ആയി, അപ്പൊ നിസാബുണ്ട്. മറ്റൊരുക്കം 30,000 ആയിരുന്നു, അപ്പോഴും നിസാബുണ്ട്. പിറ്റത്തെ മാസം 30,500-ആയി, അപ്പൊ ഇവന്റെ കയ്യിൽ 30,000-മേ ഉള്ളൂ, അപ്പൊ നിസാബ് കുറഞ്ഞു. അപ്പൊ കറൻസിയിൽ നിസാബ് പരിഗണിക്കുമ്പോൾ വെള്ളിയുടെ വിലയാണ് പരിഗണിക്കേണ്ടത്. അത് ആ വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന വെള്ളിയുടെ വിലയാണ്. അപ്പൊ ഞാൻ കറൻസിയുടെ സക്കാത്താണ് ആദ്യം പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ പണത്തിന്റെ സക്കാത്ത്, പണം സൂക്ഷിച്ചു വെക്കുന്നവർ സക്കാത്ത് കൊടുക്കണം, നിർബന്ധ. 2 നിബന്ധന. 1 കൊല്ലം പൂർത്തിയാവണം. കച്ചവടത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഞാൻ പോയിക്കണിട്ട പണത്തിലേക്ക് പോയി. പണം ഉണ്ടായിട്ടല്ലേ കച്ചവടം തുടങ്ങിയ. അപ്പോ പണത്തിന്റെ സക്കാത്തിന് ഇപ്പൊ എന്താ? 2 ഷർത്ത്. എന്താ ഷർത്ത്? 1, നിസാബ് മിനിമം സംഖ്യ ഉടമയിൽ ഉണ്ടായിരിക്കണം. 1. 2, മിനിമം സംഖ്യ ഉടമയിൽ വന്നത് മുതൽ ഒരു വർഷം പൂർത്തിയാവണം. മിനിമം സംഖ്യ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ വർഷത്തിലുടനീളം പൂർണ്ണമായി ഒരിക്കൽ പോലും നിസാബിൽ താഴോട്ട് പോകാതെ ഉണ്ടായിരിക്കണം. അപ്പൊ ഏറ്റവും ഉയർന്ന വില 30,000-ആണെന്ന് സങ്കല്പിച്ചാൽ റമദാനിൽ 30,000 കൈവശപ്പെടുത്തി അടുത്ത റമദാൻ 1 വരെ സൂക്ഷിച്ചു, അതിന്റെ സക്കാത്ത് കൊടുക്കണം. കൊടുക്കേണ്ടത് എത്ര? 2.5%. 100-ന് 2.5 രൂപ വെച്ച് അതല്ല 2.5%. അപ്പൊ ആ 30,000-ന്റെ 2.5% കൊടുക്കണം. 1 ലക്ഷം ഉണ്ടെങ്കിൽ 2,500 ഉണ്ടാകും. ഇപ്പൊ ഓരോന്നിൻ്റെ ഞാൻ ഇങ്ങനെ കണക്ക് പറയേണ്ട സംഗതി ഇല്ലല്ലോ. മൊത്തം കറൻസിയുടെ സക്കാത്തിൽ മർമ്മപ്പന്തായത് നിസാബ് സക്കാത്ത് നിർബന്ധമാവാനുള്ള മിനിമം തുക ഉടമയിൽ വന്നത് മുതൽ ഒരു വർഷം പൂർണ്ണമായി സൂക്ഷിച്ചു വെച്ചാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. നിസാബ് എത്രയാണെന്ന് മനസ്സിലാക്കൽ ഒരാവശ്യമാണ്. 595 ഗ്രാം വെള്ളിയുടെ വിലയാണ്. മാർക്കറ്റ് വില നമുക്ക് അന്വേഷിച്ചാൽ അറിയാം. വർഷത്തിലെ ഏറ്റവും ഉയർന്ന വില അനുസരിച്ച് ആ സംഖ്യ നമ്മുടെ ഉടമയിലുണ്ടോ, അതിലേറെയുണ്ടോ, സക്കാത്ത് നിർബന്ധമായിട്ടുണ്ട്. 2.5% സക്കാത്ത് നൽകണം. അപ്പോൾ ഒരു കൊല്ലക്കാലം 1 ലക്ഷം സൂക്ഷിച്ചു വെച്ചവർ 2,500 സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. 2 ലക്ഷം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 5,000 രൂപ സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. ഇടയിലൊന്ന് പറയാണ്, ഓർമ്മ വരുമ്പോൾ അങ്ങോട്ട് പറയാണ്, കറൻസിയുടെ സക്കാത്തും കച്ചവടത്തിന്റെ സക്കാത്തും 1 കൊല്ലം കൊടുത്താൽ പോരാ, ഓരോ കൊല്ലവും കൊടുത്തുകൊണ്ടിരിക്കണം.
ഞാൻ എവിടെയോ ക്ലാസ്സിന് ചെന്ന് മസലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അയാളിനോട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് പിന്നെ ഈ കൊല്ലം സക്കാത്ത് കൊടുക്കണ്ടില്ല, ഞാൻ കഴിഞ്ഞൊല്ലം കൊടുത്തിക്കണേ. അപ്പൊ കച്ചവടക്കാരനാണ്, അയാൾ കഴിഞ്ഞൊല്ലം കൊടുത്തിക്കണേ, ആദ്യമായിട്ട് കൊടുക്കാൻ തുടങ്ങിയതാണ്, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, എന്നാലും അയാൾ തുടങ്ങിയല്ലോ, കഴിഞ്ഞൊല്ലം സക്കാത്ത് കൊടുത്തിക്കണം. അപ്പൊ അയാൾ സന്തോഷത്തിലിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞ മസലൊന്നും ഇക്കൊല്ലം എന്നെ ബാധിക്കൂല, ഞാൻ കഴിഞ്ഞൊല്ലം കൊടുത്തിക്കണല്ലോ. ഞാൻ എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് ഒന്നും കൂടി വിശദീകരണം ചോദിച്ചു. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കി വെച്ചത് കച്ചവടത്തിൽ ഒരു വർഷമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ, പിന്നെ കൊടുക്കേണ്ടതില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചില സാധനങ്ങളുണ്ട്. കച്ചവടത്തിലും പണം സൂക്ഷിച്ചു വെക്കുന്നവരും ഓരോ വർഷവും പൂർത്തിയാകുമ്പോഴും അതിൻ്റെ സക്കാത്ത് നിർബന്ധമാകും. 1-ാം വർഷം കൊടുത്തു എന്നതിൻ്റെ പേരിൽ 2-ാം വർഷം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. 1-ാം വർഷം കൊടുക്കൽ നിർബന്ധ, അഥവാ കൊടുത്തിട്ടില്ലെങ്കിൽ 2-ാം വർഷത്തിൽ 2 വർഷത്തിൽ കൊടുക്കേണ്ടി വരും. ഈ റമദാനിൽ തന്നെ ഒരു സ്ഥലത്ത് ക്ലാസ്സിന് പോയപ്പോൾ ഒരാളെന്നെ സമീപിച്ചു. 10-12 വർഷത്തേക്കാണ് കച്ചവടം തുടങ്ങിയിട്ട് ഒറ്റ കൊല്ലം സക്കാത്ത് കൊടുത്തിട്ടില്ല. എന്നോട് ചോദിക്കാൻ ഞാനിപ്പോൾ എത്ര കൊടുക്കേണ്ടി വരും? ഇരിക്കട്ടെ. അപ്പൊ ഇതുപോലെ അപ്പൊ പൊതുവെ കറൻസിയുടെ സക്കാത്തിന്റെ മസാല മർമ്മമായല്ലോ. എന്തേ നിസാബ് 595 ഗ്രാം വെള്ളിയുടെ വർഷത്തിലെ ഏറ്റവും ഉയർന്ന വിലയുള്ള സംഖ്യയോ അതിൽ കൂടുതൽ സംഖ്യയോ ഒരു വർഷം പൂർണ്ണമായി സൂക്ഷിച്ചു വെച്ചാൽ വർഷം പൂർത്തിയാവുമ്പോൾ സക്കാത്ത് നിർബന്ധമാണ്. 2.5% സക്കാത്ത് നൽകണം. അതേ സംഖ്യ അടുത്ത 2-ാം വർഷവും നമ്മുടെ കയ്യിൽ സൂക്ഷിപ്പുണ്ടെങ്കിൽ 2-ാം വർഷം പൂർത്തിയാവുമ്പോൾ ആ നിലവിലുള്ള സംഖ്യയുടെ 2.5% സക്കാത്ത് നൽകണം. ഇവിടെ സൂക്ഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പണം സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ പല കോലത്തിലുണ്ട്. ഒന്ന് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുക. മുമ്പ് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അല്ലേ? മുമ്പ് ഈ പ്രായമുള്ള വല്യപ്പാരൊക്കെ പെരയിൽ തന്നെ അത് വലിയ സഞ്ചിയിലൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ച് കണ്ട് ഇങ്ങനെ സൂക്ഷിക്കല, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് എണ്ണി വെക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട്. എന്നിട്ട് ആ താക്കോൽ ഇങ്ങനെ അരയിൽ കെട്ടിയിട്ട് നടക്കും. അതൊരു കാലം. അപ്പൊ വീട്ടിൽ തന്നെ സൂക്ഷിക്കൽ ഒരു സൂക്ഷിപ്പുണ്ട്, വ്യക്തമാണ്. മറ്റൊന്ന് നമ്മൾ ഉള്ളത് പറയാമല്ലോ, പലരും പണം ബാങ്കിലാണ് സൂക്ഷിക്കാറുള്ളത്. ബാങ്കിൽ സൂക്ഷിക്കുമ്പോഴും അത് നമ്മുടെ പണമാണ്. ചിലര് സൂക്ഷിക്കാൻ ചിലപ്പോൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടാകും, അപ്പോഴും പണം നമ്മുടെ പണം. അപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിപ്പുള്ള പണമാണ്. കുറച്ച് വർഷം പൂർത്തിയാകുമ്പോൾ ഓരോ വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ 2.5% സക്കാത്ത് നിർബന്ധമാണ്. ബാങ്കിൽ സൂക്ഷിക്കുന്ന പണവും അതും വർഷം പൂർത്തിയാകുമ്പോൾ, ബാങ്കിൽ സൂക്ഷിക്കുന്ന പണം വർഷം പൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ബാങ്കിൽ നിക്ഷേപിച്ചത് മുതൽക്ക് വർഷം പൂർത്തിയാകുക എന്നല്ല, നമ്മുടെ ഉടമയിൽ വന്നത് മുതൽ വർഷം പൂർത്തിയാകുക. അപ്പൊ 1,00,000 രൂപ എൻ്റെ കയ്യിലെത്തി, ഒരു റമദാൻ 1-ന് എത്തിയെന്ന് സങ്കല്പിക്കുക. അതൊരു 2 മാസം ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ടാണ് പിന്നീട് ബാങ്കിൽ കൊണ്ടുപോയിടുന്നത്. ഒക്കെ സങ്കല്പമാണ്. 2 ലക്ഷം 2 മാസം ഞാൻ സൂക്ഷിച്ചിട്ടാണ് ബാങ്കിൽ കൊണ്ടുപോയിടുന്നത്. അപ്പൊ ഇനി ബാങ്കിലിട്ടത് മുതൽ 10 മാസമായാൽ മതിയാകും. ബാങ്കിലിട്ടത് മുതൽക്കല്ല കൊല്ലം കണക്കാക്കേണ്ടത്, പണം നമ്മുടെ ഉടമയിൽ വന്നത് മുതൽ. കറൻസിയുടെ സക്കാത്തിൽ ഏത് രൂപത്തിലും സക്കാത്തിന്റെ പ്രശ്നം വരുന്നത് വർഷം പൂർത്തിയാവണം. ഞാൻ പറഞ്ഞിരുന്നു വർഷം പൂർത്തിയാവണമെങ്കിൽ വർഷം ആരംഭിക്കണമല്ലോ. എവിടെ മുതലാണ് ആരംഭിക്കുക? ആ മിനിമം സംഖ്യ നമ്മുടെ ഉടമയിൽ വന്നത് മുതൽ വർഷം ആരംഭിക്കണം. അത് നമ്മുടെ സ്വന്തം കയ്യിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെ മുതൽ വർഷം കണക്കാക്കി സക്കാത്ത് നൽകണം. ബാങ്കിൽ നിക്ഷേപിച്ചാലും പണം നമ്മുടേതാണ്, അതിന് നാം സക്കാത്ത് നൽകണം. അത് ബാങ്കിൽ ഇട്ടത് മുതൽക്ക് എന്നുള്ളതല്ല മസാല. കൊല്ലം കണക്കാക്കുക നമ്മുടെ ഉടമയിൽ വന്നത് മുതൽ. നമ്മുടെ ഉടമയിലെത്തിയ അതേ സമയത്ത് തന്നെ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ 2 കൊല്ലം ഒരേ രൂപത്തിലായിരിക്കുമല്ലോ. നമ്മൾ കുറെ കാലം കൈവശം സൂക്ഷിച്ചിട്ടാണ് ബാങ്കിൽ ഇടുന്നതെങ്കിൽ നമ്മുടെ ഉടമയിൽ വന്നത് മുതൽക്ക് വർഷം കണക്കാക്കണം. കടമായി വേറെ ആ വ്യക്തിയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്, അതിനെ ബാങ്കിൽ സൂക്ഷിക്കും പോലെ തന്നെ കടമായി നൽകിയതാണെങ്കിൽ 1,00,000 രൂപ നമ്മൾ മറ്റൊരു വ്യക്തിക്ക് കടമായി നൽകി. കടമായി നൽകിയാൽ നമുക്കൊരു വിശ്വാസമാണ്, കാരണം അത്രയും പൈസ അവിടെ ഉണ്ട്, തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ളൊരു സമാധാനമാണ്. ചിലര് പറ്റിക്കാറുണ്ടെങ്കിലും അല്ലേ, ഓൻ തരണം എന്നാണല്ലോ നിയമം. ഇവിടെ തന്നില്ലെങ്കിൽ അവിടെ വാങ്ങാൻ അവസരം ഉണ്ടല്ലോ. നമ്മളൊരാൾക്ക് കടം കൊടുത്താൽ അതൊരു ധൈര്യമാണ്. കടം കൊടുക്കൽ സുന്നത്താണ്. കടം പരമാവധി കൊടുക്കാൻ താല്പര്യം വേണം, വാങ്ങാൻ താല്പര്യം ഇല്ലാതിരിക്കലാണ് നല്ലത്. കടം വാങ്ങാന്നുള്ള സംഗതി അത്ര താല്പര്യപ്പെടേണ്ട സംഗതിയല്ല. ഞാൻ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. അപ്പോ എന്താ പറഞ്ഞത്, കടം കൊടുത്താൽ എൻ്റെ 1,00,000 രൂപ നിങ്ങൾക്ക് കടം തന്നാൽ എനിക്കൊരു സമാധാനം. എന്ത് 1,00,000 അവിടെ ഉണ്ടല്ലോ, അതിപ്പോൾ ചിലവായി പോകില്ലല്ലോ. എൻ്റെ കയ്യിലാണെങ്കിൽ ചിലപ്പോൾ ചിലവായി പോകും. ഒരാൾക്ക് കടം കൊടുത്തുകൊണ്ട് ചിലവായി പോകില്ല.
സാധനം കിട്ടും ചെയ്യും. അപ്പൊ നിങ്ങൾ പറയുന്നത് കിട്ടുന്നൊന്നും ഉറപ്പിക്കാൻ പറ്റൂല. അതിനാൻ പറഞ്ഞത് ദുനിയാവ് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ല, ഇവിടെ കിട്ടിയില്ലെങ്കിലും കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായതുകൊണ്ട് സമാധാനമാണ്. എവിടെയും കിട്ടൂല എന്നുണ്ടാലാണ് അല്ലെ. അപ്പുറം ഒരു ജീവിതം എല്ലാം ചിന്തിക്കുന്നവർക്ക് കാര്യം അപകടം തന്നെയാണ്. എനിക്ക് ആ ബുദ്ധിമുട്ടില്ല. എന്നിൽ കടം വാങ്ങി പറ്റിച്ചാലും എനിക്ക് പ്രശ്നമില്ല. പിന്നെ അവിടെ കിട്ടും. ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ മനസ്സിലാകും ഇവിടെ തരാതിരുന്നതാണോ നല്ലത്. ഇല്ല, അങ്ങനൊക്കെ ഉണ്ടല്ലോ ഹദീസുകളിൽ. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാനൊരു ചിലരുടെ സംശയത്തെയും കൂടി കണ്ടുകൊണ്ട് പറഞ്ഞതാ. സാറേ, കടം കൊടുത്താൽ നമ്മളതിന് സക്കാത്ത് കൊടുക്കും വേണം, പൈസ നമ്മളെ കയ്യിലൊട്ടില്ലേണം എന്നൊക്കെ ചിലർ തോന്നിപ്പോവും. ഇനി അത് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളേ അതിനൊക്കെ പറഞ്ഞാണ് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കിട്ടുമ്പോഴല്ലെങ്കിൽ അവിടെ കിട്ടും. എന്നാലും കടം കൊടുത്ത സംഖ്യക്ക് സക്കാത്ത് നിർബന്ധമാണ്. 1,00,000 രൂപയാണ് നിങ്ങൾക്ക് കടം തന്നാൽ ആ 1,00,000 എൻ്റെതാണ് സത്യത്തിൽ. അതിൻ്റെ പകരം നിങ്ങൾ തിരിച്ചു തരാൻ ബാധ്യതയുള്ളത് കൊണ്ട് സക്കാത്തിന്റെ വിഷയത്തിൽ അത് എൻ്റെ പണമായി കണക്കാക്കും. അതുകൊണ്ട് ഞാൻ സക്കാത്ത് നൽകണം. എപ്പോഴാണ് കൊടുക്കേണ്ടത്? വർഷം പൂർത്തിയാകുമ്പോൾ. വർഷം ഏതു മുതൽക്കാണ് കണക്കാക്കേണ്ടത്? കടം കൊടുത്തത് മുതൽക്കല്ല വർഷം കണക്കാക്കേണ്ടത്, പിന്നെ എൻ്റെ ഉടമയിൽ വന്നത് മുതൽ. ഇതൊന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ മനസ്സിലായി പോകും. അപ്പൊ എൻ്റെ ഉടമയിൽ 1,00,000 രൂപ വന്നു, 6 മാസക്കാലം ഞാൻ സൂക്ഷിച്ചു. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് മറ്റൊരാൾക്ക് കടം കൊടുക്കുന്നത്. ആ കൊടുത്തത് മുതൽ 6 മാസം കൂടി തികയുമ്പോൾ അതിനൊരു വർഷം പൂർത്തിയായി സക്കാത്ത് നൽകണം. പക്ഷെ കടം കൊടുത്ത സംഖ്യക്ക് സക്കാത്ത് നൽകുന്നതിന്റെ മസാല വർഷം പൂർണ്ണമാകുമ്പോൾ അതിൽ സക്കാത്ത് നിർബന്ധമുണ്ട്, അത് കൃത്യമാണ്. അതേസമയം ഇപ്പോൾ തന്നെ കൊടുക്കേണ്ടതുണ്ടോ? ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കൊല്ലം പൂർത്തിയായ സമയത്ത് തന്നെ കൊടുക്കേണ്ടതുണ്ടോ? ആ കടം ഇപ്പോൾ ചോദിച്ചാൽ കിട്ടുന്ന രൂപത്തിലുള്ള കടമാണ്. അതിൻ്റെ അവധി എത്തിയിട്ടുണ്ട്, ആ സംഖ്യ എനിക്ക് തരാനുണ്ട് എന്ന് വാങ്ങിയവൻ സമ്മതിക്കുന്നുണ്ട്, അത് തരാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ അവനുണ്ട്, ചോദിച്ചാൽ കിട്ടും. ഈ കോലത്തിലാണ് കടം കൊടുത്ത സംഖ്യയുടെ സക്കാത്താണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വർഷം പൂർത്തിയാകുമ്പോൾ അതിൽ സക്കാത്ത് നിർബന്ധമുണ്ട്. അത് ഈ വർഷം പൂർത്തിയാവുന്ന സമയത്ത് ഇപ്പോൾ ചോദിച്ചാൽ കിട്ടുന്ന രൂപത്തിലാണ്. അവൻ തരാൻ തയ്യാറാണ്, അവൻ്റെ കയ്യിൽ പണവുമുണ്ട്. എന്നാൽ അത് വാങ്ങിയാലും ഇല്ലെങ്കിലും നമ്മൾ ഇപ്പോൾ തന്നെ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതേസമയം ഇപ്പോൾ ചോദിച്ചാൽ കിട്ടുന്ന രൂപത്തിലല്ല. എന്നാൽ ഒരുപക്ഷെ അവധി എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവധി എത്തിയിട്ടുണ്ട് പക്ഷെ അവൻ്റെ കയ്യിൽ പണമില്ല, ഓപ്പത്തരില്ല, ഉണ്ടായിട്ട് തരാതിരിക്കലാവാം, അല്ലെങ്കിൽ ഇല്ല, ഏതായാലും ഇപ്പൊ കിട്ടില്ല, അത് നമുക്കും അറിയാം. എന്നാൽ സക്കാത്ത് നിർബന്ധമായിട്ടുണ്ടെങ്കിലും അതിൻ്റെ സക്കാത്ത് ഇപ്പോൾ തന്നെ നാം കൊടുക്കണം എന്നില്ല. അത് കിട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അപ്പോൾ കൊടുത്താൽ മതി. ചില കടമൊക്കെ കൊടുത്താൽ കിട്ടാറില്ല എന്നൊരു ധാരണ ഉള്ളപ്പോൾ ഈ മസലും കൂടി ഓർത്തു വെക്കാം. അത് കിട്ടിയതിൻ്റെ ശേഷം കൊടുത്താൽ മതി. പക്ഷേ കിട്ടിയതിൻ്റെ ശേഷം കൊടുക്കുമ്പോൾ മുൻകാല പ്രാബല്യത്തോട് കൂടി കൊടുക്കൽ നിർബന്ധം. ചിലപ്പോൾ ഒരാൾക്ക് 2.5 ഒരു സംഖ്യ കടം കൊടുത്തു, 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് കിട്ടുന്നത്. നമ്മൾ ഓരോ വർഷം പൂർത്തിയാകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ഒരു വർഷത്തതേ കൊടുക്കാനുണ്ടാകൂ. അങ്ങനെ കൊടുക്കുന്നതിന് വിരോധമല്ല. പക്ഷെ ചോദിച്ചാൽ ഇപ്പോൾ കിട്ടുന്ന രൂപത്തിലുള്ളതല്ലാത്തത് കൊണ്ട് നമ്മൾ അന്ന് കൊടുത്തിരുന്നില്ല. കിട്ടിയാൽ കൊടുക്കാം എന്ന നിലപാടിൽ നിൽക്കുകയായിരുന്നു. പിന്നീട് കിട്ടി 10 കൊല്ലം കഴിഞ്ഞിട്ട്. എന്നാൽ മൊത്തത്തിൽ ഞാനിപ്പോൾ പറയുകയാണ്, ഇനി അവിടെ വല്ല സംശയമുള്ളവർക്ക് ചോദിക്കാം, 10 വർഷത്തെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, സാധാരണക്കാരെ ഉദ്ദേശിച്ചാണ് പ്രധാനമായും, അല്ലെങ്കിൽ ആലിമീങ്ങളോട് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ വരുമല്ലോ. ഇതൊരു നഷ്ടമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ ഒരാൾക്ക് സക്കാത്ത് കടം കൊടുത്തു, ആ ഒരു കൊല്ലം അതുകൊണ്ട് നമ്മുടെ ഉപകാരം നടന്നില്ല, അവൻ്റെ ഉപകാരം നടന്നു, ഇനിയിപ്പോൾ അതിൻ്റെ സക്കാത്തും നമ്മൾ കൊടുക്കണം. ഇത് 10 കൊല്ലം കഴിഞ്ഞിട്ടേ കിട്ടിയതെങ്കിൽ ആ 10 കൊല്ലത്തെ സക്കാത്ത് നമ്മൾ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു ഇത്തിരി പ്രയാസമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ വൈലത്തൂരിൽ ടൗൺ പള്ളിയിൽ ക്ലാസ് എടുത്തപ്പോൾ എഴുതി കിട്ടിയ ഒരു ചോദ്യം, ഇങ്ങനെ കടം കൊടുക്കുമ്പോൾ അതിൻ്റെ സക്കാത്ത് നീ കൊടുക്കണമെന്ന് ഷർത്ത് വെക്കാൻ പറ്റുമോ? ഞാനൊരു 1,00,000 രൂപ നിങ്ങൾക്ക് കടം തരുമ്പോൾ നിങ്ങൾക്ക് കടം തന്നിട്ടൊരു പൈസ അവിടെയാണ്, എനിക്ക് കിട്ടിയിട്ട് വേണം, എൻ്റെ ഉപകാരം പെട്ടെന്ന് നടക്കൂല, അതിൻ്റെ സക്കാത്ത് എനിക്ക് നിർബന്ധവും ചെയ്യും. അപ്പോൾ ഈ സക്കാത്ത് നിങ്ങൾ തന്നെ കൊടുക്കണമെന്ന് ഷർത്ത് വെക്കാൻ പറ്റുമോ? മറുപടി, ഷർത്ത് വെക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഞാൻ കടം കൊടുക്കുമ്പോൾ അത് മുഖേന എനിക്കെന്തെങ്കിലും ഒരു ഗുണം വരണമെന്ന് ഷർത്ത് വെച്ചുകൊണ്ട് കടം കൊടുക്കുന്നതിൻ്റെ പേരാണ് റിബൽ ഖർള്. മലയാളത്തിൽ കടപ്പലിശ എന്ന് പറയും. സുബൈൽ മോബിഖാത്തിൽപ്പെട്ട അതിഗുരുതരമായ തെറ്റ്.
അത് പറ്റില്ല. അത് അവന് കടം കൊടുക്കാതെ നമ്മൾ സൂക്ഷിച്ചാലും അതിൽ സക്കാത്ത് വരില്ലേ? സക്കാത്ത് എന്നുള്ളത് അവന്റെ ബാധ്യതയല്ല, നമ്മുടെ ബാധ്യതയാ. നമ്മുടെ ബാധ്യത അവൻ കൊടുക്കണമെന്ന് ഷർത്ത് വെക്കാൻ പറ്റില്ല. കൊടുക്കുമ്പോ ഷർത്തൊന്നും വെക്കാതെ ആ സംഖ്യ തരുമ്പോ അതിന്റെ സക്കാത്തിനുള്ള പൈസയും കൂടി ഓന് തന്നെ തന്നാൽ അൽഹംദുലില്ലാ, നല്ല സംഗതിയാണ്. ഓനക്കൊരു സുന്നത്തായ സഹായം ഇങ്ങോട്ട് കൊടുത്തു എന്നുള്ള കൂലിട്ടും ഞമ്മക്ക് സക്കാത്ത് കൊടുക്കാനുള്ള പൈസയും കിട്ടും. പക്ഷെ കൊടുക്കുമ്പോൾ ഷർത്ത് വെക്കാൻ പറ്റില്ല. ഇനി ഈ മസാല ചിന്തിക്കുമ്പോഴപ്പോൾ പറഞ്ഞ് നമ്മൾ കടം കൊടുത്തും ചെയ്ത് പിന്നെ സക്കാത്തും കൊടുക്കണം, 10 കൊല്ലം കഴിയുമ്പോൾ എല്ലാം കൂടി ഇതൊക്കെ ഒരു നഷ്ടക്കച്ചവടമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെ കച്ചവടത്തിന്റെ സക്കാത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. അവിടെയും ഇതുപോലെ ചോദ്യങ്ങൾ വരും. അത് വലിയ പ്രയാസമല്ലേ? അതിനൊറ്റ മറുപടിയുള്ളൂ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു നഷ്ടമല്ല. ഒക്കെ ആഖിറത്തിലെ അക്കൗണ്ടിലേക്ക് ലാഭങ്ങളായി പരിഗണിക്കപ്പെടുന്നതാണ്. ബാങ്കിൽ പൈസ ഇട്ട നിങ്ങൾക്ക് ഒരു സമാധാനമല്ലേ? കാരണം നമ്മളെ അക്കൗണ്ടിൽ പൈസ ഉണ്ടല്ലോ, ആവശ്യം ഉണ്ടാകുമ്പോൾ ഇത് കിട്ടുന്നു എന്നതുപോലെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മൾ ലാഭനഷ്ടം പരിഗണിക്കേണ്ടത് ഇവിടെ ദുനിയാവുക്ക് നോക്കിയിട്ടല്ല. നിങ്ങളൊന്നും വിചാരിക്കരുത് അങ്ങനെയാണെങ്കിൽ ഇന്ന് സുബഹിസ്കരിച്ചിട്ട് എന്താ കിട്ടിയത്? ദുനിയാവിക്ക് നോക്കിയിട്ടാണെങ്കിൽ ദുനിയാവിൽ ഇപ്പൊ സുബഹിസ്കരിച്ചുകൊണ്ട് എന്താ കിട്ടിയത്? കുറെ കാലമായില്ല നിസ്കാരം തുടങ്ങിയിട്ട് എന്താ ഇവിടെ കിട്ടിയത്? അൽഹംദുലില്ലാ, അതിന്റെ ഒരു ബർക്കത്തുണ്ട് നമ്മൾ പറയാ. അത് നിസ്കരിക്കാത്തവർക്കുണ്ട് ഒരു ബലാലിന്റെ ബർക്കത്ത് തന്നെ സംഗതി. നിസ്കരിക്കാത്തവർക്കില്ല ഇവിടെ പലതും ദുനിയാവ് കിട്ടുന്നത്. അപ്പൊ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ടാണ് സക്കാത്ത് നൽകണമെങ്കിലും നിസ്കരിക്കണമെങ്കിലും ഒക്കെ ഈമാൻ മർമ്മമാണെന്ന് പറയാൻ കാരണം. ഈമാൻ ഉണ്ടാകുമ്പോഴേ നിസ്കാരമായി പരിഗണിക്കുന്നുള്ളൂ. സക്കാത്തിനും അത് നിർബന്ധം. ഈ സക്കാത്തിന് നിർബന്ധം. സക്കാത്ത് നൽകുന്നത് പരിഗണിക്കപ്പെടണമെങ്കിൽ, സക്കാത്തായി സ്വീകാര്യമാവണമെങ്കിൽ ഈമാൻ നിർബന്ധം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ മുഅ്മിനെ സക്കാത്ത് നിർബന്ധമുള്ളൂ, മുസ്ലിമിനെ നിർബന്ധമുള്ളൂ എന്നൊക്കെ പറയാനുള്ള കാരണം. ഇരിക്കട്ടെ, അപ്പൊ അത് നഷ്ടല്ലേ എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമല്ല. അങ്ങനെ 1 ലക്ഷം കടം കൊടുത്തു, വർഷം പൂർത്തിയായതിനു ശേഷം അതിന്റെ സക്കാത്ത് കൊടുത്താൽ എത്ര വലിയ ഫലമാണ് അങ്ങോട്ട് ലഭിക്കുന്നത്. ഒരു സംഖ്യ കടം കൊടുത്തതിന്റെ പ്രതിഫലം, കടം കൊടുക്കുക എന്നുള്ള വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് അല്ലേ? കടം കൊടുത്ത സംഖ്യയുടെ പകുതി സംഖ്യ സദക്ക ചെയ്ത പ്രതിഫലം ഉണ്ടാകുന്ന. 1 ലക്ഷം കടം കൊടുത്തു, 1 ലക്ഷം തിരിച്ചു കിട്ടി, എന്നാലും 50,000 രൂപ സദക്ക ചെയ്ത പ്രതിഫലമുണ്ട്. എവിടെ? ആഖിറത്തിൽ. ഞാൻ ഒരു ചോദ്യത്തിനോടും കൂടി പ്രതികരിക്കുകയാണ്. നമ്മളൊരാൾക്ക് കടം കൊടുക്കുമ്പോൾ അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരുടെ ന്യായം, പണം നമ്മളെ ഉപകാരം നടക്കുന്നില്ലല്ലോ, അയാളുടെ ഉപകാരമല്ലേ നടക്കുന്നത്. അപ്പൊ നമ്മളെ ഉപകാരം നടക്കാതെ ഒരു കൊല്ലം അവിടെ കിടക്കല്ലേ, അപ്പൊ തിരിച്ചു വരുമ്പോ എന്തെങ്കിലും ഒരു വിയർപ്പ്. എന്നോടൊരു വയസ്സായ ആള് ചോദിച്ച പ്രയോഗം അതാണ്. എന്തെങ്കിലും ഒരു വിയർപ്പ് അയിമ കിട്ടണമെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ന്യായം എന്താ? നല്ല ന്യായമുണ്ട് അദ്ദേഹത്തിന്. എന്താ ന്യായം? നമ്മളെ ഉപകാരം നടക്കുന്നില്ലല്ലോ, പറ്റില്ല. പറ്റില്ല. അതുകൊണ്ട് അതിന് പകരം ഇങ്ങനെ ചിന്തിക്കണം, നമ്മുടെ ഉപകാരം ഇപ്പം അതുകൊണ്ട് നടക്കുന്നില്ല, പക്ഷെ മറ്റൊരു സഹോദരന്റെ ഉപകാരം അതുകൊണ്ട് നടക്കുന്നു. മറ്റൊരു സഹോദരന്റെ ഉപകാരം നടത്തി കൊടുക്കുന്നതിന് വലിയ പ്രതിഫലം നമുക്ക് ആഖിറത്തിലുണ്ട്. കടം കൊടുക്കൽ സുന്നത്താണെന്നുള്ള മസാല വിശദീകരിച്ചിടത്ത് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കം ഉദ്ധരിച്ച ഹദീസ്, മൻ നഫസ അൻ അഖീഹി കുർബത്തൻ മിൻ കുറബി ദുനിയ നഫസല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ഇവിടെ ഒരാൾക്ക് ആശ്വാസം നൽകിയാൽ പരലോകത്ത് മഹ്ശറിൽ ഫലമായി നമുക്ക് വലിയ ആശ്വാസം കിട്ടും. ഇരിക്കട്ടെ, ഞാൻ മസാലയിലേക്ക് വരാം. അപ്പോ കടം കൊടുക്കും വേണം, കൊടുത്തിട്ട് പൈസ കൊണ്ട് ഉപകാരം നടക്കണില്ല, അതിന്റെ സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ? ദുനിയാവിൽ പലതും ബുദ്ധിമുട്ടുണ്ട്, ആഖിറത്തിലേക്ക് ഫലം ഉണ്ടാകും. ഞാനിപ്പോ എന്തേ പറഞ്ഞത്? പണത്തിന്റെ സക്കാത്ത് നിസാബ് സംഖ്യ 1 വർഷം പൂർണ്ണമായി സൂക്ഷിച്ചാൽ 2.5% സക്കാത്ത് നൽകുക നിർബന്ധമാണ്. അങ്ങനെ ഓരോ വർഷം കൊടുത്തുകൊണ്ടിരിക്കണം. നിസാബ് 595 ഗ്രാം വെള്ളിയുടെ 1 വർഷത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണ്. വർഷം പൂർണ്ണമായി അത്രയും സംഖ്യ ഉടമയിൽ വെക്കുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുക. സ്വന്തം കയ്യിൽ സൂക്ഷിക്കലാവാം, ബാങ്കിലുള്ള നിക്ഷേപമാവാം, മറ്റൊരാൾക്ക് കടം കൊടുത്ത സംഖ്യയാവാം. കടത്തിന്റെ സക്കാത്ത് ഇപ്പോൾ ചോദിച്ചാൽ കിട്ടുന്ന രൂപത്തിലാണെങ്കിൽ വർഷം പൂർത്തിയാവുമ്പോൾ തന്നെ സക്കാത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ കിട്ടുമ്പോൾ കൊടുത്താൽ മതി. കിട്ടുമ്പോൾ കൊടുക്കുമ്പോൾ മുൻ വർഷങ്ങളുടേതെല്ലാം കൊടുക്കേണ്ടി വരും. ഇനിയുള്ള അവിടെ ചെറിയ ചില വിഷയങ്ങളെ പറയുന്നുള്ളൂ. ഇനി ഈ പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നവർക്കും മറ്റൊക്കെ ചിലപ്പോ ഒന്നിച്ചാവൂല ഒരു സംഖ്യ നിക്ഷേപിക്കാൻ. കുറേശ്ശെ നിക്ഷേപിക്കുന്നവരുണ്ടാവും. മാസം തോറും 5000 നിക്ഷേപിക്കുന്നവർ. ഇങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ നമ്മൾ തുടങ്ങാം.
ഒരാൾ ബാങ്കിലായാലും സ്വന്തം കയ്യിലായാലും ഇനി വലിയ കുറികളിലോ ഹറാമല്ലാത്ത കുറികളിലോ മറ്റോ ആണെങ്കിലും മാസവീതം ഓരോ ചെറിയ സംഖ്യകൾ മാറ്റി വെക്കുന്നവർ, നിക്ഷേപിക്കുന്നവർ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നവർ, ഒന്നാമത്തെ മാസം ഇപ്പൊ ഈ റമദാനിൽ ഒരാൾ 1000 രൂപ എടുത്തു വെച്ചു, അല്ലെങ്കിൽ 5000 ആയിക്കോട്ടെ, തോനെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് സംഖ്യ വർദ്ധിക്കുക, 5000 എടുത്തു വെച്ചു, ബാങ്കിൽ ഇട്ടു എന്ന് പറയാം, അല്ലെങ്കിൽ എടുത്തു വെച്ചു. ആ 5000 ഇപ്പം എന്തില്ല? നിസ്വാബില്ല, അതുകൊണ്ട് ഇപ്പൊ സക്കാത്തിന് പ്രശ്നമില്ല. രണ്ടാമത്തെ മാസവും 5000 വെച്ചു, ഇപ്പോഴും 10000 ആയിട്ടുള്ളൂ, നിസാബ് എത്തിയിട്ടില്ല. ഇങ്ങനെ പല മാസത്തവണകൾ, ആഴ്ച തോറുവാണെങ്കിലും അയിമെന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി, മാസത്തവണകൾ ഇങ്ങനെ വെച്ച് നിസാബുള്ള തുക എത്തിയാൽ, നിസാബ് നമ്മളിപ്പോൾ 30,000 എന്ന് സങ്കല്പിക്കുന്നു, അങ്ങനെ അപ്പൊ 5000 വീതം ഓരോ മാസം പണം എടുത്തു വെക്കുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ ഇടുന്നു, അല്ലെങ്കിൽ വലിയ കുറിയിലേക്ക് അടച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല മാസങ്ങൾ അടച്ച് ഒരു 4-5 മാസം അടച്ചപ്പോൾ 30,000 രൂപ വന്നു. ഇപ്പൊ ഏതെത്തി? നിസാബ്. ഉദാഹരണമാണ് 30,000 നിസാബ് എത്തി. സക്കാത്ത് നിർബന്ധമായി ഇല്ല, സക്കാത്ത് നിർബന്ധമായിട്ടില്ല. ഇനി ആ 30,000 എത്തിയത് മുതൽ ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് അതിൽ സക്കാത്ത് നിർബന്ധമാവുക. പക്ഷേ അക്കൗണ്ടിലേക്ക് പിന്നെ ഇങ്ങനെ പണം എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിലെന്ത് വരും? ചിലപ്പോൾ ഈ 30,000 എത്തിയായി, അപ്പോൾ റമദാനിൽ 30,000 പൂർത്തിയായാൽ റമദാൻ അടുത്ത റമദാൻ വർഷം പൂർത്തിയായി. പക്ഷെ ശവ്വാലിൽ നമ്മളൊരു 5000 കൂടി കൊടുത്തിരുന്നു, അങ്ങനെ അടുത്ത ദുൽഖഅദിലും ഒരു 5000 കൊടുക്കും. ഇങ്ങനെ വരുമ്പോൾ കൃത്യമായ നിയമം പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഓരോ മാസവും സക്കാത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ എന്നറിയൂല. മസാലകളാവുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഛർദ്ദിക്കണം, ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു പേടി ഉണ്ടായത് കൊണ്ടാണ് ചിലത് ആവർത്തിച്ച് പറയുന്നത്. അപ്പോ റമദാനിൽ 30,000 തികഞ്ഞു, അടുത്ത റമദാനിൽ 30,000 സക്കാത്ത് കൊടുത്തു, അതിന്റെ 2.5%. ശവ്വാലിൽ ഒരു 5000 അടച്ചിരുന്നല്ലോ, അത് അടുത്ത ശവ്വാലിൽ അവിടെ കിടക്കുന്നുണ്ട്. ആ 5000 സക്കാത്ത് ആ ശവ്വാലിൽ കൊടുക്കണം. 30,000 2.5% റമദാനിൽ കൊടുത്തു. ശഅബാനിലൊന്നും സക്കാത്ത് കൊടുത്തില്ല, കാരണം ഒരു കൊല്ലം തികഞ്ഞിട്ടില്ല. ആദ്യം നമ്മൾ അടച്ച 5000 മുതൽക്ക് വർഷം തുടങ്ങുന്നുമില്ല, കാരണം നിസാബില്ലല്ലോ. പല തവണകളായി അടച്ചടച്ച് നിസാബ് എത്തിയത് മുതൽക്കാണ് വർഷം തുടങ്ങുക. അതുമുതൽ വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ 2.5% കൊടുക്കണം. വർഷം പൂർത്തിയായതിന്റെ തൊട്ടടുത്ത അടവ് നമ്മൾ ചെറിയ സംഖ്യ അടച്ചിട്ടുണ്ടാവും. ആ സംഖ്യ ഒറ്റയ്ക്ക് നിസാബ് ഉണ്ടാകൂല, പക്ഷെ അത് നിസാബിലേക്ക് ചേർത്തി വെക്കുന്നതായതുകൊണ്ട് അതിനും സക്കാത്ത് നിർബന്ധമാണ്. അപ്പൊ റമദാനിൽ 30,000 കൊടുത്തു, ആ ശവ്വാലിൽ ആ 5000 കൊടുക്കണം. ദുൽഖഅദിലും ഒരു 5000 കൊടുക്കണം. ഏത് 5000? ദുൽഖഅദിൽ നമ്മൾ അടച്ച 5000 ദുൽഖഅദിൽ കൊടുക്കണം. ദുൽഹജ്ജിൽ അടച്ച 5000 ദുൽഹജ്ജ് കൊടുക്കണം. അങ്ങനെ 5000 മാസവീതമുള്ള അടവുകളാണെങ്കിൽ റമദാനിൽ 30,000 കൊടുത്താൽ പിന്നെ ഓരോ മാസവും 5000 കൊടുത്തുകൊണ്ടിരിക്കും. അതിന്റെ ഏകദേശ ചിത്രം മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ റമദാൻ ഈ പണം അതേമാതിരി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, ചെലവായി പോയ പിന്നെ സക്കാത്തില്ല, സ്റ്റോക്ക് ഉണ്ട്. രണ്ടാമത്തെ റമദാനിൽ നമ്മൾ കഴിഞ്ഞ റമദാനിൽ കൊടുത്ത 30,000 2.5% വീണ്ടും കൊടുക്കണം. ഞാൻ ആ നിസാബ് അവിടെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. അതിന്റെ രണ്ടാമത്തെ കൊല്ലത്തിന്റെ കൊടുക്കണം അല്ലേ? ശവ്വാലിലോ രണ്ടാമത്തെ ശവ്വാലിലെ 10,000 കൊടുക്കേണ്ടി വരും. കാരണം നേരത്തെ അടച്ച 5000 അതിന്റെ മുമ്പത്തെ ശവ്വാലിലേക്ക് ഒരു കൊല്ലം പൂർത്തിയാക്കണം. ആ രണ്ടാമത്തെ ശവ്വാലിൽ ഒരു 5000 അടച്ചിട്ടുണ്ടാവുമല്ലോ, അതിന് ഒന്നാമത്തെ കൊല്ലം പൂർത്തിയായിട്ടുണ്ടാകും രണ്ടാമത്തെ ശവ്വാലിലേക്ക്. ചുരുക്കത്തിൽ ഏകദേശ ധാരണ വന്നിട്ടുണ്ടാകും. ഇനി അങ്ങനത്തെ ഒക്കെ സ്വഭാവങ്ങൾ ഉള്ളവർക്ക് കൃത്യമായി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ മാസം സക്കാത്ത് നിർബന്ധമായി കൊണ്ടിരിക്കുന്ന ഒരു രീതി വരും. അത് സൗകര്യത്തിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് മുൻകൂറായി കൊടുക്കുന്നതിന് വിരോധമില്ല. സൗകര്യത്തിന് വേണമെങ്കിൽ മുൻകൂറായിട്ട് എന്താക്കാം, ചിലയിടത്ത് സക്കാത്ത് കൊടുക്കാൻ പറ്റും. നിസാബ് ഉടമയിൽ വന്നാൽ വർഷം പൂർത്തിയാകുന്നതിന് മുൻകൂറായി സക്കാത്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഓരോ മാസം കൊടുക്കലൊരു പ്രയാസമായി അനുഭവപ്പെടുന്നവർക്ക് വേണമെങ്കിൽ തഅജീലു സക്കാത്തിന്റെ വകുപ്പ് പിടിച്ചുകൊണ്ട് കുറച്ചിങ്ങോട്ടാണ്. ഞാൻ കറൻസിയുടെ സക്കാത്തിൽ ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്ന ചില ഭാഗങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞല്ലോ, ആവശ്യക്കാരുള്ളവർക്ക് ചോദിച്ചറിയാം. ഞാൻ കച്ചവടത്തിലേക്ക് വരട്ടെ.
കച്ചവടമാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ ഇത് പറഞ്ഞ കച്ചവടത്തിലും രണ്ട് ഷർത്താ ഉള്ളത്. നിസാബ് പൂർത്തിയാവണം, പിന്നെ കൊല്ലം പൂർത്തിയാവണം, നിസാബ് ഉണ്ടായിരിക്കണം. പക്ഷെ കറൻസിയിൽ നിസാബ് വർഷം പൂർണ്ണമായി പരിഗണിക്കണം. കച്ചവടത്തിൽ വർഷം പൂർത്തിയാകുന്ന അന്ന് മാത്രമേ നിസാബ് തികയേണ്ടതുള്ളൂ. അപ്പൊ കച്ചവടത്തിൽ 595 ഗ്രാം വെള്ളിയുടെ വില കണക്കാക്കുമ്പോൾ അത് ആ കച്ചവടത്തിന് വർഷം പൂർത്തിയാകുന്ന അന്നത്തെ വെള്ളിയുടെ മാർക്കറ്റ് വിലയാണ് പരിഗണിക്കേണ്ടത്. കറൻസിയുടെ സക്കാത്തിൽ വെള്ളിയുടെ വില മാനദണ്ഡമാക്കുമ്പോൾ വർഷത്തിലെ ഏറ്റവും ഉയർന്ന വില മാനദണ്ഡമാക്കണം. എങ്കിലേ വർഷം പൂർണ്ണമായി നിസാബുണ്ട് എന്ന് വരികയുള്ളൂ. കച്ചവടത്തിൽ വർഷം പൂർത്തിയാകുന്ന അന്ന് മാത്രമേ നിസാബ് തികയേണ്ടതുള്ളൂ, മിനിമം തുക. അപ്പൊ വെള്ളിയുടെ വില നോക്കുമ്പോൾ കൊല്ലം പൂർത്തിയായ അന്നത്തെ വെള്ളിയുടെ വില പരിഗണിക്കണം. റമദാൻ 1 കൊല്ലം പൂർത്തിയാവുന്ന കച്ചവടക്കാർ അവർ റമദാൻ 1 വെള്ളിയുടെ വില മാനദണ്ഡമാക്കണം. റമദാൻ 30 ഒരാളുടെ കച്ചവടത്തിന് വർഷം പൂർത്തിയാകുന്നതെങ്കിൽ റമദാൻ 30 അന്നത്തെ മാനദണ്ഡമാണ് ആക്കേണ്ടത്. കച്ചവടത്തിന് വർഷം പൂർത്തിയാകുമ്പോൾ എവിടെ മുതൽക്ക് തുടങ്ങണം? അതിനാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്. അത് നമ്മൾ ഈ കറൻസിയിൽ സക്കാത്ത് നിർബന്ധമാകുന്ന മിനിമം തുകയോ അതിലേറെയോ സംഖ്യ അത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ കച്ചവട ചരക്കുകൾ എടുക്കുന്നതെങ്കിൽ ആ പണം നമ്മുടെ ഉടമയിൽ വന്നത് മുതൽക്കാണ് വർഷം കണക്കാക്കേണ്ടത്, കച്ചവടം തുടങ്ങിയത് മുതൽക്ക് അല്ല. കച്ചവടത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ മർമ്മമാകെ ലളിതമായ പാഠങ്ങളെ പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഒരു 10 ലക്ഷം രൂപ ഇന്ന് നമ്മുടെ ഉടമയിൽ വന്നു സങ്കല്പിക്കുകയാണ്. പിന്നെ അതങ്ങനെ വെച്ചു. ഇതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യാൻ നല്ലത്? കച്ചവടമാണെങ്കിൽ ഏത് കച്ചവടമാണ് നല്ലത്? അതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യലാ നല്ലത്. ചില കച്ചവടങ്ങളിൽ ഇടപെട്ടാൽ ആഖിറത്തിലേക്ക് കൂടുതൽ അപകടമുള്ള കച്ചവടങ്ങളുണ്ട്. ചിലത് അത്ര ബുദ്ധിമുട്ടില്ല. പണ്ട് പരപ്പനങ്ങാടി ഭാഗത്തു നിന്ന് 2-3 യുവാക്കൾ എൻ്റെ അടുത്ത് വന്നു. അവർ കച്ചവടത്തിന് പേര് പറയണ്ടല്ലേ, അവരൊരു കച്ചവടം ഉദ്ദേശിച്ചുകൊണ്ടാണ് വന്നത്. അവരുടെ കച്ചവടം സ്വർണവും വെള്ളിയായി ഒക്കെ ബന്ധപ്പെട്ട കച്ചവടം. അതിൻ്റെ നിയമങ്ങളൊക്കെ ഒരു പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഈ നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കച്ചവടം ചെയ്യാൻ ഇന്ന് കുറച്ച് പ്രയാസമാണ്. സ്വർണം വെള്ളിയുടെ കച്ചവടത്തിൽ മറ്റ് കച്ചവടങ്ങളിലില്ലാത്ത ധാരാളം നിബന്ധനകൾ വരുമല്ലോ. കറൻസി നഖദാണ് എന്ന് നമ്മുടെ ഭാഷയിൽ പറയുകയും സ്വർണം വെള്ളി അത് നഖദാണ് താനും. അപ്പൊ പിന്നെ സ്വർണം വെള്ളിയും വിറ്റുകൊണ്ടുള്ള കച്ചവടത്തിൽ കൂടുതൽ നിയമങ്ങൾ ഇസ്ലാമിൽ വരുന്നുണ്ട്. ആ നിയമങ്ങൾ പാലിക്കപ്പെടാതെ പോകുമ്പോൾ അതിൽ റിബ വന്നു ചേരാൻ കൂടുതൽ സാധ്യതയുണ്ട്. ആ ഒരിടക്കറ് തുണിക്കച്ചവടത്തിലുണ്ടാവില്ല. കാരണം തുണി എന്തല്ല, വസ്ത്രങ്ങൾ നഖദ് അല്ല. ഞാൻ ഇതെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവരെ ഇത് വേണ്ടാതൊക്കെ ആയിരിക്കും നല്ലത്. അങ്ങനെ ഓല ആ ഐഡിയ മാറ്റി ആ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ തീരുമാനിച്ചു. കാരണം ടെക്സ്റ്റൈൽസിൽ നിയമല്ല എന്നല്ല, ഇത്ര സങ്കീർണ നിയമല്ല. ഇരിക്കട്ടെ, ഞാൻ സാന്ദർഭികമായി ഒന്നാണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. കച്ചവടങ്ങളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുക. ദുന്യാവിലെ ലാഭവും നഷ്ടവും അതിൻ്റെ ചാൻസും അതൊക്കെ നിങ്ങൾ ആലോചിച്ചോളി. അതറിയുന്നവരോട് ചോദിച്ചോളി. എന്നോട് ചോദിച്ചാൽ കിട്ടൂല. ഇതിന് എത്രത്തോളമാണ് ഇപ്പോൾ ഇവിടെ ചാൻസ് ഉള്ളത്, ഫലം ഉണ്ടാവുക, അതൊക്കെ അതാത് ഏരിയയിൽ. അതേസമയം ഈ കച്ചവടത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ എന്താണ് അതിൻ്റെ ഇസ്ലാമിക രീതികളും സ്വഭാവം? ഒരു ഉസ്താദിനെ സമീപിച്ചൊന്ന് ചോദിച്ചറിയുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ തന്നെ കച്ചവടക്കാർ കച്ചവടം തുടങ്ങുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ചോദിച്ചറിയണം. ഇരിക്കട്ടെ, ഞാൻ എന്തോപ്പോൾ പറഞ്ഞത്. അപ്പോൾ 10 ലക്ഷം കയ്യിലെത്തി, ഇന്ന് ഉടമയിൽ വന്നു. ഒരു 2 മാസക്കാലം അതവിടെ സൂക്ഷിച്ചു വെച്ചു. കാരണം നേരത്തെ പറഞ്ഞ ആലോചനയൊക്കെ നടത്തി 2 മാസം കഴിഞ്ഞിട്ടാണ് കച്ചവടം തുടങ്ങുന്നത്. അപ്പൊ റമദാനിലാണ് പണം എത്തിയത്, കച്ചവടം തുടങ്ങുന്നത് ദുൽഹജ്ജിലാന്ന് സങ്കല്പിക്കുക. എന്നാൽ കച്ചവടത്തിന്റെ വർഷം എവിടെ മുതൽക്ക് പരിഗണിക്കണം? റമദാൻ മുതൽക്ക് പരിഗണിക്കണം. കാരണം ഈ അത്രയും പണം, അത് നേർക്ക് നേരെ അത്രയും പണം റൊക്കമായി കൊടുത്തുകൊണ്ട് സാധനങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ അക്കദിന്റെ മജ്‌ലിസിൽ വെച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. ഇത്തരം ചില രൂപങ്ങളിലാണത്. ഏതായാലും ഞാൻ ചുരുക്കി പറയാം. അപ്പോ നിസാബുള്ള സംഖ്യ ഉടമയിൽ വന്ന് ആ ചരക്ക് പണം കൊടുത്താണ് ചരക്ക് വാങ്ങുന്നതെങ്കിൽ പണം വന്നത് മുതൽക്ക് തന്നെയാണ് കച്ചവടത്തിന്റെയും വർഷം കണക്കാക്കേണ്ടത്. ഇല്ല, നമ്മൾ നിസാബിനേക്കാൾ കുറഞ്ഞ സംഖ്യക്കാണ് കച്ചവടം തുടങ്ങുന്നത്, പിന്നെ അതിങ്ങനെ എന്തായി വരും? വലുതായി വരും. എന്നാൽ പിന്നെ കച്ചവടം തുടങ്ങുന്നത് മുതൽക്കാണ് വർഷം കണക്കാക്കേണ്ടത്. നിസാബിനേക്കാൾ കുറഞ്ഞ സംഖ്യക്കാണ് ചരക്കെടുക്കുന്നതെങ്കിൽ
കച്ചവടം തുടങ്ങിയത് മുതൽ വർഷം കണക്കാക്കിയാൽ മതി. സാധാരണ ഇതിൽ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ കച്ചവടം തുടങ്ങിയത് മുതൽ ഒരു വർഷം പൂർത്തിയാകുമ്പോഴുള്ള സ്റ്റോക്ക് എടുപ്പ് വില കണക്കാക്കുമ്പോൾ അന്നത്തെ വിലയനുസരിച്ച് 595 ഗ്രാം വെള്ളിയുടെ വിലയുണ്ടാവുക എന്നാ സക്കാത്ത് നിർബന്ധമാണെന്ന് ചുരുക്കി പറയും. അപ്പോൾ ഇനി വർഷം പൂർത്തിയാകുമ്പോൾ ആ സ്റ്റോക്ക് എടുപ്പ് നടത്തലും വില കണക്കാക്കലും ഒന്ന് പറയാം. ഒരു കച്ചവടക്കാരന് ഇന്നിപ്പോൾ വർഷം പൂർത്തിയായെന്ന് വെക്കാം. കച്ചവടം വർഷം തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു നിസാബുള്ള പണം കൊടുത്തുകൊണ്ടാണ് ചരക്കെടുക്കുന്നതെങ്കിൽ ആ പണം കയ്യിലെത്തിയത് മുതൽ വർഷം കണക്കാക്കണം. നിസാബിനേക്കാൾ കമ്മിയുള്ള പണം കൊടുത്തുകൊണ്ടാണ് ചരക്കെടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചരക്കുകൾ മൊത്തം കടമായി എടുക്കുകയാണ്, പൈസ പിന്നെ കൊടുക്കാന്നുള്ളവർക്ക് കടമായി എടുക്കുകയാണ്, സംഖ്യ പിന്നെ കൊടുത്തു വിട്ടുകയാണ്, ഇവിടെയൊക്കെ കച്ചവടം തുടങ്ങിയത് മുതൽക്ക് തന്നെയാണ് വർഷം കണക്കാക്കേണ്ടത്. തുടങ്ങിയത് മുതൽക്ക് ആദ്യ വിൽപ്പന മുതൽക്ക് എന്നല്ല, വിൽപ്പനക്ക് വേണ്ടി നമ്മൾ ആദ്യ ചരക്ക് എടുത്തത് മുതൽക്കാണ് പരിഗണിക്കേണ്ടത്. പല കച്ചവടക്കാരും മനസ്സിലാക്കുന്നത് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാവും, ആദ്യം നമ്മൾ തങ്ങളുപ്പാപ്പാക്ക് ഒഴിവുള്ള ദിവസം നോക്കി നിശ്ചയിച്ചതായിരിക്കും, അന്ന് മുതൽക്കാണ് ഏത് നോക്കുക? അതല്ല, ആദ്യ വിൽപ്പന മുതൽക്കല്ല വർഷം കണക്കാക്കേണ്ടത്, വിൽക്കാൻ വേണ്ടി ആദ്യ വസ്തു വാങ്ങിയത് മുതൽ. അപ്പൊ ചെറിയ ഒരു പലചരക്ക് കച്ചവടക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേഷനറിക്കാരനാണെങ്കിൽ ചിലപ്പോൾ കട തുടങ്ങുന്ന ഉദ്ഘാടന ദിവസം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് പല ദിവസങ്ങളിലായിട്ട് ചരക്ക് കൂടുന്ന നിറച്ചിടുന്ന രീതിയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആദ്യത്തെ ചരക്കെടുത്തത് മുതൽക്കാണ് വർഷം കണക്കാക്കേണ്ടത്. മനസ്സിലായല്ലോ ഏകദേശം മർമ്മം? ഇനി വർഷം പൂർത്തിയാവുന്ന കച്ചവടക്കാർ വർഷം പൂർത്തിയാവുന്ന അന്ന് സ്റ്റോക്ക് എടുപ്പ് നടത്തണം. സ്റ്റോക്ക് എടുപ്പ് എന്ന് പറഞ്ഞാൽ ഓരോന്നും നോക്കണം എന്നൊന്നും പറഞ്ഞല്ല, അന്ന് എത്ര വിലയുടെ ചരക്കുണ്ട് എന്ന് കണ്ടെത്തണം. ഇതപ്പോൾ വേണ്ടത് അതാണ് അന്ന് വില കണക്കാക്കുക. എന്നിട്ട് ആ വിലയും വിറ്റ് കിട്ടിയ വകുപ്പിൽ ചിലവാകാതെ കയ്യിരിപ്പ് സംഖ്യയും അതിൻ്റെ കൂടെ കൂട്ടുക. മൊത്തം സംഖ്യയുടെ 2.5% സക്കാത്ത് കൊടുക്കണം. റമളാൻ 1 മുതൽക്ക് കച്ചവടം വർഷം കണക്കാക്കുന്ന ഒരാൾ അന്ന് തുടങ്ങി. റമളാൻ 1 കച്ചവടം തുടങ്ങിയ ഒരാൾ അന്ന് മുതൽക്കാണ് കണക്കാക്കേണ്ടതെന്നും വെക്കുക. എന്നാൽ പിറ്റത്തെ റമളാൻ 1 വർഷം പൂർത്തിയായി. അന്നത്തെ വിൽപ്പന വസ്തുക്കൾ അതിൻ്റെ വില കാണുക. അതിൻ്റെ കൂടെ വിറ്റിരിപ്പിൽ ആയിട്ട് വിറ്റ് വകുപ്പിൽ കിട്ടി ചെലവായി പോകാത്ത പണവും, ഞാൻ ലളിതമായ രൂപമാണ് പറയുന്നത്, ഉള്ളതും അതിൻ്റെ കൂടെ കൂട്ടുക. മൊത്തം സംഖ്യയുടെ 2.5% സക്കാത്ത് നൽകേണ്ടത്. ഇനി സ്റ്റോക്ക് എടുപ്പ് നടത്തി വില കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ഏത് വിലയാണ്? ഇതാണ് ഒരുപാട് ആളുകൾ ചോദിക്കാറില്ല, ഏത് വിലയാണ് കണക്കാക്കുന്നത്? നാം വാങ്ങിയ വിലയാണോ, നാം വിൽക്കുന്ന വിലയാണോ, മൊത്ത വിലയാണോ, ചില്ലറ വിലയാണോ? ഇങ്ങനൊക്കെ ചോദ്യം വരും. മറുപടി, വർഷം പൂർത്തിയാകുന്ന സമയത്ത് ആ ചരക്കുകൾ, ആ കച്ചവടം നടക്കുന്ന സ്ഥലത്ത് ആ ചരക്കുകൾ ഇന്ന് അവിടെ മൊത്തമായി വിറ്റാൽ കിട്ടുന്ന വിലയാണ് പരിഗണിക്കേണ്ടത്. മലപ്പുറത്ത് നടക്കുന്ന ഒരു കച്ചവടം, മലപ്പുറത്ത് ഇന്നാണ് അതിന് വർഷം പൂർത്തിയായത്, ആ കച്ചവടം മൊത്തമായി, ആ ചരക്കുകൾ മൊത്തമായി മലപ്പുറത്ത് നിന്ന് വിൽക്കുകയാണെങ്കിൽ, ഞങ്ങൾ വിൽക്കണില്ല, നിങ്ങൾ വിൽക്കുന്നുണ്ടോ അല്ലേ എന്നുള്ളതല്ല വിഷയം, ഇന്നത് വിറ്റാൽ എന്ത് വില കിട്ടും? ഞാനൊന്നും കൂടി പറയാം, നമ്മൾ വാങ്ങിയ വിലയല്ല, മൊത്തത്തിൽ പറയാനേ, നമ്മൾ പ്രതീക്ഷിക്കുന്ന വിലയുമല്ല. ഒരു ഭൂമി കച്ചവടക്കാരനാണെങ്കിൽ, ഭൂമി ആയിക്കോട്ടെ, അതാണ് ഇപ്പം ഇന്ന് വലിയ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലാത്തവരൊക്കെ കച്ചവടം ഭൂമി കച്ചവടം. അള്ളാഹു തആല ഹലാലായ രൂപത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് തോരക്കാം, അതിന് തെറ്റൊന്നുമില്ലല്ലോ. എന്നാലും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ അവിടെയുമുണ്ട്. ഒരു ഭൂമി കച്ചവടം തുടങ്ങുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ഭൂമി കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിക്കണേ, എന്താണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിക്കുന്നത് നല്ലതാണ്. നല്ലേ, അപ്പോൾ ചോദിച്ചിട്ട് കുടുങ്ങൂല കേട്ടോ. അത് ചിലർക്കൊരു ധാരണ ഉണ്ട്, അത് ഏതെങ്കിലും ഉസ്താദന്മാരോട് ചോദിച്ചാൽ അപ്പം നമുക്കൊന്നും തുടങ്ങാൻ പറ്റൂല, അതൊക്കെ വെറുതെയാണ്. ഇനി പറ്റൂലെങ്കിൽ പറ്റാത്തല്ലേ നല്ലത്. ഇരിക്കട്ടെ. അപ്പം എന്തേ പറഞ്ഞത്? ഭൂമി. അപ്പോൾ ഒരാൾ ഒരു പറമ്പച്ചവടം തുടങ്ങുക എന്നാലൊക്കെ അയാൾ ഇന്നാണ് അല്ലെങ്കിൽ ഒരു തീയതി ഞാൻ പറയാം, റമളാൻ 1-ാം തീയതിയാണ് ആദ്യമായിട്ടൊരു ഭൂമി വാങ്ങിയത്. വിറ്റതല്ല, വാങ്ങിയത്. എന്തിനാ അത് വാങ്ങുന്നത്? വിൽക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വാങ്ങുമ്പോഴേ കച്ചവട സക്കാത്ത് വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരിക്കണേ. അങ്ങനെ റമളാൻ 1-ന് വാങ്ങി. അതിൽ കുറഞ്ഞ പൈസയെ അവൻ്റെ കയ്യിലുള്ളൂ, നിസാബുള്ള പൈസ ഒന്നുമില്ല എന്ന് സങ്കല്പിക്കുക. അപ്പോൾ 5000 കൊടുത്തുകൊണ്ടാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ കടം പറഞ്ഞുകൊണ്ടാണ് വാങ്ങുന്നത്.
എന്നാ പിന്നെ വർഷം ഇത് വാങ്ങിയത് മുതൽക്ക് തന്നെ പരിഗണിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ആ രൂപം പറയാം. റമദാൻ 1 ഒരു ഭൂമി വാങ്ങി. എന്നാ ഭൂമി കച്ചവടം തുടങ്ങിയത് ഇതാണ്. ഭൂമി കച്ചവടത്തിന് തുടക്കാത് റമദാൻ 1. ഇനി അടുത്ത റമദാൻ 1 കൊല്ലം പൂർത്തിയാവും. ആ കൊല്ലം പൂർത്തിയാവുമ്പോൾ ഈ കച്ചവടത്തിന്റെ തുടർച്ചയായി വിൽപ്പനക്ക് വേണ്ടി വാങ്ങിയിട്ട ഭൂമികൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്തണം. ഈ ഭൂമി ഒരു പക്ഷെ എന്തായിട്ടുണ്ടാവും. പണ്ടൊരാൾ പറഞ്ഞു, ഒരു ഭൂമി കച്ചവടക്കാരൻ പറഞ്ഞു, ഉസ്താദ് എനിക്ക് പിന്നെ തക്കാത്ത നിർബന്ധമാവില്ല. ഒരു ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞതാണ്. അപ്പൊ അതൊന്നും എനിക്കൊരു താല്പര്യം. അങ്ങനെ ഒരു മത്സരം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പൊ എന്താ, ഞാൻ വാങ്ങിയ ഭൂമിയൊന്നും ഒരു കൊല്ലം കിടക്കാറില്ല, അതിൻ്റെ ഇടയിൽ വിറ്റ് പോകാറുണ്ട്. ഞാൻ വാങ്ങിയ ഭൂമി ഒരു കൊല്ലം കിടക്കലില്ല, വിറ്റ് പോകാറുണ്ട്. അതുകൊണ്ട് തക്കാത്ത നിർബന്ധമാവില്ല. അത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ പലചരക്ക് കച്ചവടക്കാർക്കൊന്നും തക്കാത്ത നിർബന്ധമാവില്ലല്ലോ. കാരണം ഓല അരിയും ഒരു കൊല്ലായ അരി ഉണ്ടാവില്ലല്ലോ. സാധാരണ ചെറിയ കച്ചവടക്കാർക്ക് അങ്ങനെ വിറ്റ് പോയിട്ടുണ്ടാവില്ലേ. വർഷം പൂർത്തിയാകാൻ വന്നാൽ ഈ ആദ്യം വാങ്ങിയ വസ്തു അതേ രൂപത്തിൽ ഒരു കൊല്ലം അവിടെ വേണമെന്നില്ല. ഈ കച്ചവടം തുടർന്നു കൊണ്ടിരിക്കുക. ഇടയിൽ പൂർണ്ണമായി വിറ്റ് ചരക്കുകളൊക്കെ വിറ്റ് പണമാക്കുമ്പോൾ കുറച്ച് മസലകളുണ്ട്. ഞാൻ ഇപ്പം അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോ റമദാൻ 1 ആദ്യമായൊരു ഭൂമി വാങ്ങി, പിന്നെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഭൂമി അവിടെ കിട്ടിയപ്പോൾ ഒന്ന് വാങ്ങിക്കണേ, പിന്നെ മറ്റൊത്ത് വാങ്ങിക്കണേ, അതിൻ്റെ അടിയിൽ ഒരു ഭൂമി വിറ്റിക്കണേ, പിന്നെയും വാങ്ങിക്കണേ. ഇത് വിൽക്കുമ്പോഴും വേറൊരു ഭൂമി അവിടെ വിൽക്കാനുള്ള നിലവിലുണ്ട്. ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അടുത്ത റമദാൻ 1 കൊല്ലം പൂർത്തിയായി. ഇപ്പൊ സക്കാത്ത് നിർബന്ധം. എന്താ ചെയ്യേണ്ടത്? സ്റ്റോക്ക് എടുപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവന്റെ വിൽപ്പന ഭൂമികൾ എവിടെയെല്ലാം വിൽക്കാൻ വേണ്ടി വാങ്ങിയിട്ട ഭൂമി ഉണ്ടെന്ന് കണ്ടെത്തുക. ആ ഭൂമിയുടെ വില നിശ്ചയിക്കണം. നിസാബ് ഉണ്ടോ അല്ലേ? അത് അവൻ വാങ്ങിയ വില അല്ല നിശ്ചയിക്കേണ്ടത്. വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 മാസം മുമ്പ് അന്നത്തെ വിലക്ക് വാങ്ങിയിട്ടതായിരിക്കും. ചിലപ്പോൾ അത് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ് കിട്ടിയപ്പാണ്ട് വാങ്ങിയിട്ടതായിരിക്കും. അവനല്ല. അവനൊരു ടെക്സ്റ്റൈൽസുകാരനാണെങ്കിൽ ചിലപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ചരക്കെടുത്ത് അവിടുത്തെ വിലയായിരിക്കും അവൻ കൊടുത്തിട്ടുണ്ടാകുക. ഇവിടെ സക്കാത്തിൽ പൈസ കണക്കാക്കുമ്പോൾ കോയമ്പത്തൂരിലെ വില അല്ല കണക്കാക്കേണ്ടത്. പിന്നെ എന്താ ഇപ്പൊ ഭൂമിയുടെ വില? ഇന്നാണ് കൊല്ലം പൂർത്തിയായതെങ്കിൽ ആ ഭൂമി ഉള്ള ഇടത്ത് ഇന്ന് അത് വിറ്റാൽ എന്ത് വില കിട്ടും? ഭൂമിക്ക് പിന്നെ എഴുതി തൂക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ അവിടുത്തെ സ്വഭാവം ഇന്നതിനാരും വന്നിട്ടില്ല, ഇന്നത് വിറ്റാൽ എന്ത് വില കിട്ടുമെന്ന് നമുക്കറിയാം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ അതിൽ ഉയർന്ന വിലയായിരിക്കും. അതുകൊണ്ട് അവിടെ കിടക്കട്ടെ, കുറച്ചും കൂടി വില കിട്ടുമ്പോൾ വിറ്റാൽ മതി എന്ന് കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വാങ്ങിയ വിലയുമല്ല, നാം പ്രതീക്ഷിക്കുന്ന വിലയുമല്ല. ഏത് കച്ചവടത്തിലും കച്ചവടം നടക്കുന്ന സ്ഥലത്ത്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കച്ചവട ചരക്കുകൾ നിലവിലുള്ള സ്ഥലത്ത് കൊല്ലം പൂർത്തിയാകുന്ന അന്ന് അവിടെ അത് വിറ്റാൽ എന്ത് വില കിട്ടും? അതന്നെ ചില്ലറ വിൽപ്പനയും മൊത്ത വിൽപ്പനയും ഉണ്ട്. ചിലപ്പോൾ ഒരു പാക്കറ്റിലുള്ള ഉൽപ്പന്നങ്ങൾ, ഒരു പാക്കറ്റിൽ 10 പേനയുണ്ടെങ്കിൽ അത് ആ പാക്കറ്റ് ഒരു ലളിതമായിട്ട് ആ പാക്കറ്റ് ഒന്നിച്ച് വിൽക്കുന്ന ഒരു വിലയുണ്ടാകും. ചില്ലറയാകുമ്പോൾ ഓരോന്നോരോന്ന് വിൽക്കുന്ന ഒരു വിലയുണ്ടാവും. ഒരാഴ്ച വെച്ചുകൊണ്ട് ഓരോന്നെടുത്ത് വിൽക്കുന്ന ആ വില അല്ല നമ്മൾ പരിഗണിക്കേണ്ടത്. അതാണ് ഞാൻ നേരത്തെ ഒരു മൊത്ത വില എന്ന് പറഞ്ഞത്. മൊത്ത വില എന്ന് പറഞ്ഞൊരു ഉദ്ദേശം എന്തല്ല, നമ്മൾ കച്ചവടം തന്നെ മറിച്ചൊരാൾക്ക് വിറ്റ് നമ്മൾ ആ കച്ചവടം ഒഴിവായി പോരുകയെന്നല്ല. അങ്ങനെ ആകുമ്പോൾ ചരക്കുകൾക്ക് മാത്രമല്ല വില കാണുക, അവിടുത്തെ കച്ചവട ചാൻസും കൂടി കണ്ടുകൊണ്ടാണ് വില കണക്കാക്കുക. അതല്ല മൊത്ത വില. നമ്മൾ കച്ചവടം നിർത്തുന്നില്ല, ഇവിടുത്തെ ഈ സാഹചര്യം മറ്റൊക്കെ കൊടുക്കുന്നില്ല. ഈ ചരക്കുകൾ ഇന്നങ്ങോട്ട് വിറ്റാൽ, അപ്പൊ മൊത്തത്തിൽ വർഷം പൂർത്തിയാകുന്ന ദിവസം ആ ചരക്കുകൾ അന്ന് വിറ്റാൽ കിട്ടുന്ന വില എത്രയാണെന്ന് കണക്കാക്കുക. കയ്യിരിപ്പ് സംഖ്യ, ഇത് വിറ്റ് കിട്ടിയ വകയിൽ ചെലവാകാതെ പോയിരിക്കുന്നുള്ള കയ്യിരിപ്പ് സംഖ്യയുടെ കൂടെ കൂട്ടുക. 10 ലക്ഷത്തിന്റെ ചരക്കുണ്ട്. ആശിഫ് ഷെർവാനിൽ അബ്ദുൽ ഹമീദ് ഷെർവാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, വില കണക്കാക്കേണ്ടത് മാ യുർഗബു ബിഹി ഫീഹി ഹാലൻ, വർഷം പൂർത്തിയാകുന്ന സമയത്ത് ഏത് വിലക്കാ അത് വിറ്റാൽ എന്ത് വില കിട്ടും, ആ വിലയാണ് ഇടേണ്ടത്. അവർ തന്നെ വിശദീകരിച്ചു, അത് ജുംലത്തൻ മൊത്തമായി വിൽക്കുന്ന ഒരു വില കണ്ടാൽ മതി. മൂപ്പര് പറഞ്ഞ ഒരു 10 സാധനം അത് ഒന്നിച്ച് ഒരു പാക്കറ്റാണ്, ഞാൻ നാടൻ ഭാഷയ്ക്ക് കൊണ്ടുവരികയാണ്, ഒന്നിച്ച് വിൽക്കുമ്പോൾ ഒരു വിലയാണ്. അത് ഒരാഴ്ച വെച്ചുകൊണ്ട് ഓരോന്നോരോന്ന് വിൽക്കുമ്പോൾ ചിലപ്പോൾ 20 രൂപ കിട്ടും. ഒന്നിച്ച് വിൽക്കുമ്പോൾ 18 കൊടുക്കാറ്. എന്നാ 18 കണക്കാക്കാൻ മതി എന്നൊക്കെ അബ്ദുൽ ഹമീദ് ഷെർവാനി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഇനി ആവശ്യമുള്ളവർക്ക് ചോദിക്കാൻ സമയം തരാം, അതായിരിക്കും നല്ലത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വെറുതെ റമദാനിന്റെ സമയം അങ്ങനെ പോകണ്ടല്ലോ.
നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാമല്ലോ. ഇടയിലൊന്നും കൂടി പറയട്ടെ. കച്ചവടക്കാർ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്ത്, നല്ല സംഖ്യ കടമുണ്ട്, അപ്പൊ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? മിനിയാന്നും ഒരാൾ എന്നോട് ചോദിച്ചു, ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വണ്ടി കയറിയിട്ട് ആൾ ചോദിച്ചു, ഉസ്താദ് ഒരു കച്ചവടം നടക്കുന്നുണ്ട്, ഗൾഫിലാണ്, അത് 2 വർഷമായി ഒന്നും ഇങ്ങോട്ട് കിട്ടാനില്ല, ഒന്നും കിട്ടുന്നില്ല, ലാഭമൊന്നുമില്ല, അവിടെ ജോലിക്കാരുടെ ശമ്പളം തന്നെ തട്ടിമുട്ടി ഇങ്ങനെ കഴിഞ്ഞു പോകണമെന്നേ അപ്പൊ ഒന്നും ലാഭത്തിലല്ല, അപ്പൊ ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഇപ്പൊ ചോദ്യത്തിന്റെ ഉദ്ദേശം ലാഭം ഇല്ല അല്ലെങ്കിൽ ചെറിയ നഷ്ടത്തിലാണെന്ന് പറയാം, സക്കാത്ത് നൽകേണ്ടതുണ്ടോ ചോദ്യം. ചിലര് പറയും വലിയ സംഖ്യ കടം ഉണ്ട്, സക്കാത്ത് നൽകേണ്ടതുണ്ടോ? മറുപടി, കച്ചവടത്തിലും നേരത്തെ പറഞ്ഞ കറൻസിയിലും രണ്ടിലും സക്കാത്ത് നിർബന്ധമാകുന്നതിന്റെ മാനദണ്ഡം, കച്ചവടത്തിലാവുമ്പോൾ കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് അതിൽ പരിഗണിക്കുന്നേ ഇല്ല. കച്ചവടക്കാർ ശ്രദ്ധിക്കുക, കച്ചവടം ലാഭമാണോ നഷ്ടമാണോ എന്നത് സക്കാത്തിന്റെ സംഗതിയിൽ പരിഗണനയേ ഇല്ല. കച്ചവടം നല്ല നഷ്ടമാണ്, എന്നാലും സക്കാത്ത് കൊടുക്കണം. കച്ചവടം ലാഭം നഷ്ടം, അത് ലാഭത്തിന് കൊടുക്കണ്ടെന്നല്ല ഇപ്പൊ പറയുന്നത് കേട്ടോ. കച്ചവടത്തിൽ ലാഭമാണെങ്കിലേ സക്കാത്ത് നിർബന്ധാവുള്ളൂ, നഷ്ടത്തിലാണ് കച്ചവടം ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ സക്കാത്ത് നിർബന്ധാവില്ല എന്നുള്ള ധാരണ ശരിയല്ല. കച്ചവടത്തിൽ സക്കാത്ത് നിർബന്ധാവുന്നതിന്റെ മാനദണ്ഡം അതിൽ ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്നുള്ള ചിന്ത അതിൽ ഇല്ല. പിന്നെ എന്താണ് അതിൽ ചിന്ത? പറയാം. വർഷം പൂർത്തിയാകുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ നിസാബ് എന്ന് പറഞ്ഞ മിനിമം സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യ വിലയുള്ള ചരക്കുകൾ ഇപ്പോൾ അവന്റെ ഉടമയിലുണ്ടോ ഇല്ലേ? മനസ്സിലാവുന്നുണ്ടാവും. നിസാബ് 595 ഗ്രാം വെള്ളിയുടെ വില ഞാൻ ഏകദേശം സങ്കല്പിക്കുന്ന ഒരു 30,000 രൂപ നോക്കുക. ഞാൻ സങ്കല്പിക്കുന്ന ഇപ്പോഴത്തെ ഒരു മാർക്കറ്റും അറിഞ്ഞുകൊണ്ടല്ല, 30,000 രൂപ നോക്കുക. എന്നാൽ കച്ചവടത്തിൽ കൊല്ലം പൂർത്തിയാകുന്ന ദിവസം 30,000 രൂപയുടെ ചരക്കുകൾ അവൻ ഉടമയിലുണ്ടോ ഇല്ലേ? ഉണ്ട്, എന്നാൽ സക്കാത്ത് നിർബന്ധമാവും. അവന്റെ കച്ചവട ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളവിടെ പരിഗണനയില്ല. അവന് വേറെ കടങ്ങളുണ്ടോ ഇല്ല എന്നതും വിഷയമല്ല. ഞാനൊന്നും കൂടി പറയാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പൊതു തത്വമുണ്ട്, മുത്താലിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പലരും പറഞ്ഞു പോകുമ്പോൾ ധനികർക്ക് നിർബന്ധമാകുന്ന സംഗതിയാണ് സക്കാത്ത് എന്ന് പറഞ്ഞു പോകും. ഒരു വാലിബൻ വെച്ച് നോക്കുമ്പോൾ അതൊരു തെറ്റൊന്നുമല്ല, പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. ധനികരുടെ ബാധ്യതയല്ല സക്കാത്ത് എന്നത്. സക്കാത്ത് എന്ന് പറഞ്ഞ നിശ്ചിത ധനത്തിന്റെ ബാധ്യതയാണ്. ഫക്കീറുകൾക്കും സക്കാത്ത് നിർബന്ധമാക്കും. മനസ്സിലാക്കണം. ഒരു വ്യക്തിക്ക് സക്കാത്ത് നിർബന്ധമാകുന്നതിന്റെ മാനദണ്ഡം അവൻ ധനികനാണോ ദരിദ്രനാണോ എന്നത് അല്ല. സക്കാത്തിന്റെ മാനദണ്ഡം ഏത് സക്കാത്തിന്റെയും മാനദണ്ഡം, ഫിത്ർ സക്കാത്ത് മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. നിശ്ചിത ധനം നിശ്ചിത അളവിൽ അവന്റെ ഉടമയിലുണ്ടോ ഇല്ലേ, ഇതാണ് സക്കാത്തിന്റെ മാനദണ്ഡം. അപ്പൊ സക്കാത്ത് എന്ന് പറഞ്ഞത് ധനികന്റെ ബാധ്യതയല്ല, ധനത്തിന്റെ ബാധ്യതയാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അംവാല് മഖ്സൂസ, ഞാൻ മുത്താലിങ്ങൾക്ക് വേണ്ടി ആ ഭാഷ ഉപയോഗിക്കാം. അംവാല് മഖ്സൂസ, പ്രത്യേകമായ ചില ധനങ്ങളിൽ ഇസ്ലാം നിർബന്ധമാക്കിയ സംഗതിയാണ് സക്കാത്ത്. ആ ധനം അവന്റെ ഉടമയിലുണ്ട്, ഷർത്ത് പൂർത്തിയായിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കണം. അവൻ തനി ഫക്കീറാണെങ്കിൽ പോലും, അവൻ തനി ഫക്കീറാണ്. ഒരു പക്ഷെ അന്നത്തെ ജീവിതത്തിന് പോലും കടം വാങ്ങേണ്ട അവസ്ഥയാണ്. എന്നാലും പറഞ്ഞ മനസ്സിലാകുന്നുണ്ടാവാം. ഇതിപ്പോ പറഞ്ഞത് സക്കാത്ത് ധനികരുടെ മാത്രം ബാധ്യതയല്ല, സക്കാത്ത് നിശ്ചിത ധനത്തിന്റെ ബാധ്യതയാണ്. നിശ്ചിത ധനം ഒരാളുടെ ഉടമയിലുണ്ടാകുമ്പോൾ അതിന് സക്കാത്ത് നൽകണമെന്നാണ് നിർബന്ധം. വ്യക്തി ദരിദ്രനായാലും നൽകണം, ദരിദ്രനായാലും നൽകണം. സാധാരണഗതിയിൽ പറയുമ്പോൾ നമ്മൾ ഒറ്റടിക്കൊരു വാലിബ് പരിഗണിച്ചുകൊണ്ട് പറയും, പണക്കാര് പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതാണ് സക്കാത്ത്. അത് രണ്ടും വാലിബ. പണക്കാര് മാത്രമല്ല സക്കാത്ത് കൊടുക്കേണ്ടത്, പാവപ്പെട്ടവർക്ക് മാത്രവുമല്ല സക്കാത്ത്. ചിലപ്പോൾ ഒനിയനും സക്കാത്ത് വാങ്ങാം. ഞാൻ മുത്താലിങ്ങളും കൂടി ഉണ്ടായത് കൊണ്ട് അവരും കൂടി പരിഗണിച്ച് പ്രവാസകരും ക്ലാസ് എടുക്കുന്ന ആലിമീങ്ങൾ ആ വിഷയം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി, ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടി പറയുകയാണ്. പൊതുവേ നമ്മൾ പറയുമ്പോൾ ഒരു വാലിബ് പരിഗണിച്ചുകൊണ്ട് പണക്കാര് പാവപ്പെട്ടവർക്ക് നൽകേണ്ടതെന്ന് പറയും. അത് പറഞ്ഞത് തെറ്റാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഹുഖൂഖുൽ അഗ്നിയാ വേറെയാണ്, ഹുഖൂഖുൽ അംവാല് വേറെയാണ്.
ഹുക്കൂക്കുൽ ഒനിയ് വേറെയാണ്, ഹുക്കൂക്കുൽ മാല് വേറെയാണ്. സക്കാത്ത് ഒനിയിന്റെ ബാധ്യതയല്ല, സക്കാത്ത് നിശ്ചിത ധനത്തിന്റെ ബാധ്യതയാണ്. ഉദാഹരണം പറയാം, 20 മിസ്കാല് സ്വർണം, 85 ഗ്രാം സ്വർണം, ഒഴിവുള്ള ആഭരണം അല്ലാതെ സ്വർണ്ണ ബിസ്ക്കറ്റായിട്ട് നോക്കുക, ഗ്രാമായിട്ട് സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട്. ഓൻ എത്ര പാവപ്പെട്ടവനാണെങ്കിലും, ഓന് കോടികൾ കടമുണ്ടെങ്കിലും ഇതൊരു കൊല്ലം പൂർത്തിയായി അതിന്റെ സക്കാത്ത് കൊടുക്കണം. കാരണം അത്രയും സ്വർണം അവന്റെ ഉടമയിലുണ്ട്. അത് സ്വർണത്തിന്റെ സക്കാത്ത, വ്യക്തി ഒനിയായതുകൊണ്ടല്ല. അതേസമയം നമ്മുടെ കിതാബുകളിൽ ദഫ്ഉൽ ലറർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ദഫ്ഉൽ ലറർ, സാന്ത്വന പ്രവർത്തനം എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. നാട്ടിൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മരുന്ന്, ചികിത്സ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടാകുന്നവരുണ്ടെങ്കിൽ അത്തരം അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള സൗകര്യം അവർക്ക് ഒരുക്കി കൊടുക്കൽ നാട്ടിലെ മുസ്ലിം ധനികർക്ക് നിർബന്ധമാണ്. അത് ധനികർക്ക് മാത്രമേ നിർബന്ധമാവുകയുള്ളൂ. അവിടെ ധനികർ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ തൻ്റെയും കുടുംബത്തിൻ്റെയും ചെലവിന് അപ്പുറമുള്ള ആസ്തിയുള്ളവൻ എന്നാണ്, വിശദീകരിക്കുന്നില്ല. അത് ധനികരുടെ ബാധ്യതയാണ്, അത് ധനികർക്കേ വരൂ. സക്കാത്ത് അങ്ങനെയല്ല, അത് ധനത്തിന്റെ ബാധ്യതയാണ്. മുതഅല്ലിങ്ങളുടെ ഇത്തരം വിഷയങ്ങൾ ക്ലാസ് എടുക്കുന്നവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോൾ മുതഅല്ലിങ്ങൾ തന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചിലർക്ക് സക്കാത്ത് നിർബന്ധമില്ല എന്ന് പറയുമ്പോൾ ചിലർക്ക് നിർബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ഇതെന്താ ഇങ്ങനെ, അവന് ഒരുപാട് റബ്ബർ തോട്ടമുണ്ട് എന്നിട്ട് സക്കാത്ത് നിർബന്ധമാവാത്തൊരു രൂപം, ഇവന് ചെറിയതായതുകൊണ്ട് സക്കാത്ത് നിർബന്ധം. ഈ ചോദ്യം വരുന്നത് തന്നെ എന്തുകൊണ്ടാ? സക്കാത്ത് എന്ന് പറയുന്നത് ധനികരുടെ ബാധ്യതയാണ് എന്നൊരു ധാരണ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചത് കൊണ്ടാണ്. സക്കാത്ത് നിശ്ചിത ധനത്തിന്റെ ബാധ്യതയാണ്. ആ ധനം ഷർത്തുകൾ പാലിച്ചുകൊണ്ട് ഉടമയിലുണ്ടോ സക്കാത്ത് നിർബന്ധമാണ്. വ്യക്തി പരമദരിദ്രനാണെങ്കിലും സക്കാത്ത് നിർബന്ധമാകും. നിശ്ചിത സക്കാത്ത് നിർബന്ധമാവേണ്ട നിശ്ചിത സമ്പത്ത് ഷർത്തൊത്ത രൂപത്തിൽ ഒരാളുടെ ഉടമയിലില്ലെങ്കിൽ അവൻ വലിയ പണക്കാരനാണെങ്കിലും അവന് സക്കാത്ത് നിർബന്ധമാവുകയും ഇല്ല. പക്ഷേ അവന് പണക്കാരുടെ ബാധ്യതയായ ദഫ്ഉൽ ലറർ പോലെയുള്ള മറ്റു ബാധ്യതകൾ നിർബന്ധമായി വരികയും ചെയ്യും. ഞാൻ ഒന്ന് രണ്ട് ചോദ്യത്തിന് മറുപടി പറഞ്ഞു നിർത്തുക. എന്താ ചോദ്യം? കച്ചവടം നഷ്ടത്തിലാണെങ്കിലോ? അതിന് മറുപടി ഇപ്പൊ പറഞ്ഞല്ലോ. കച്ചവടം ലാഭമാണോ നഷ്ടത്തിലാണെങ്കിലും സക്കാത്ത് കൊടുക്കണം, അല്ലെങ്കിൽ തന്നെ നഷ്ടത്തിൽ ഇനിയിപ്പോൾ സക്കാത്തും കൊടുക്കണം. അതുകൊണ്ട് അങ്ങോട്ട് ലാഭമായല്ലോ കൊടുത്തത്. ഏതാണ് ഇപ്പൊ ഇവിടെ സക്കാത്ത് കൊടുത്തില്ല, അവിടേക്കുള്ള അക്കൗണ്ട് കിടന്നോട്ടെ. നഷ്ടത്തിലായ കച്ചവടം കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് പിരിച്ചുവിട്ടിരുന്നുവെങ്കിൽ തിരിഞ്ഞില്ല, കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് പിരിച്ചിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ 10 മാസം ഓടിയപ്പോൾ മനസ്സിലായി ഇത് നഷ്ട, ഇനി വെച്ചുകൊണ്ടിരിക്കണ്ട. 10-ാം മാസം തന്നെ അത് വേറെ ആർക്കോ മറ്റു വിട്ടിപ്പം പെരിയിൽ വന്നിരുന്ന് കച്ചവടത്തിൻ്റെ കാത്തിർബന്ധാവില്ല. കാരണം കച്ചവടം കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒഴിവാക്കിയില്ലേ. ഇത് നഷ്ടത്തിലായിട്ട് നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ലല്ലോ, ഇപ്പോഴും കച്ചവടക്കാരനല്ലേ. നിസാബിന്റെ വസ്തുക്കൾ ഇപ്പോഴും നിങ്ങളുടെ ഉടമയിലില്ലേ? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ വിശദീകരിച്ചു. ഞാൻ ആ ചോദ്യം കൂടി പറഞ്ഞിട്ട്, വേറെ ചില കച്ചവടക്കാർ ചോദിക്കും, ഉസ്താദെ ചരക്ക് 10 ലക്ഷത്തിന്റെ ചരക്കുണ്ട്, പക്ഷെ 8 ലക്ഷം കട. അപ്പൊ ചിലർ പറയുന്നൊരു മസലുണ്ട്, ചിലർ പറയും എന്നാ പിന്നെ 10 എത്താണ്ട് കീച്ചിട്ട് ബാക്കി 2 ലക്ഷത്തിന്റെ 2% കൊടുത്താൽ മതി. അതൊന്നും നടക്കൂല. 10 ലക്ഷത്തിന്റെ സക്കാത്ത് തന്നെ കൊടുക്കണം. അത് പറയാനപ്പം ഞാൻ വന്ന് കിട്ടുന്നവർക്ക് കിട്ടട്ടെ, കൊടുക്കുന്നവർക്ക് കൊടുത്തിട്ട് ബാധ്യത തീരട്ടെ, ആ ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്. കച്ചവടത്തിൽ വർഷം പൂർത്തിയാക്കുമ്പോൾ മൊത്തം എമൗണ്ട് ആസ്തി 10 ലക്ഷം, ഒരു കടം 8 ലക്ഷം. എന്നാലും 10 ലക്ഷത്തിന്റെ സക്കാത്ത് നൽകണം. ഒന്നും കൂടി പറയാം, ഓന് 10 ലക്ഷത്തിന്റെ ചരക്കുകൾ ഇപ്പൊ ഉടമയിലുണ്ട്, ഓന് 15 ലക്ഷം കടമുണ്ട്. അപ്പൊ ഇതിലേറെ കട. ഞാൻ ഒന്നും കൂടി പറയാം, ഓൻ ആ കടം വീട്ടാൻ വേറെ ഒരു വരുമാന മാർഗമില്ല. വല്ല ഞാൻ തന്നെയാണ് പറയാൻ, നിങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടാവണ്ടല്ലോ. ഓൻ ആ കടം വീട്ടാൻ വേറെ ഒരു വരുമാന മാർഗമില്ല. 15 ലക്ഷം കടമാണ്. ഇവിടെ കൊല്ലം പൂർത്തിയായപ്പോൾ 10 ലക്ഷത്തിന്റെ ചരക്കുണ്ട്. കറൻസി സൂക്ഷിക്കുന്നവരാണെങ്കിൽ 10 ലക്ഷം ഒരു കൊല്ലമായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ 15 ലക്ഷത്തിന്റെ കട അവിടെ കിടക്കുന്നുണ്ട്. അത് വീട്ടാൻ വേറൊരു മാർഗമില്ല. എന്നാലും ഈ 10 ലക്ഷത്തിന്റെ സക്കാത്ത് നിർബന്ധമാണ്. 10 ലക്ഷത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. ഒന്നും കൂടി ഞാൻ തന്നെ പറയാം, 10 ലക്ഷത്തിന്റെ ചരക്കാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതിന് ആ ചരക്ക് വാങ്ങിയോടുത്ത് തന്നെ കടം പറഞ്ഞു കൊടുത്തതാ. ഇത് വേറുള്ള കടല്ല ഉസ്താദെ. ചിലർ പറയും ഉസ്താദ് വേറെ വന്ന കടല്ല, നമ്മൾ ആ ചരക്ക് എടുത്തിൻ്റെ തന്നെ ഏത് കൊടുത്തിട്ടില്ല.
10 ലക്ഷത്തിന്റെ ചരക്കെടുത്തു, വേണമെങ്കിൽ 1 ലക്ഷം അവിടെ കൊടുത്തു, 9 ലക്ഷം കടം പറഞ്ഞതാ. ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിരിക്കും ഈ ചരക്ക് ഇറക്കിയിട്ടുണ്ടാകുക. ഇന്ന് ഏത് പൂർത്തിയായി? മൊത്തം കച്ചവടം തുടങ്ങിയ കൊല്ലം. ഇന്നാണ്ട് വില കണക്കാക്കി നോക്കുമ്പോൾ 10 ലക്ഷത്തിന്റെ ചരക്കുണ്ട്. അതിൽ തന്നെ 9 ലക്ഷം കൊടുക്കുകയാണ്. എന്നാലും ഈ 10 ലക്ഷത്തിന്റെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തഫ്സീൽ പറയുന്നു. ഞാൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ കോലത്ത് തന്നെ പറഞ്ഞത്. ഞാൻ അതിനൊരു മറുവശം കൂടി പറയും. എൻ്റെ ഉമ്മ പറയാറുണ്ട്, ഒരു കയറ്റമുണ്ടായാൽ ഒരു ഇറക്കുണ്ടാകും. ഒരു ഇറക്കത്തിനൊരു കയറ്റം, അല്ലേ? ഒരു ഇറക്കം. അത് ഞാൻ മറുവശം പറഞ്ഞുതരാൻ പോകുന്നുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തഫ്സീൽ വിശദീകരിച്ചു, വലാ യംനഉ ദൈനു ഉജൂബ സക്കാത്തി. സക്കാത്ത് നിർബന്ധമാകുന്നതിന് കടം തടസ്സമല്ല. കടം ഉണ്ട് എന്നതുകൊണ്ട് സക്കാത്ത് നിർബന്ധമാവാതിരിക്കുകയില്ല. വൈനിസ്തറഖദ്ദൈനു, ഈ ഭാഗത്ത് ഞാൻ ഏകദേശം ഓർമ്മ വെച്ച് വായിക്കുകയാണ്. വൈനിസ്തറഖദ്ദൈനു, കടം മൊത്തം ആസ്തിയുടെ അത്രയും അല്ലെങ്കിൽ അതിലേറെ കടമുണ്ട്, എന്നാൽ പോലും കടം ഇതാവില്ല. എന്തുകൊണ്ട് പിന്നെ ഹജർ റഹിമഹുല്ലാഹ് പറയാണ്, ലി ഇത്ലാഖിൻ നുസൂസി, സക്കാത്ത് നിർബന്ധമാണെന്ന് പറയുന്ന ഹദീസുകൾ അത് നിരുപാധികമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന സമ്പത്ത് ഇത്ര ഉടമയിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണമെന്നാണ്, കടമില്ലെങ്കിൽ എന്ന ഉപാധിയില്ല. ഇവര് കച്ചവടക്കാരനല്ലേ, കൊല്ലം പൂർത്തിയായല്ലോ, നിസാബ് ഉടമയിലുണ്ടല്ലോ, സക്കാത്ത് നിർബന്ധമാണ്. 10 ലക്ഷവും സൂക്ഷിച്ചു വെച്ചിട്ട് ഒരു വർഷം പൂർത്തിയായി, 10 ലക്ഷത്തിന്റെ ഉടമസ്ഥനാണ്, സക്കാത്ത് നിർബന്ധമാണ്. ഒന്നും കൂടി പറഞ്ഞു, വലിയ അന്നഹു മാലിക്കുൻ നിസാബി, അവൻ ആ ചരക്കുകളുടെ ഉടമസ്ഥനാണ്. നാഫിദു തസറുഫി ഫീഹി, അതിൽ ഇടപാട് ചെയ്യാൻ സ്വതന്ത്രനായ അധികാരമുള്ളവനാണ്. അത് വിറ്റിട്ട് എത്ര ലാഭം വന്നാലും അവനുള്ളതാണ്, നഷ്ടം വന്നാലും ഓൻ സഹിക്കണം. കടമുണ്ട് എന്നതുകൊണ്ട് അവൻ ഇതിന്റെ ഉടമസ്ഥനല്ലാതെ ആവുകയില്ല. അപ്പൊ എത്ര കടമുണ്ടെങ്കിലും അവൻ ഇത്ര ചരക്കുകളുടെ ഉടമസ്ഥനാണ്, അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണം. ഒന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, കൊല്ലം പൂർത്തിയാകുന്നതിന്റെ തലേന്നെങ്കിലും തൊട്ട് മുമ്പുള്ള ദിവസമെങ്കിലും ഈ പൈസയും ഈ ചരക്കൊണ്ടൊക്കെ ആ കടം വീട്ടിൽ പോയിരുന്നുവെങ്കിൽ കൊല്ലം പൂർത്തിയാകുമ്പോൾ ഉണ്ടാവില്ല, സക്കാത്ത് കൊടുക്കും വേണ്ട. എനിക്ക് 10 ലക്ഷം കടമുണ്ട്, സങ്കല്പിക്കാണ്. ഞാൻ പറ്റാതെ 10 ലക്ഷം കടം വാങ്ങി, ഒരു 10 ലക്ഷം രൂപ ഞാൻ ഒരു കൊല്ലമായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ആ 10 ലക്ഷം കഴിഞ്ഞ റമളാൻ 12-ന് അല്ലെങ്കിൽ 13-നാണ് എൻ്റെ ഉടമയിൽ വന്നത്. ഇന്നത്തേക്ക് ഒരു കൊല്ലം പൂർത്തിയായി, എനിക്ക് വേറെ 15 ലക്ഷം കടമുണ്ട്, എന്നാലും ഞാൻ ഇതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. എന്തുകൊണ്ട്? ഇസ്ലാം പറയുന്നു, നിങ്ങൾ ഇത്രയും സംഖ്യയുടെ ഉടമസ്ഥനാണ്, അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവനാണ്, നിങ്ങൾക്ക് അതിൽ പൂർണ്ണമായ തസറുഫിന് അധികാരമുണ്ട്, അതുകൊണ്ട് അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. ആ കടം തിരിച്ചിട്ട് ഇതിന്റെ സക്കാത്ത് ഒഴിവായി കിട്ടൂല. അതേസമയം ഇന്ന് കൊല്ലം തികയുന്ന ഞാൻ ഒരാഴ്ച മുമ്പ് ഈ പൈസ കൊണ്ട് ആ കടം വീട്ടിയിരുന്നെങ്കിൽ നിനക്ക് ഇതിന്റെ സക്കാത്ത് നിർബന്ധമാവില്ല. അതുകൊണ്ട് കച്ചവടക്കാർ പലരും കടങ്ങൾ കീഴ്ച്ചിട്ട് ബാക്കിയുള്ളതിന്റെ 2.5% കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. സക്കാത്ത് പൂർണ്ണമായി വീടൂല, കൊടുത്തത് വീടും മുഴുവനും വീടൂല. ചിന്തിക്കേണ്ടതാണ്. കച്ചവടക്കാർ ഇത്രയും ചരക്കിന്റെ ഉടമസ്ഥൻ അവനല്ലേ. ഞാൻ ആ ലാസ്റ്റ് പറഞ്ഞതൊന്നും കൂടി പറയാം. 10 ലക്ഷത്തിന് ചരക്കെടുത്തു, അവിടെ തന്നെ 10 ലക്ഷവും കടം പറഞ്ഞു പോകുന്നതാണ്, എന്നാലും കൊല്ലം പൂർത്തിയായ ഇതിന് സക്കാത്ത് കൊടുക്കണം. എന്തുകൊണ്ട്? ഈ 10 ലക്ഷത്തിന്റെ ഉടമസ്ഥൻ ഈ കച്ചവടക്കാരനാണ്. അതിന് എത്ര ലാഭം കിട്ടിയാലും അവനുള്ളതാണ്. കോടികൾ ലാഭം കിട്ടിയെന്ന് സങ്കല്പിക്കുക, അത് അവിടെ കൊണ്ടുപോയി കൊടുക്കണോ? അവിടെ എന്ത് കൊടുത്താൽ മതി? 10 ലക്ഷം കൊടുത്താൽ മതി. ഇനി ഇവിടെ നഷ്ടമായാലും അവിടെ കൊടുക്കേണ്ടത് കൊടുക്കും വേണ്ടി വരും. അപ്പൊ സക്കാത്തിന്റെ മാനദണ്ഡം ഇത്രയും ചരക്കുകളുടെ ഉടമസ്ഥനാണ്. ഇതുകൊണ്ടാണ് ഞാൻ മർമ്മമായി ആവർത്തിച്ച് പറഞ്ഞത്, സക്കാത്ത് ധനികരുടെ ബാധ്യതയല്ല, അഥവാ ധനികർക്ക് മാത്രം നിർബന്ധമാകുന്ന സംഗതിയല്ല. സക്കാത്ത് നിശ്ചിത സമ്പത്തുകളുടെ ബാധ്യതയാണ്. ആ സമ്പത്തുണ്ടോ കൊടുക്കൽ നിർബന്ധമാണ്. അത് ധനികരും നിർബന്ധമാകും, പരമദരിദ്രനും നിർബന്ധമാകും. അതേസമയം ചില കച്ചവടക്കാർ, ഞാനിത് പറഞ്ഞ് നിർത്തുകയാണ്, ഒന്ന് പറയുമ്പോൾ ഒന്ന് ഓർമ്മ വരികയാണേ. നമ്മളിപ്പോൾ 10 ലക്ഷത്തിന് ചരക്ക് അവിടെ നിർത്തുമെന്ന് പറഞ്ഞല്ലോ, കടം പറഞ്ഞിട്ട്. അത് ഏജൻസി സ്വഭാവത്തിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കേവലം ആ ചരക്കിന്റെ വിൽപ്പനക്കാരൻ മാത്രമാണ് ഞാൻ. ആ വിൽക്കുന്നതിന് ഒരു വേതനം അവരെനിക്ക് നൽകുകയാണ്. ചിലപ്പോൾ നിങ്ങൾ കമ്മീഷൻ എന്നൊക്കെ പറയും, ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. ഞാൻ ആ ചരക്കുകൾ ഇവിടെ ഇറക്കി വെക്കുന്നു, വിറ്റ് കൊടുത്താൽ അതിൻ്റെ പേരിൽ എനിക്കൊരു സംഖ്യ കിട്ടും. വിൽക്കാത്ത ചരക്കുകൾ അവർ തന്നെ തിരിച്ചെടുത്തു കൊണ്ടുപോകും. അപ്പോൾ സത്യത്തിൽ ഈ ചരക്കിന്റെ ഉടമസ്ഥൻ ഞാനായി വരുന്നില്ല.
ഉടമസ്ഥൻ അവരാണ്, ഞാൻ ഇതിന്റെ വിൽപ്പനക്കാരൻ മാത്രമാണ് എങ്കിൽ അതിന് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യതയില്ല. ഉടമസ്ഥന് മുസ്ലിങ്ങളും ഷർത്തവരാണെങ്കിൽ അവർ കൊടുക്കണമെന്നേ വരൂ. ചിലപ്പോൾ ചില കടകളിൽ രണ്ട് സ്വഭാവത്തുള്ള സാധനങ്ങൾ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിലക്ക് ഉറപ്പിച്ചു കൂടുന്ന സാധനങ്ങൾ, പൈസ കടം പറഞ്ഞതാണെങ്കിൽ പോലും ഇത് നമ്മുടെ സാധനം, ഇതിയും എത്ര ലാഭം കിട്ടിയാലും നമുക്ക് നഷ്ടം വന്നാലും നമ്മൾ സഹിക്കണം. വസ്തു നമ്മൾ ഉടമയാക്കിയിരിക്കുന്നു, അവൻ ആ പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. അത്തരം ചില ചരക്കുകൾ ഉണ്ടാകും. ചില ചരക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറക്കി വെച്ചതുണ്ടാവും. അത് ഓല ചരക്ക് നമ്മൾ വിൽക്കുകയാണ്, വിറ്റ് കിട്ടുന്ന വകയിൽ നമുക്കൊരു വേതനം കിട്ടുക. എന്നാൽ സക്കാത്തിന്റെ സ്റ്റോക്ക് എടുപ്പ് കണക്കെടുക്കുമ്പോൾ അതിൽ ഒന്നാം സ്വഭാവമുള്ള ചരക്കുകൾ മാത്രം ഉൾക്കൊള്ളിച്ചാൽ മതി, രണ്ടാമത്തെ ചരക്കുകൾ ഒഴിവാക്കാം. ഏകദേശം സക്കാത്തുമായി ബന്ധപ്പെട്ട മർമ്മമായ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു, കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. സക്കാത്തുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ട്. വലൈക്കും അസ്സലാം. ഒരു ഗൾഫിൽ ഹോട്ടൽ തുടങ്ങുമ്പോൾ 4 ആളുടെ പൈസ വാങ്ങി ഒരാൾ ഹോട്ടൽ തുടങ്ങുക. 4 വ്യക്തികളിൽ നിന്നാണ് അതിൻ്റെ ആവശ്യമുള്ള പൈസ വാങ്ങുന്നത്. ഇവൻ ഹോട്ടൽ നടത്തുക. ഈ വർഷം കഴിയുമ്പോൾ അതിന് കിട്ടുന്ന ലാഭം ആ വീതം മറ്റവർക്ക് കൊടുക്കുകയാണ്. എന്നാൽ അവർ അതിൻ്റെ സക്കാത്ത് ആരാ കൊടുക്കേണ്ട? പൈസ മുടക്കിയില്ലേ? പൊതുവെ നിങ്ങളെ ചോദ്യത്തിന്റെ ഉദ്ദേശം പലരും കൂടി പണമെടുത്ത് കൂട്ടൊരു കച്ചവടം അല്ലെങ്കിൽ ഷെയറായി നടത്തുന്ന കച്ചവടത്തിന്റെ സക്കാത്ത് ആരോ കൊടുക്കേണ്ടത് എന്നതല്ല ഇപ്പം അതിൽ മർമ്മം അല്ലേ? അതാണ് മർമ്മം. അത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പല കച്ചവടം, ചിലപ്പോൾ ഫർണിച്ചർ കച്ചവടം ഉണ്ടാവും, ചിലപ്പോൾ ടെക്സ്റ്റൈൽസ് ഉണ്ടാവും. 4 ആൾ കൂടി പണം മുടക്കിയിട്ട് നടത്തുന്ന ഒരു കച്ചവടം. അപ്പൊ ആ കച്ചവടം ആരുതാ? ആ 4 ആളുടേത് ഇല്ല, അങ്ങനെയല്ല വരിക. ആ 4 ആളുടേതും കൂടിയാണ് ആ കച്ചവടം. ആ 4 ആളുകൾക്കും അതിൻ്റെ സക്കാത്ത് നിർബന്ധമാണ്. അത് ശരിക്കും അതിൻ്റെ റെഡിയായ റൂട്ട് ആ കൊല്ലം പൂർത്തിയാവുമ്പോൾ ഒന്നിച്ച് സ്റ്റോക്ക് എടുപ്പ് നടത്തി സക്കാത്ത് കൊടുക്കുക. സക്കാത്തിനെ കച്ചവടത്തിന്റെ ചെലവുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക. ചെലവ് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ ലാഭം പങ്കിടുക? ഏത് കച്ചവടക്കാരും ചെലവ് കഴിഞ്ഞിട്ടാണല്ലോ ലാഭം പങ്കിടുക. അപ്പൊ ചരക്ക്, ഇറക്ക് കൂലി, ഇങ്ങനൊക്കെ പല കൂലികളുണ്ടാവുമല്ലോ, റൂമിന്റെ വാടക, ഇതൊക്കെ ഇതിൽ നിന്ന് പോയിട്ടല്ലേ ലാഭം കണക്കാക്കുക. അപ്പൊ 4 ആൾ ചേർന്ന് ഒന്നിച്ച് ഷെയറായി നടത്തുന്ന കച്ചവടത്തിന്റെ ഉടമസ്ഥർ 4 പേരും കൂടിയാണ്. സക്കാത്തിന്റെ ബാധ്യത 4 ആളുകൾക്കും ആനുപാതികമായി വരും. തുല്യസംഖ്യയാണ് 4 ആൾ കൊടുത്തെന്ന് സങ്കല്പിക്കുക. 1 കോടിയുടെ ബിസിനസ്സാണ്, 25 ലക്ഷം വീതം. എന്നാൽ അതിന്റെ മൊത്തം സക്കാത്തിന്റെ 4/1 ഓരോരുത്തരെ ബാധിക്കും. അത് മൊത്തം കണക്കാക്കി സക്കാത്ത് കൊടുത്താൽ അതിനെ ചെലവിൽ കഴിച്ചാൽ ബാക്കിയുള്ള ലാഭം പങ്കിട്ടാൽ ഈ രണ്ടാമത് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പക്ഷെ ഇതങ്ങനല്ല, ഒരാൾ നടത്തുന്ന എങ്ങനെ ചെയ്യേണ്ടത് എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അവിടെ എങ്ങനെയാണ് എന്നുള്ളതല്ല. ഇതാണ് 4 ആളിന് പൈസ ഒരുത്തൻ കച്ചവടം നടത്തുക, ഒരാൾ പുറമക്കാരനെ കച്ചവടം നടത്തുന്നത്. അതാരാണ് പുറമക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ 4-ൽ ഒരാളാണോ അതോ അഞ്ചാമനാണോ? അല്ല, വേറെ അഞ്ചാമൻ. ഓൻ തീരെ പണം മുടക്കിയിട്ടില്ല. അപ്പൊ അവൻ ഉടമസ്ഥനല്ല, നിങ്ങൾ 4 ആളാണ് ഉടമസ്ഥൻ. അപ്പൊ നമ്മളെ ഭാഷയിൽ ഖിറാവ് എന്ന് പറയും. അപ്പൊ ഈ 4 ആളുകൾക്കാണ് അതിന്റെ സക്കാത്ത് നിർബന്ധമാകുന്നത്. നേരത്തെ പറഞ്ഞ ആനുപാതികമായി അവർ 4 ആളും നൽകണം. അത് നൽകാൻ നടത്തിപ്പുകാരനായ അഞ്ചാമനെ തന്നെ ഏൽപ്പിക്കാവുന്നതാണ്. അവിടെ ഒരു ചെറിയ വിഷയമുണ്ട്. ഈ അഞ്ചാമനായിട്ട് നിങ്ങളൊരു കരാറുണ്ടാകും. ഓൻ സൗജന്യമായി ഇപ്പൊ നടത്തി തരുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഓൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കേണ്ടി വരൂലേ? അതോ ഓന് കൂലി നിശ്ചയിച്ചൊക്കെയാണോ? അവന് അതിന്റെ ലാഭം വർഷത്തിൽ ഇവർക്ക് അതിന്റെ ലാഭം എത്തിച്ചു കൊടുക്കുക. അതെ. അപ്പൊ ഇവർക്ക് ഇത്ര ബാക്കി ലാഭമുള്ളതൊക്കെ ഇവർക്ക് എത്തിച്ചു കൊടുത്താൽ ബാക്കി ഉണ്ടാവില്ലോ. അപ്പൊ അതാണ്. അപ്പോ അവിടെ ആ നടത്തിപ്പുകാരൻ 4 വ്യക്തികളുമായി ഖിറാവ് നടത്തിയതാണ്. 4 ആളെ പൈസ കൊണ്ട് ഞാൻ കച്ചവടം നടത്തുന്നു, ലാഭത്തിന്റെ ഇത്ര ശതമാനം നിങ്ങൾക്ക് തരും, ഇത്ര ശതമാനം ഞാൻ എടുക്കും. അപ്പൊ ചെയ്യേണ്ട അതിന്റെ ഒരു രൂപം മൊത്തം അതിന്റെ കച്ചവട ആസ്തി കണക്കാക്കിയിട്ട്, ആസ്തിയൊക്കെ കണക്കാക്കാൻ ആർക്കാ അറിയുക? നടത്തുന്ന ആമിലിക്ക. ഓനല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഓനോട് മറ്റൊരു ചോദിച്ചറിയേണ്ടി വരും. അതാക്കിയിട്ട് മറ്റുള്ളവരുടെ സമ്മതപ്രകാരം സക്കാത്ത് അവൻ നൽകുക. ഇവരുടെ സമ്മതപ്രകാരം സക്കാത്ത് അവൻ നൽകുക. കച്ചവടത്തിന്റെ ചെലവുകളിൽ ആ സക്കാത്ത് ഉൾപ്പെടുത്തുക. ബാക്കി നേരത്തെ പറഞ്ഞ പോലെ ലാഭം പങ്കിടുക. ഒന്നിനിക്കൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ 4 പേർക്കും തന്നെ സക്കാത്ത് കൊടുക്കാം. അതിൽ നിൽക്കാതെ 4 പേർ ഓരോരുത്തരും കൊടുക്കാം.
പക്ഷെ അങ്ങനെ ആകുമ്പോൾ കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത പൈസയുടെ സക്കാത്തല്ല കൊടുക്കേണ്ടത്. ഇത് വലിയ അബദ്ധമുണ്ട്. പലരും ബിസിനസ്സിക്ക് കൊടുത്താൽ ഞാൻ കൊടുത്തത് 25 ലക്ഷമാണ്, അതിൻ്റെ 2.5% ഞാൻ കൊടുക്കും, മറ്റോ കൊടുത്തത് 25 ലക്ഷമാണ്, അതിൻ്റെ 2.5%. അങ്ങനെ പോരാ. കാരണം 25 ലക്ഷങ്ങൾ ഇറക്കിയ കച്ചവടം ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ ആസ്തി ഒരു പക്ഷെ ഒരുപാട് വളർന്നിട്ടുണ്ടാകും. പറഞ്ഞ മനസ്സിലാണ്ടോ? മൂലധനം ഇറക്കിയ കച്ചവടം ഇങ്ങനെ വികസിച്ചിട്ടുണ്ടാവൂലേ? അപ്പൊ ഇന്ന് കൊല്ലം പൂർത്തിയാകുന്ന അന്ന് കച്ചവടത്തിന്റെ സ്റ്റോക്ക് എടുപ്പ് നടത്തി അത് മൊത്തം എത്ര വരുന്നുണ്ട്, അതിന്റെ 2.5% എത്രയാണെന്ന് കണ്ടെത്തിയിട്ട് അതിന്റെ ഓരോ ഓഹരി വീതം ഓരോ വ്യക്തികൾ കൊടുത്താലും മതിയാകുന്നതാണ്. ഈ ഹോട്ടലൊന്നും അങ്ങനെ വരുന്നുണ്ടല്ലോ, ആസ്തി കൂടുതലുണ്ടാവില്ലല്ലോ. അല്ല, അതാ ഞാൻ ചോദിച്ചത്. നിങ്ങളെ ചോദ്യം 2 ചോദ്യമാണോ 1 ചോദ്യമാണോ? ഹോട്ടലിന് സക്കാത്ത് നിർബന്ധമുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ അത് വേറെ രൂപത്തിൽ പറയേണ്ടതുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ആദ്യം നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഹോട്ടലിൽ മീൻ കച്ചവടം പോലത്തെ ആസ്തി കൂടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ 2 വിഷയമാണ്. ആസ്തിയൊക്കെ ഉണ്ടാകും. കാരണം ഇങ്ങനെ വിറ്റ് കിട്ടുന്ന പണം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആസ്തി ഉണ്ടാവുമല്ലോ. അപ്പൊ വിറ്റിരിപ്പ് വകയിൽ കിട്ടിയ സംഖ്യയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 2.5% കണക്കാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ആസ്തി ഉണ്ടാവും. ചെലവായി പോയിക്കണമെങ്കിൽ ആസ്തി ഉണ്ടാവില്ല. അപ്പൊ ഉള്ളത് അതിലൊരു പ്രശ്നം. പിന്നെ ഹോട്ടലിലൊക്കെ ആവുമ്പോൾ, ഹോട്ടലിലും മീൻ കച്ചവടത്തിലൊക്കെ ഒരു വരുന്ന പ്രശ്നം, അല്ലെങ്കിൽ കഫ്റ്റീരിയ, ഗൾഫിലൊക്കെ നല്ല കഫ്റ്റീരിയക്കാർ വലിയ പണക്കാരാ, പക്ഷെ സ്റ്റോക്ക് എടുപ്പ് നടത്തിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. കരുതി എന്നു അവിടെ ഉള്ള വിഷയം, അവർക്കൊരു സ്വഭാവം, അത്തരം കച്ചവടങ്ങളിൽ എന്നും ചരക്കുകൾ അല്ലെങ്കിൽ ഇടക്കിടക്ക് ചരക്കുകൾ പൂർണ്ണമായി വിറ്റ് തീരുന്ന സാഹചര്യം ഉണ്ടായേക്കും. പറഞ്ഞ് മനസ്സിലാക്കണം. സാധാരണ കച്ചവടം ടെക്സ്റ്റൈൽസുകാരന് എന്തുണ്ടാവില്ല, പൂർണ്ണമായി വിറ്റിട്ട് കാശാക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല. മീൻ കച്ചവടക്കാർക്ക് എന്നും വിറ്റിട്ട് കാശാക്കും, പിന്നെ നാളെ വേറെ മീൻ എടുക്കുകയാണ്. ഇതുപോലെ ചിലപ്പോൾ ഹോട്ടലുകളിൽ വരും. അങ്ങനെ ആകുമ്പോൾ അവിടെ കുറേ മസാലകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇടക്കാലത്ത് ഇങ്ങനെ മൊത്തം ചരക്കുകൾ വിറ്റ് കാശാക്കുമ്പോൾ ആ നിലവിൽ സ്റ്റോക്കുള്ള കാശ് നിസാബ് തികയുന്നുണ്ടെങ്കിൽ വർഷം മുറിയുന്നില്ല, തുടങ്ങിയത് മുതൽ തന്നെ വർഷം കണക്കാക്കണം. ഇടക്കാലത്ത് നിങ്ങൾ വിറ്റ് കിട്ടിയ കാശ് അത് നിസാബില്ല, നിസാബിനേക്കാൾ കുറഞ്ഞ്, എന്നാൽ കച്ചവടത്തിന്റെ കൊല്ലം അവിടെ മുറിഞ്ഞിരിക്കുന്നു, തുടങ്ങിയ കൊല്ലം പോയിരിക്കുന്നു. ഇനി രണ്ടാമത് ചരക്കെടുക്കുമ്പോൾ അവിടെ മുതൽക്ക് വേറെ കൊല്ലം കണക്കാക്കുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ചില കച്ചവടങ്ങളിൽ ഇടക്കിടക്ക് ഇങ്ങനെ കൊല്ലം മുറിയും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ചരക്കുകൾ പൂർണ്ണമായി വിറ്റയക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ നിലവിലുള്ള വർഷത്തിന്റെ തുടക്കം മുതൽ കയ്യിരിപ്പുള്ള സംഖ്യയുടെ കൂടെ കൂട്ടുകയും ചെയ്യുമ്പോൾ ചിലതിങ്ങനെ പറയുമ്പോൾ ഒരു ഉപാധി ഉണ്ടല്ലോ എന്ന് ഓർമ്മ വരിക. പക്ഷെ ലളിതമായ പറച്ചിൽ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിക്കാനും പ്രയാസമാണ്. അപ്പോ പൂർണ്ണമായി ഇടക്കിടക്ക് ചരക്കുകൾ മൊത്തം വിറ്റ് തീരുന്ന സ്വഭാവമുള്ളതാ. ആ വിറ്റ് തീർന്ന് കിട്ടുന്ന സംഖ്യ ചില സമയങ്ങളിൽ ഏതുണ്ടാവില്ല, നിസാബും ഇല്ലെങ്കിൽ ചെറിയ ചെറിയ കച്ചവടക്കാർക്ക്, എന്നാ പിന്നെ അവിടെ കൊല്ലം മുറിയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് കച്ചവട സക്കാത്ത് നിർബന്ധമാവുകയില്ല. അങ്ങനെ സാഹചര്യം മിക്കവാറും വരും. കച്ചവട സക്കാത്ത് നിർബന്ധമില്ല. പക്ഷെ പണം സൂക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ പണത്തിന്റെ സക്കാത്ത് അതിന്റെ നിയമം അനുസരിച്ച് അവർക്ക് നിർബന്ധമാകും. ഇനി പണം സൂക്ഷിച്ചു വെച്ചിട്ടില്ല എന്നാ പണത്തിന്റെ സക്കാത്തും നിർബന്ധമാവില്ല, കച്ചവടത്തിന്റെ സക്കാത്തും നിർബന്ധമാവില്ല. പക്ഷെ അവന്റെ ഭൂമിയും കെട്ടിടങ്ങളും എല്ലാം കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കൊല്ലത്തിലെ കുടുംബജീവിതത്തിന് ആവശ്യമുള്ളതിൽ അപ്പുറം ഉണ്ടെങ്കിൽ വൻ സമ്പന്നനാണ്. സക്കാത്ത് നിർബന്ധമില്ലെങ്കിലും ധനബാധ്യത നിർബന്ധമാകുന്നില്ലെങ്കിലും ധനികരുടെ ബാധ്യത അവർക്ക് നിർബന്ധമാകും. അതിൽപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദഫ്തുള്ള. അടുത്ത ആള് ചോദിച്ചോളി. മറ്റൊരു ചോദ്യം. ഈ ഗൾഫിലുണ്ട് ഈ കാറുകളൊക്കെ വാടക കൊടുക്കുന്ന പരിപാടി. അവിടെ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തമായി കാർ വാങ്ങി അവിടെ വിടാം. എന്നാൽ മാസത്തിൽ 20,000 രൂപ വാടക കിട്ടും കാറിന്. അങ്ങനെ ഒരാൾ 2-3 കാർ അവിടെ 10-15 ലക്ഷം 5 ലക്ഷം മുടക്കിയ ഒരു കാർ വാങ്ങിയിടാനാണ്. അപ്പോൾ 15-20 ലക്ഷം മുടക്കിയ 3-4 കാർ വാങ്ങിയിട്ട് കൊടുത്താൽ മാസാന്താൾക്ക് ഓരോ കാറിന് 20,000 രൂപ വാടക കിട്ടുന്നുണ്ട്. എന്നാൽ കൊല്ലം കഴിയുമ്പോൾ ഈ 4 കാറിന്റെ സക്കാത്ത് കൊടുക്കേണ്ടി വരില്ലേ? നിങ്ങളുടെ ചോദ്യം കാറിന്റെ ഉടമസ്ഥനെ കുറിച്ചല്ലേ നിങ്ങളുടെ ചോദ്യം? അവിടെ ജോലിക്കാരന് അവിടെ വാങ്ങില്ല. ഞാൻ പറഞ്ഞാണ് കമ്പനിയിൽ ഞാന് അങ്ങനെ ഒരു 4-5 കാറുകൾ ഞാൻ ഗൾഫിൽ വാങ്ങിയിട്ടു. ആ കാറുകളുടെ ഉടമസ്ഥൻ ഞാനാണ് അല്ലേ? ഞാനത് മറ്റുള്ളവർക്ക് ഓടാൻ കൊടുത്തൊക്കെയാണ്.
വാടകയ്ക്ക് കമ്പനിക്ക് കൊടുക്കാണ്, നടത്തുന്ന കമ്പനി. ആർക്കായാലും ഞാനാണ് കാറുകളുടെ ഉടമസ്ഥൻ. നിങ്ങൾ ചോദ്യം കൃത്യമാവാൻ ഞാൻ മറുപടി കൃത്യമാവൂലേ? കാറുകളുടെ ഉടമസ്ഥൻ ഞാനാണ്. അതിപ്പോ കമ്പനിക്കോ വ്യക്തികൾക്കോ ഞാൻ വാടകയ്ക്ക് കൊടുത്തേക്കാണ്. അവർക്ക് ഞാൻ നിശ്ചയിച്ച വാടക സംഖ്യ എനിക്ക് കിട്ടും. അതല്ലേ ഉദാഹരണം. ഇനി ഞാൻ സക്കാത്ത് കൊടുക്കണമെന്നല്ലേ? വണ്ടിയുടെ ഉടമസ്ഥൻ വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നത് കച്ചവട സക്കാത്ത് നിർബന്ധമാകുന്ന കച്ചവടം അല്ല. ഞാൻ പറഞ്ഞു കേട്ട് അടുത്ത ചോദ്യം ഞാൻ പറയുമ്പോൾ ചോദിച്ചാൽ മതി. വണ്ടിയുടെ ഉടമസ്ഥൻ സ്വന്തം ഉടമയിലുള്ള വണ്ടി, സ്വന്തം ഉടമയിലുള്ള ബിൽഡിങ് അത് മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു. അപ്പൊ വാടകയായി സംഖ്യ നമുക്ക് ലഭിക്കുന്നു. ഇത് കച്ചവട സക്കാത്ത് നിർബന്ധമാകുന്ന കച്ചവടം അല്ല. പിന്നെയോ വാടകയ്ക്ക് കിട്ടുന്നത് ഓൻ്റെ ഒരു വരുമാന മാർഗമാണ്. ആ വരുമാനത്തിലൂടെ കിട്ടുന്ന സംഖ്യ സൂക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ പണത്തിന്റെ സക്കാത്താണ് അതിൽ നിർബന്ധമാവുക, കച്ചവട സക്കാത്ത് അവിടെ നിർബന്ധമാകുന്നതല്ല. മുടക്ക് മുതലിന് അവൻ സക്കാത്ത് കൊടുക്കണ്ട. 20 ലക്ഷം മുടക്ക് മുതലിന്റെ കാറ് വാങ്ങിട്ടെ അതിന്റെ സക്കാത്ത് കൊടുക്കണ്ട. അല്ലെങ്കിലും നിങ്ങൾക്ക് നേരത്തെ ചോദ്യത്തിലും നിങ്ങൾക്ക് ഒരു ധാരണ വന്നിട്ടുണ്ട്. കച്ചവടത്തിലും ആ മുടക്ക് മുതലിനാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന്. അതാണ് ഞാൻ അടിയിൽ തിരുത്തിയത്. കച്ചവടത്തിൽ നമ്മൾ മൂലധനത്തിനല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. കൊല്ലം പൂർത്തിയാവുമ്പോൾ നിലവിലുള്ള ആസ്തി കണക്കാക്കി അതിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു കെട്ടിടം, ഇതിപ്പോ ഗൾഫിക്ക് പോകണ്ട, നമ്മൾ ഇവിടെ തന്നെ ഇല്ലേ, സ്വന്തം ഭൂമിയിൽ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയിടും. എന്നിട്ട് ആ ബിൽഡിങ് വാടകയ്ക്ക് കൊടുക്കും. ഇത് കച്ചവടമല്ല. ഇതിൽ കച്ചവടത്തിന്റെ സക്കാത്ത് നിർബന്ധമല്ല. പക്ഷെ അതൊരു വരുമാന മാർഗമാണ്. അതിലൂടെ കിട്ടുന്ന വരുമാനം ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്, സൂക്ഷിച്ചു വെക്കുന്നില്ല, എന്നാ സക്കാത്ത് കൊടുക്കണ്ട. അപ്പൊ ചോദ്യം, ആ ബിൽഡിംഗ് ഉണ്ടാക്കാൻ നമ്മൾ മുടക്ക് മുതലുണ്ടല്ലോ പൈസ, അതിന് സക്കാത്ത് കൊടുക്കണ്ട. ആ പൈസ ഇപ്പം ഇല്ലല്ലോ, അത് പോയില്ലേ. അതല്ലേ ഈ ബിൽഡിംഗായി നിൽക്കുന്നത്, അതല്ലേ ആ വണ്ടിയായി നിൽക്കുന്നത്. വണ്ടിക്ക് വണ്ടി എന്ന നിലക്ക് സക്കാത്ത് നിർബന്ധമല്ല. ബിൽഡിങ്ങിന് ബിൽഡിങ് എന്ന പേര് സക്കാത്ത് നിർബന്ധമല്ല. സ്വന്തം ഭൂമിയിൽ സ്വന്തമായി ബിൽഡിംഗ് ആക്കിയിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നത് കച്ചവടമല്ല. അപ്പൊ അതിൽ കച്ചവട സക്കാത്ത് നിർബന്ധമല്ല. കിട്ടുന്ന വാടക സംഖ്യ പണമായി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ ഷർത്തുകൾ പൂർണ്ണമാണെങ്കിൽ പണത്തിന്റെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധ. ചിലപ്പോൾ അത് സൂക്ഷിച്ചു വെക്കുന്നില്ല, ഓൻ ആ കിട്ടുന്ന പൈസ കൊണ്ട് വേറെ വണ്ടി എടുക്കുകയാണ്. അങ്ങനെ അതിങ്ങനെ അല്ലെങ്കിൽ ബിൽഡിംഗ് എടുക്കുക, അല്ലെങ്കിൽ റബ്ബർ തോട്ടം വാങ്ങുക, അല്ലെങ്കിൽ മകളെ കല്യാണം നടത്താൻ, ഇങ്ങനെ ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ പണത്തിന്റെ സക്കാത്തും വരൂല. അപ്പൊ ചില കുട്ടികൾക്ക് ചോദ്യം, അല്ലോ വലിയ പണക്കാരനായിട്ട് സക്കാത്ത് നിർബന്ധമില്ലേ? പണക്കാർക്ക് സക്കാത്ത് അല്ലാത്ത പലതും നിർബന്ധമുണ്ട്. അതൊരു മാനമര്യാദക്ക് ചെയ്താൽ മതി. അതേ സമയം ഈ വണ്ടികൾ വിൽപ്പനക്ക് വേണ്ടി എടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശം എന്താ? അത് വിൽക്കണം എന്ന ഉദ്ദേശത്തിലാണ്. അങ്ങനെയാകുമ്പോൾ അത് വാഹന കച്ചവടത്തിന്റെ സക്കാത്തതിൽ വരും. വിൽപ്പന ഉദ്ദേശമില്ലാതെ വാങ്ങിയ ഒരു വസ്തുവും ചിലപ്പോൾ കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ വിൽക്കും. അത് കച്ചവട സക്കാത്തിന്റെ കച്ചവടമായി പരിഗണിക്കൂല. അത് നമ്മൾ തേങ്ങ വിറ്റാൽ സക്കാത്തില്ല എന്ന് പറഞ്ഞ ആ വകുപ്പിലാണ് പെടുക. വിറ്റ് കിട്ടിയ പണം സൂക്ഷിച്ചാൽ പണത്തിന്റെ സക്കാത്ത് വരും. അതേസമയം മറ്റൊരാളുടെ ഉടമയിലുള്ള ബിൽഡിങ് ഞാൻ വാടകക്കെടുത്തിട്ട് മേൽവാടക എന്ന പേരിൽ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സക്കാത്ത് നിർബന്ധ കച്ചവടമാണ്. അപ്പ സക്കാത്ത് വരും. സ്വന്തം വാഹനം വാടകയ്ക്ക് കൊടുത്താൽ, എന്നോടൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ചോദിച്ചു, ഉസ്താദേ ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിയിട്ട് എന്തെങ്കിലും ചോദിക്കണ്ടേ വെച്ചിട്ട് ചോദിച്ചതാണോ എന്ന് എനിക്കറിയില്ല. ഓട്ടോറിക്ഷ ഓടിയിട്ടാണ് ജീവിതം കഴിയുന്നത്, എനിക്ക് 2 ഓട്ടോറിക്ഷ ഉണ്ട്, ഞാൻ എന്താ സക്കാത്ത് കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു, ഓട്ടോറിക്ഷയ്ക്ക് ഇസ്ലാമിൽ സക്കാത്ത് നിർബന്ധമല്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ല, നിശ്ചിത ധനങ്ങളിലാണ് സക്കാത്ത് വരുന്നത്. അതേസമയം ഓട്ടോറിക്ഷ മുഖേന കിട്ടുന്ന വരുമാന മാർഗം ഏതായാലും അതിലൂടെ ലഭിക്കുന്ന വരുമാനം സക്കാത്ത് നിർബന്ധമാകുന്ന പണമായി ഒരു കൊല്ലം സൂക്ഷിച്ചു വെച്ചാൽ പണത്തിന്റെ സക്കാത്ത് നിർബന്ധം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അതേസമയം മറ്റൊരാളുടെ വണ്ടി ഞാൻ അവനിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുന്നു, എന്നിട്ട് ഞാൻ മറ്റൊരാൾക്ക് അത് വാടകയ്ക്ക് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ മേൽവാടക എന്നുള്ള വകുപ്പിന് സക്കാത്ത് വരും. ഉസ്താദ് നേരത്തെ കുറിന്റെ വിഷയം സൂചിപ്പിച്ചു. ഇപ്പോൾ നമുക്ക് ഒരു കുറി ഉണ്ട് നോക്കുക, ഒരു 3 ലക്ഷത്തിന്റെ കുറിയുണ്ട്. മാസം നമ്മളൊരു 10,000 അല്ലെങ്കിൽ 20,000 വെച്ച് അടക്കുന്നുണ്ട്. കുറി ഒരു 5-8 മാസം അടക്കുന്ന സമയത്തിന് കുറി നമുക്ക് അടിച്ചു. കൊല്ലം കൂടാനാവുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഈ നിസാബെത്തുന്ന സംഖ്യ നമ്മുടെ കയ്യിൽ അപ്പോൾ കുറിൻ്റെ സംഖ്യ ഉണ്ടല്ലോ. പക്ഷെ കുറി ഇനിയും 4 അടവുകൾ
ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് നമ്മളെ പറയാം. ഞാൻ നേരത്തെ സംസാരത്തിൽ പരാമർശിച്ചു പോയത് കുറിയിലേക്ക് കൊടുത്ത് നമുക്കിത് കിട്ടാൻ ബാക്കി അവിടെയുള്ള സംഖ്യയെക്കുറിച്ചാണ്. നിക്ഷേപം നമുക്കിത് കിട്ടാനുള്ളതാണ്. നിങ്ങളെ ചോദ്യം, നമ്മൾ 2-3 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് സംഖ്യ ഒന്നിച്ച് കിട്ടി. ഈ സംഖ്യ ഒന്നിച്ച് കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു കടക്കാരനായി തീർന്നു എന്നും കൂടിയാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? കുറി കിട്ടി തന്നെ നമ്മളിപ്പോൾ ഒരു കടക്കാരനായി. കാരണം ഈ കിട്ടിയത് കൂലി ചിലപ്പോൾ 50,000 മാത്രമേ നമ്മൾ കൊടുത്ത സംഖ്യ ഉണ്ടാവുള്ളൂ. ബാക്കി 1.5 ലക്ഷം മറ്റുള്ളവരുടെ സംഖ്യയാണ്. അത് നമ്മൾ അടച്ചു തീർക്കുകയാണ്. ഏതായാലും കടമുണ്ട് എന്നതിൻ്റെ പേരിൽ സക്കാത്ത് ഒഴിവാകൂല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ചോദ്യം ആവർത്തിക്കേണ്ടതില്ല. ഈ കുറിയിൽ കിട്ടിയ സംഖ്യ നിങ്ങൾ ഒരു കൊല്ലം സൂക്ഷിച്ചു വെച്ചാൽ കൊല്ലം തികയുമ്പോഴും അത്തരം സംഖ്യ നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടോ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതല്ല നിങ്ങൾ ചെലവാക്കി പോയിട്ടുണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമില്ല. ഇടയിൽ ഞാനൊരു സന്തോഷ വാർത്ത ശബ്ദം കേൾക്കുന്നവരെ അറിയിക്കുകയാണ്. കച്ചവടത്തിൽ ഞാൻ ദുഃഖവാർത്ത മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറയണ്ട, അല്ലേ? ദുഃഖവാർത്ത എന്ന് പറയണ്ട, ആഖിറത്തേക്ക് ലാഭം കിട്ടുന്ന കാര്യമല്ലേ. പക്ഷെ പല കച്ചവടക്കാരും വല്ലാതെ സങ്കടപ്പെടാറുണ്ട്. നമ്മൾ കട ആണെങ്കിലും സക്കാത്ത് കൊടുക്കണം, അല്ലെ ഞാൻ പറയും നിങ്ങൾ തലേന്ന് കച്ചവടം പിരിച്ചിട്ട് കൂളിന്ന് അറിയും. പക്ഷെ ഒരു സന്തോഷ വാർത്ത, കച്ചവടത്തിൽ സക്കാത്ത് നിർബന്ധമാകുന്നത് വർഷം പൂർത്തിയാകുന്ന സമയത്താണ്. അപ്പോൾ നിസാബിന്റെ ചരക്കുകൾ ഉടമയിലുണ്ടെങ്കിലേ സക്കാത്ത് നിർബന്ധമാകൂ. അതിനിടയിൽ ഓരോ വർഷവും പൂർത്തിയാകുന്നതിൻ്റെ ഇടയിൽ എത്ര ലക്ഷങ്ങൾ കച്ചവട വകുപ്പിൽ ലാഭമായി നിങ്ങളെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളത് ചെലവാക്കി പോയിട്ടുണ്ടെങ്കിൽ അതിലൊന്നും സക്കാത്ത് നിർബന്ധമാകുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരു കച്ചവടക്കാരൻ കച്ചവടം തുടങ്ങി 6 മാസത്തിൻ്റെ ഇടയിൽ അതിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് മകളുടെ കല്യാണം നടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് വീടിന് മുകളിലേക്ക് ഒരു നിലയും കൂടി ഉണ്ടാക്കി. കൊല്ലം പൂർത്തിയാകുന്ന സമയത്ത് നിലവിലുള്ള സ്റ്റോക്ക് എടുപ്പ് നടത്തി അപ്പോഴുള്ള കയ്യിരിപ്പ് സംഖ്യ കൂട്ടി 2.5% സക്കാത്ത് കൊടുത്ത് 2ാം കൊല്ലം വീണ്ടും അടുത്ത മകളുടെ കല്യാണം നടത്തിയത് ഈ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. പറയുന്നത് മനസ്സിലാവുണ്ടോന്നറിയില്ല. ഓരോ വർഷവും ഇടക്കാലത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലാഭം അത് ആവശ്യങ്ങൾക്ക് ചെലവായി പോയിട്ടുണ്ടെങ്കിൽ സക്കാത്തിന്റെ കണക്കെടുക്കുമ്പോൾ ആ ചെലവാക്കിയ സംഖ്യ ഇതിൽ കൂട്ടേണ്ടതില്ല. അങ്ങനെ മകളെ കെട്ടിച്ച വകയിലും ഹജ്ജിന് പോയ വകയിലും ഉംറക്ക് പിന്നെയും പോയ വകയിലും അങ്ങനെ എന്തിൻ്റെയോ, അല്ലെങ്കിൽ മഅദിനിലേക്ക് 1 ലക്ഷം, മർക്കസിലേക്ക് 1 ലക്ഷം, ഇങ്ങനൊക്കെ കൊടുത്തു പോയല്ലോ, അതിനൊന്നും സക്കാത്ത് നിർബന്ധമാവുകയില്ല. ഇപ്പോഴാണ് എൻ്റെ അമ്മ പറഞ്ഞത് ഓർമ്മ വന്നത്. ഒരു കയറ്റുണ്ടായാൽ ഒരു ഇറക്കുണ്ടാകും, ഒരു ഇറക്കുണ്ടായാൽ ഒരു കയറ്റുണ്ടാകും. കച്ചവടക്കാരൻ വർഷത്തിനുള്ളിൽ കിട്ടുന്ന ലാഭം എത്ര കോടികളുണ്ടെങ്കിൽ പോലും അത് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ, ചെലവാക്കൽ ചിലപ്പോൾ വരുമാന ആവശ്യത്തിന് റബ്ബർ തോട്ടം വാങ്ങിയിട്ടാൽ പോലും റബ്ബർ തോട്ടത്തിന് സക്കാത്തില്ലല്ലോ. ഇങ്ങനെ ഭൂമിയും കെട്ടിടങ്ങളുമായി വാങ്ങിയിട്ട് ചെലവാക്കി പോയാൽ പോലും ചെലവാക്കിയ സംഖ്യക്ക് സക്കാത്ത് നിർബന്ധമാകുന്നില്ല. കച്ചവടത്തിന്റെ കണക്ക് സ്റ്റോക്ക് എടുക്കുമ്പോൾ ആ സംഖ്യ കൂട്ടേണ്ടതും ഇല്ല. ഇതൊരു സൗകര്യമല്ലേ, അല്ലേ? അതുപോലെ അപ്പൊ പിന്നെ ഒരു കയറ്റം എന്താ, വർഷം പൂർത്തിയാവുമ്പോൾ അപ്പള്ളിയിൽ കൊടുക്കണം കടങ്ങളുണ്ടെങ്കിലും. അപ്പോഴും പറഞ്ഞ് ഈ കടം തലേന്നെങ്കിലും ഇതുകൊണ്ട് വീട്ടിക്കണമെങ്കിലും ഒട്ടും നിർബന്ധമാവില്ല. നിങ്ങൾ ആ കട ഇങ്ങനെ വീട്ടാതെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നോണ്ടല്ലേ. ചിന്തിക്കുമ്പോൾ ആശ്വാസം ഉണ്ട് എന്ന് ഞാൻ ഉണർത്തിയതാണ്. അടുത്ത ചോദ്യം ചോദിക്കാം. ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അത് പിന്നെ നമ്മൾ വല്ല കൗലുകളും സ്വീകരിക്കുക എന്നുള്ളതേ കഴിയും. ഷാഫി മദ്ഹബിന്റെ മുഅ്തമദ് അനുസരിച്ച് ഒരാളുടെ സക്കാത്ത് നൽകുമ്പോൾ അത് ഫിത്ർ സക്കാത്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ കച്ചവട സക്കാത്തൊക്കെ കൃത്യമായി അതിൻ്റെ രൂപം, നാട്ടിൽ ആകെ സക്കാത്തിന്റെ അവകാശികൾ 8 വിഭാഗം അവകാശികളാണല്ലോ. അത് ഞാനൊന്ന് പറയാൻ വേണ്ടിയായിരിക്കും ഉസ്താദ് പറഞ്ഞിപ്പിച്ചത്. 8 വിഭാഗമാണ് സക്കാത്തിന്റെ അവകാശികൾ. അതിലിപ്പോ സായി സക്കാത്തിന്റെ ജോലിക്കാരൻ എന്ന് പറയുന്ന അവകാശം നമ്മുടെ നാട്ടിൽ ഇല്ല. അത് ഇമാമ് കൊടുക്കുമ്പോഴാണ് ഉണ്ടാകുക. ഇമാമ് മുഖേന സക്കാത്ത് വിതരണം ചെയ്യുമ്പോഴാണ് വൽ-ആമിലീന അലൈഹ എന്നുള്ള അവകാശം ഉണ്ടാവുക. അപ്പൊ ആ അവകാശം ഇല്ല. അപ്പൊ 8 1 പോയി. ഇനിയിപ്പോ സാധാരണ രീതിയിൽ നമ്മൾ പറയുമ്പോ ആ ഫീ സബീലില്ലാഹ് തന്നെ, അല്ലെങ്കിൽ യോദ്ധാക്കൾ പറയുന്ന ആ രീതിയും ഷർത്തത്ത രൂപത്തിൽ
മിക്കവാറും ഇല്ല എന്ന് തന്നെ ഞാൻ പറയട്ടെ. അപ്പൊ എത്രണ്ണം പോയി? 2. ഇനി എത്ര? മുഖാത്തബുകൾ എന്നൊരു അടിമകൾ, അതിപ്പോ ഇല്ല. അപ്പൊ 5 അവകാശികളാണ് ഉണ്ടാവാൻ സാധ്യത. 5 വിഭാഗം. ഫക്കീർ, മൊത്തം ചെലവിന്റെ പകുതി പോലും വരവില്ലാത്തവർ. മിസ്കീൻ, പകുതിയോ അതിലേറെയോ വരവുണ്ട്, തികയൂല, കമ്മി വരുന്നുണ്ട്. കടബാധ്യതയുള്ളവർ. പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതു മുസ്ലിങ്ങൾ. പിന്നെ ഏതാ ഒന്നുകൂടി ഉണ്ടല്ലോ, അല്ല അതുപോലെ യാത്രക്കാർ. ഇങ്ങനെ 5 അവകാശികളാണ് സക്കാത്തിനുണ്ടാകുക സാധാരണ. ചില നാട്ടിൽ 3 വിഭാഗമേ ഉണ്ടാകൂ. 3 വിഭാഗം ഉണ്ടെങ്കിൽ ഓരോ വിഭാഗത്തിലും 3 പേർക്ക് സക്കാത്ത് നൽകണം. അപ്പോൾ എൻ്റെ നാട്ടിൽ എനിക്ക് സക്കാത്ത് നിർബന്ധമായി. അവിടെ ഫക്കീർ, മിസ്കീന്, പുതുമുസ്ലിങ്ങൾ എന്ന് പറയുന്ന അവകാശികൾ ഉണ്ട് എന്ന് വെക്കുക. ഓരോ വിഭാഗത്തിലും 3 പേരെ കിട്ടാനും ഉണ്ട്. എന്നാൽ ചുരുങ്ങിയത് 9 പേർക്ക് സക്കാത്ത് നൽകണം. ചുരുങ്ങിയത് 5 ആളുണ്ടെങ്കിൽ 5 15 ആൾക്ക് കൊടുക്കണം. ഇതാണ് നേർക്ക് നേരെ ശാഫി മദഹബിന്റെ മുഅ്തമദ്. ഇടയിലൊന്ന് ഞാൻ മുത്താലിങ്ങളെ ഷർദക്ക് വേണ്ടി പറയാം. ഇവിടെ തന്നെ ഇപ്പൊ സക്കാത്തിന്റെ അവകാശികൾ എല്ലാവരും പാവപ്പെട്ടവരാവേണ്ടതില്ല. ഫക്കീർ എന്നുള്ളതൊരു അവകാശിയാണ്, മിസ്കീൻ മറ്റൊരു അവകാശിയാണ്, ഓരിമ് വേറൊരു അവകാശിയാണ്. ഓരിമ് എന്ന് പറഞ്ഞാൽ എന്താ? കടമുള്ളവൻ. കടമുള്ളവൻ എന്ന് പറയുമ്പോൾ 2 കടമുണ്ട്. വ്യക്തിപരമായ കടമാണെങ്കിൽ സ്വന്തമായി അത് വീട്ടാനുള്ള മാർഗമില്ലെങ്കിലേ പൊതുവെ അവനെ കടക്കാരനായി പരിഗണിക്കുന്നുള്ളൂ, ചുരുക്കിയേ പറയുന്നുള്ളൂ. അതേസമയം പള്ളി നടത്താൻ വേണ്ടി, മദ്രസ നടത്താൻ വേണ്ടി, വേറെന്തെങ്കിലും കുഴപ്പം തീർക്കാൻ വേണ്ടി കടം വാങ്ങേണ്ടി വന്നു, കടം കൊടുത്തു. ആ വ്യക്തി ഒയിങ്കാന വലിയൻ, അദ്ദേഹം വലിയ ധനികനാണെങ്കിൽ പോലും അദ്ദേഹം സക്കാത്തിന്റെ അവകാശിയാണ്. ആ കടം തീരുന്നത് വരെ അദ്ദേഹത്തിന് സക്കാത്തിൽ നിന്ന് വാങ്ങണം എന്നില്ല, വാങ്ങാം. ഇപ്പൊ ഒനിയും ധനികനും സക്കാത്തിന്റെ ആരായി വരും? പുതു മുസ്ലിങ്ങൾ എന്ന് പറയുന്നൊരു ഇതുണ്ട്. ചില ക്ലാസ്സിലൊക്കെ ചോദ്യം വന്ന് പുതുമുസ്ലിമിന് സക്കാത്ത് കൊടുക്കേണ്ടത് എത്ര കൊല്ല? ഇത് എന്നും പുതുമുസ്ലിം തന്നെയാണോ എന്ന്. ഇസ്ലാമിക്ക് വന്നിട്ട് എത്രയോ കൊല്ലയിക്കണം, എന്നും പുതുമുസ്ലിം. എൻ്റെ മറുപടി അത് കൊല്ലക്കണക്കല്ല. ഇസ്ലാമിലേക്ക് മറ്റൊരു മുസ്ലിം അല്ലാത്ത രൂപത്തിൽ ജനിച്ച് വളർന്ന് ഇസ്ലാമിലേക്ക് വന്ന ഒരാൾ, ഇതാണ് മുഅല്ലഫത്തുൽ ഖുലൂബ്, നവ മുസ്ലിം. അവൻ ഇത്ര കൊല്ലം സക്കാത്ത് കൊടുക്കാം, പിന്നെ കൊടുക്കാൻ പാടില്ല, അങ്ങനെ കണക്കില്ല. മറിച്ച് അതിൻ്റെ മാനദണ്ഡം ഒന്നിനിക്കൽ അവന് മനസ്സിൽ നിയ്യത്തിൽ ഈമാനിലൊക്കെ ലുഴഫുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉള്ള ഈമാന് നഷ്ടപ്പെടുത്തുമോ എന്നുള്ളൊരു ആശങ്ക ഉള്ള സാഹചര്യമാണ്. എന്നാൽ എത്ര കൊല്ലാണെങ്കിലും ഓല സക്കാത്തിന്റെ അവകാശിയാണ്. കൊല്ലല്ല വിഷയം, ഓ സക്കാത്തിന്റെ അവകാശം. അല്ലെങ്കിൽ പിന്നെ അവന് കൊടുക്കുന്നത് മറ്റുള്ളവർ ഇസ്ലാമിൽ ആകർഷിക്കാൻ കാരണമാകും. ഒന്നിക്കൽ ലഹു ലുഅഫുൻ ഫീ ഈമാനിഹി, ലഹു ലുഅഫുൻ ഫീ ഖൽബിഹി, ഒന്നിക്കൽ ഇമ്മാ ഫീ ഈമാനിഹി നഫ്സിഹി ഔ ഫിൽ മുഅ്മിനീന, അല്ലെങ്കിൽ ലഹു ഷറഫുൻ യുതവഖഉ ബിഇസ്താഹി ഇസ്ലാമു വൈരിഹി, അപ്പോൾ അവൻ സക്കാത്തിന്റെ അവകാശിയാണ്. അപ്പൊ അതിന് വർഷത്തിന്റെ കണക്ക് ഇല്ല. മറ്റൊന്ന്, നമ്മൾ പുതുമുസ്ലിങ്ങൾ എന്ന നിലക്ക് എണ്ണുന്ന പലരും അവർ ഫക്കീറ് മിസ്കീന് എന്ന നിലക്ക് തന്നെ സക്കാത്തിന്റെ അവകാശികളാവും ചെയ്യും. അപ്പൊ പിന്നെ ഈ മാനദണ്ഡം നോക്കേണ്ട കാര്യവുമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പുതുമുസ്ലിങ്ങൾ മിക്കവാറും ഫക്കീർ മിസ്കീൻ തന്നെയാണ്. അപ്പോൾ ഫക്കീർ മിസ്കീൻ എന്നുള്ള നിലക്ക് തന്നെ സക്കാത്തിന്റെ അവകാശിയാണ്. അപ്പൊ ഇനി കൊല്ലയിക്കിണിഞ്ഞ് കൊടുക്കണ്ടെന്നൊന്നും പറഞ്ഞാണ്ട് വെറുതെ ആ സാധുക്കളെ മാറ്റി നിർത്തണ്ട. അപ്പൊ ചോദ്യം അതാണ്, എത്ര വിഭാഗം നാട്ടിലുണ്ടോ അത് ആദ്യം കണ്ടെത്തണം. കുറച്ച് പണി തന്നെയാണ്. അപ്പൊ എൻ്റെ നാട്ടിൽ 5 വിഭാഗം ഉണ്ട്. എന്നാൽ ഓരോ വിഭാഗത്തിലും ചുരുങ്ങിയത് 3 ആൾക്ക് കൊടുക്കണം. 13 15 ആൾക്ക് കൊടുക്കണം. 2 വിഭാഗമേ ചില നാട്ടിലുണ്ടാവുള്ളൂ, ഫക്കീറും മിസ്കീനുണ്ട്, വേറെ ആരുമില്ല. എന്നാൽ ചുരുങ്ങിയത് 6 ആൾക്ക് കൊടുക്കണം. ഇതെല്ലാവർക്കും കൂടി കൊടുക്കുക, ഇതൊന്നും കാര്യമായിട്ട് ഉണ്ടാവൂലല്ലോ, ഇല്ലേ? അപ്പൊ നമുക്ക് തൽക്കാലം നമുക്ക് ദ്വാരം കൊടുക്കുക. ഇനിയും അടുത്ത കൊല്ലത്തേക്ക് തോനെ സക്കാത്ത് കൊടുക്കാനുണ്ടാവട്ടെ എന്ന് വേണമെങ്കിൽ ദ്വാരക്കാം. ഉള്ളത് ഇപ്പം എന്താ ചെയ്യുക? ഒന്നിനിക്കൽ ഇങ്ങനെ കൊടുക്കുക. അത് പല തുള്ളി പെരുവെള്ളാവുമല്ലോ. ആ ഫക്കീറിന്റെ കയ്യിൽ പലരും കൊടുത്തത് അവിടെ എത്തൂലേ? അപ്പൊ അവിടെ പല തുള്ളി പെരുവെള്ളമായിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ പിന്നെ ഒരാളുടെ സക്കാത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട 3 പേർക്ക് തന്നെ കൊടുത്താലും സക്കാത്ത് വീടുമെന്നും, ഇല്ല ഒരാളുടെ സക്കാത്ത് ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് തന്നെ കൊടുത്താലും വീടുമെന്നുമെല്ലാം മദ്ഹബുകളിൽ
ചില കൗലുകളുണ്ട്, നമ്മുടെ തെർശീഹൊക്കെ അതെടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതനുസരിച്ച് അമൽ ചെയ്യേണ്ടി വരും. അങ്ങനെ അമൽ ചെയ്യുന്നത് തെറ്റൊന്നുമല്ല. 2 ലക്ഷം റുപ്യ ബാങ്കിലിട്ടിരുന്നു. ഇവിടെ ചോദ്യം വന്നിട്ട് സക്കാത്ത് നമ്മൾ ചെക്ക് കൊടുത്താൽ മതി. ഒന്ന് സക്കാത്ത് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ പൈസ കൊടുക്കേണ്ടത്. ചെക്ക് കൊടുത്താൽ ആ പണം അയാളുടെ കയ്യിലെത്തുമ്പോഴേ നമ്മുടെ സക്കാത്ത് വീടുകയുള്ളൂ. ഞാനൊരു 10,000 റുപ്യക്ക് സക്കാത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ബാങ്കിക്ക് 10,000-ന്റെ ചെക്ക് എഴുതി കൊടുത്തു. സത്യത്തിൽ ഈ ചെക്ക് എന്ന് പറയുന്നത് ഞാൻ ഒരു വക്കീലിനെ ഏൽപ്പിക്കും പോലെയാണ്, ഏറിയാൽ പരിഗണിക്കുക. അപ്പം എൻ്റെ ഒരു സക്കാത്ത് ഞങ്ങൾ മൂപ്പർക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങളെ കയ്യിൽ തന്നാൽ അത് നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ സക്കാത്ത് വീടൂല, അവിടെ എത്തുമ്പോഴേ വീടുള്ളൂ. എന്നതുപോലെ ചെക്ക് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, അതൊരു രേഖയാണ്. അത്രയും ആ അവകാശിയുടെ കയ്യിൽ ഈ ചെക്ക് കാരണം ആ പണം എത്തുമ്പോഴേ സക്കാത്ത് വീടി എന്ന് പറയാൻ കഴിയൂ. അപ്പം സൂക്ഷ്മത പണം കൊടുക്കലാണ്. അല്ലെങ്കിൽ ആ ചെക്ക് എടുത്ത് അത്രയും പൈസ വാങ്ങിയതിന് ശേഷം കൊടുക്കുന്നതിന് ചെയ്യണം. ചെക്ക് കൊടുക്കുകയും നമ്മൾ നിയ്യത്ത് ചെയ്യുകയും അപ്പോഴും ചെറിയ വിഷയമുണ്ട്. ബാങ്കിലേക്ക് ചെക്ക് കൊടുക്കുമ്പോൾ ബാങ്കിൻ്റെ ഒരു ജോലിക്കാരനെ ആയിരിക്കും ഈ വക്കാലത്താക്കുന്നത്. അയാളെ എൻ്റെ ബാങ്കിൽ എൻ്റെ പൈസ എത്ര ഉണ്ട്, അത് നിങ്ങൾ അയാൾക്ക് അതിന് ഇത്ര കൊടുക്കണമെന്ന്. അപ്പോൾ അയാൾക്ക് ഏൽപ്പിക്കുമ്പോൾ അവിടെ പലരും വക്കാലത്തിൻ്റെ ചില ഷർത്തുകളിലൊക്കെ പ്രശ്നം വരുമോ എന്നൊരു സംശയം. ചിലപ്പോൾ അത് മുസ്ലിങ്ങളെ തന്നെ ആവണമെന്നില്ല. മുസ്ലിം അല്ലാത്ത ഒരാളെ ഏൽപ്പിക്കുമ്പോൾ നിയ്യത്ത് നമ്മൾ തന്നെ ചെയ്യണം. നിയ്യത്ത് ചെയ്യാൻ ഓനെ ഏൽപ്പിക്കാൻ പറ്റില്ല. നമ്മളാണെങ്കിൽ ഈ കടലാസ് കൊടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്താൽ മതിയാവുകയുമില്ല. ഇങ്ങനൊക്കെ ചെറിയ ചില നിയമപ്രശ്നങ്ങൾ അതിൽ കാണുന്നുണ്ട്. ഏറ്റവും നല്ലത് സൂക്ഷ്മത ഏതായാലും പണമായി നൽകുകയാണ്, അല്ലെങ്കിൽ ആ ചെക്ക് നൽകി പണം എടുത്തതിൻ്റെ ശേഷം നിയ്യത്ത് ചെയ്ത് കൊടുക്കലാണ്. 2 ലക്ഷം രൂപ ബാങ്കിലിട്ടിരുന്നു. അത് എടുക്കാൻ ചിലപ്പോൾ കണ്ടമാനം കാശുണ്ട്, അധികമുണ്ട്. അത് എടുക്കാൻ പറ്റുമോ? ഈ ബാങ്കുകാരുടെ പരിപാടിയാണ്. നമ്മൾ കൊടുത്ത പൈസയെ നമ്മളുടെ പൈസയുള്ളൂ, മറ്റേത് നമ്മളുടെ പൈസ അല്ല, അത് പലിശയാണ്. ബാങ്ക് നിക്ഷേപത്തിൽ പലിശക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല, കാരണം നമ്മളെ പൈസ അല്ല. വാങ്ങിയാൽ പോലും നമ്മുടെ പൈസ ആകൂല. അപ്പം നമ്മളുടെ നിക്ഷേപം എത്രയാണ് അത് കണക്കാക്കിയിട്ട് അതിൻ്റെ 2.5% സക്കാത്ത് കൊടുത്താൽ മതി, മറ്റേത് നമ്മളെ പൈസ അല്ല. പിന്നെ പലിശയും അത് വാങ്ങലും മറ്റു നിയമത്തിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല, കാരണം അത് തുടങ്ങിയാൽ പെട്ടെന്ന് നിർത്താൻ പറ്റൂല. തൽക്കാലം സക്കാത്തുമ്പോൾ തന്നെ നിൽക്കുക. എന്ത് നമ്മൾ ചെലവ് കൊടുക്കൽ ബാധ്യതയുള്ള മക്കളല്ല, അല്ല തിന്നല്ല എന്നുള്ളതല്ല, നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവർ അല്ല. നാടൻ ഭാഷ പറയാം, ഒന്നിനാത്രം പോന്ന മോന ഓന് ചെലവ് കൊടുക്കൽ നമ്മൾ നിർബന്ധമുള്ള ബാധ്യതയല്ല. എന്നാ ഓൻ സക്കാത്തിന് ഒന്നിനും കടക്കാരനായി വെക്കുക. കടക്കാരനായി ഓൻ്റെ കുടുംബത്തിന്റെ ചെലവ് കഴിഞ്ഞു പോലുള്ള മാർഗമൊക്കെ മോനക്കുണ്ട്. ഓനൊരു ഹലാൽ ആവശ്യത്തിന് കടം വാങ്ങി കുടുങ്ങിക്കുന്നത് വീട്ടാനുള്ള സാമ്പത്തിക ശേഷി ഓരില്ല. അപ്പോൾ ഓരിമ എന്നുള്ളവർക്കോ സക്കാത്തിന്റെ അവകാശമാവും. അത്ര രൂപത്തിൽ നമ്മുടെ സക്കാത്ത് അവന് കൊടുത്താൽ വീടുന്നതാണ്. ഒന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ ശരിക്കും കേൾക്കുന്നില്ല, പിന്നെ എനിക്ക് ചോദ്യം കൃത്യമായാലും മറുപടി പറയാൻ കഴിയും. നമ്മുടെ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവനല്ല, ഓന് മറ്റൊരു നിലക്ക് അവകാശിയായി വന്നവനാണ്. അല്ല അതിൻ്റെ ആവശ്യമില്ല, കൊടുത്താൽ സക്കാത്ത് വീടും. നിങ്ങൾക്ക് അതിൽ 1-2 സംശയം ഉണ്ടോണ്ട് നിങ്ങൾക്കുള്ള സംശയം ആ സംശയം മാത്രം പറയും. എവിടെയാണ് ഇപ്പോൾ പ്രശ്നമുള്ളത്? നമ്മൾ കൊടുത്തത് നമ്മൾ തന്നെ തിന്നേണ്ടി വരുമോ ആ പേടിയാണോ ഉള്ളത്? അതല്ല സക്കാത്ത് വീടൂല എവിടെ ചാവ് പറയും. മകനെ ജോലിയുണ്ട്, അവൻ സ്വന്തം ജീവിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവനക്ക് വേറെ ആവശ്യങ്ങൾ കാശിന്, അപ്പം നമ്മളെ സക്കാത്ത് അവന് കൊടുത്താൽ വീടുമോ? അതെ, ഓന് വേറെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞോട്ട് മാത്രമായില്ല. ഏതായാലും നിങ്ങൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള മോനല്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓൻ സക്കാത്തിന്റെ അവകാശിയാണ് താനും. അന്ന് ഞങ്ങളെ സക്കാത്ത് ഓന് കൊടുത്താൽ വീടും. ഇപ്പൊ ഞാൻ പറഞ്ഞ മസല എന്താ? ഉപ്പ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള മോനല്ല. അപ്പൊ ഉപ്പ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവനല്ല, അവൻ സക്കാത്തിന്റെ അവകാശിയാണ് താനും. അതിനാണ് ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞത്. ഓൻ ഫക്കീറും മിസ്കീനൊന്നും അല്ല, ഓൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, അതിനുള്ള ബഹുമാനമുണ്ട്. പക്ഷെ ഓൻ എന്തോ കാരണം കൊണ്ട് കടക്കാരനായി മാറി. ഹലാലായവർക്ക് അത് വീട്ടാനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഇങ്ങനെ സക്കാത്തിന്റെ അവകാശിയാണ്. എന്നാൽ നിങ്ങളെ സക്കാത്ത് അവന് കൊടുത്താൽ വീട്ടും.
സക്കാത്തിന്റെ അവകാശി അല്ലാത്ത മോന് സക്കാത്ത് കൊടുത്താൽ വീടോ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ, ഉറപ്പന്നല്ല വീടൂലാണ്. ഈ സൗദിയില് കടകൾക്ക് ഹുക്കുമത്ത് ഒരു സക്കാത്ത് വാങ്ങുന്നുണ്ട്. അതിന് ബാക്കി കാശ് നമ്മൾ മുഴുവൻ തയ്ച്ച് വാങ്ങലില്ല, 1% അവർ വാങ്ങുള്ളൂ. ബാക്കി നമ്മൾ ബാക്കി കൊടുത്താൽ പോരെ. അവിടുത്തെ ഹുക്കൂമത്ത് എന്താ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. അതേസമയം സക്കാത്തിന്റെ ഒരു നിശ്ചിത വിഹിതം സക്കാത്ത് എന്ന നിയ്യത്ത് ചെയ്തുകൊണ്ട് അത് അവകാശികളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ അവരെ നിയോഗിച്ച ഒരു പ്രതിനിധിയെ വക്കാലത്താക്കിയിട്ടുണ്ടെങ്കിൽ, എന്നാൽ എൻ്റെ സക്കാത്താണ് നിയ്യത്ത് ചെയ്തുകൊണ്ട് അവകാശികളിലേക്ക് കൊടുക്കണമെന്ന നിലക്ക് നിങ്ങൾ അവനെ ഏൽപ്പിച്ചു, എന്നാൽ നിങ്ങൾ അതിൻ്റെ ബാക്കി കൊടുത്താൽ മതി. എന്നാൽ പോലും അവനത് അവകാശികളിലേക്ക് എത്തിച്ചാലേ നിങ്ങളെ സക്കാത്ത് വീടുകയുള്ളൂ. അതൊക്കെ പ്രശ്നമാണെങ്കിൽ പിന്നെ സക്കാത്ത് വേറെ തന്നെ മുഴുവനും കൊടുത്താളേ. അല്ല, അവരെ ഹുക്കുമത്ത് കൊല്ലത്തിൽ സക്കാത്തിന്റെ വീതം നിന്ന് വാങ്ങിക്കൊണ്ടാറുണ്ട്. അതെ, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അവരെന്താ ചെയ്യുന്നത്. അത് സക്കാത്ത് എന്ന നിലക്ക് തന്നെ നിങ്ങൾ അവനെ ഏൽപ്പിച്ചു. നിങ്ങൾ അവകാശിക്കാണോ കൊടുക്കുന്നത്? അല്ല, ഹുക്കൂമത്തിന്റെ പ്രതിനിധിക്ക്. അവരത് വാങ്ങിയിട്ട് അവകാശികളിലേക്ക് എത്തിക്കലാണോ പതിവ്? അത് ഹുക്കുമത്തിന് കൊടുക്കും. ഹുക്കൂമത്ത് സക്കാത്തിന്റെ അവകാശമല്ല. അവരെന്താ ചെയ്യുന്നത് നമുക്കറിയില്ല. അതപ്പോൾ ഒരു ബുദ്ധിമുട്ട് മറുപടി പറയാൻ എനിക്കുണ്ട്. കാരണം കൃത്യമായി അറിഞ്ഞാലല്ലേ മറുപടി അറിയാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളറ എന്താണെന്ന് ചോദിക്കണം, നിങ്ങൾക്ക് തന്നെ കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഏതായാലും സക്കാത്ത് വേറെ തന്നെ കണക്ക് കൂട്ടുക, ഇത് കച്ചവടത്തിന് വേറെ ചെലവിൽ പോട്ടെ എന്ന് വെക്കുക. അതല്ല, ഞാൻ പറയുന്നു, ഹുക്കൂമത്തിന്റെ ഒരു പ്രതിനിധി നിങ്ങളെ സമീപിക്കുന്നു, സക്കാത്ത് അവകാശികളിലേക്ക് എത്താൻ നിങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു, അത് അവകാശികളിൽ എത്തുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ ബാക്കി കൊടുത്താൽ മതി. അയാളത് ബാങ്കിൽ കെട്ടാന്ന് ഉറപ്പാണ്. അയാളത് കൊണ്ട് ബാങ്കിലെ കെട്ടുണ്ട്. അവകാശികൾക്ക് എത്തൂല, എന്നാൽ സക്കാത്ത് പൂർണ്ണമായും നിങ്ങൾ വേറെ തന്നെ കൊടുക്കണം എന്ന് ഉറപ്പാണ്. ഹുക്കൂമത്ത് അവകാശികൾക്ക് കൊടുക്കണം. ആ ഹുക്കൂമത്തിനെ ഇമാമുല്ലാഹുമായിട്ട് പരിഗണിക്കാൻ പ്രയാസമുണ്ട്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ് പെട്ടിക്കണ നമ്മളുടെ ഉടമയിൽ വന്ന സംഖ്യയാണെങ്കിൽ നിക്ഷേപം എവിടെയായാലും സക്കാത്ത് കൊടുക്കണം. നിർത്താൻ പോവുക. ഈ മൂല്യമാറ്റുകളാണ് കൂടുതലുള്ളത്. ഓൽക്ക് പിന്നെ സംശയങ്ങൾ ഉസ്താദ്മാരോട് എപ്പോഴും ചോദിക്കുന്നതാണല്ലോ. സാധാരണക്കാരുണ്ടെങ്കിൽ വേഗം ചോദിക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 30,000 രൂപ ആയി. അങ്ങനെ ഒരു കൊല്ലം പൂർത്തിയാവുമ്പോൾ അതിന് സക്കാത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഓരോ മാസവും ഉസ്താദ് നേരത്തെ പറഞ്ഞ ഡെപ്പോസിറ്റ്, അങ്ങനെ 2 കൊല്ലം പൂർത്തിയാവുമ്പോൾ ഈ ഡെപ്പോസിറ്റുകൾ കൂടുമ്പോൾ 60,000 രൂപ ആയെങ്കിൽ ഈ 2 കൊല്ലം, ആ രണ്ടാമത്തെ കൊല്ലത്തിൽ 60,000 രൂപയുടെ സക്കാത്ത് കൊടുത്താൽ പോലെ ഓരോ മാസവും തന്നെ കൊടുക്കേണ്ടതുണ്ടോ? ഓരോ 5,000-നും ഇങ്ങനെ ഓരോ മാസം കൊടുക്കണം എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് വേണമെങ്കിൽ മുൻകൂറുള്ള സൗകര്യം കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. ശരിക്കും ഒരു മാസം അടച്ച 5,000-ന്, ഷവ്വാലിൽ അടച്ച 5,000-ന് പിറ്റത്തെ ഷവ്വാലിൽ കൊല്ലം പൂർത്തിയായി, അപ്പോൾ അതിൻ്റെ സക്കാത്ത് നിർബന്ധമായിട്ടുണ്ട്. അതിന് നീട്ടി വെക്കാൻ പാടില്ല. നമ്മൾ പിന്നെ സക്കാത്ത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്. നമ്മളൊക്കെ കമ്മിറ്റി ഭാരവാഹിയായ സ്ഥാപനം, അത് മദ്രസയോ പള്ളിയൊക്കെ, അത് വലിയ കടത്തിലാണ്. അപ്പോൾ അതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തി വഴി നമുക്ക് അതിന് സക്കാത്ത് കൊടുക്കാൻ വല്ല വകുപ്പും ഉണ്ടോ? സക്കാത്തിന്റെ അവകാശികൾ 8 വിഭാഗ അവകാശികളെ ഖുർആൻ കൃത്യമായി നിർണയിച്ചതാണ്. ഹദീസിൽ തന്നെ കാണാം ഒരു സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട് ഒരാൾ സക്കാത്ത് ആവശ്യപ്പെട്ടു. മുത്തുനബി പറഞ്ഞത്, സക്കാത്ത് ആർക്ക് നൽകണം, അതിൻ്റെ അവകാശികളെ തീരുമാനിക്കാൻ നബിനെ അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല. അത് അള്ളന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ പെട്ട വ്യക്തിയാണെങ്കിൽ നിനക്ക് സക്കാത്ത് കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല. ഞാൻ സൂചിപ്പിച്ചത് സക്കാത്തിന്റെ അവകാശികൾ കൃത്യമാണ്. പള്ളി, മദ്രസ, യതീംഖാന, പൊതുവെ സ്ഥാപനങ്ങൾ സക്കാത്തിന്റെ അവകാശി അല്ല. അതുകൊണ്ട് പള്ളിപ്പണിയിലേക്കോ യതീംഖാനയിലേക്കോ സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടുകയില്ല. അതേസമയം സക്കാത്തിന്റെ അവകാശികളിൽ ഒരു വിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കടബാധ്യതയുള്ളവർ എന്ന് പറയുന്ന ഒരു അവകാശിയാണ് വാരിമ്. കടക്കാരൻ സക്കാത്തിന്റെ അവകാശിയാന്ന് പറയുമ്പോൾ 2 രൂപത്തിലുണ്ട്. വ്യക്തിപരമായ ആവശ്യത്തിന് കടം വാങ്ങി അത് വീട്ടാനുള്ള സാമ്പത്തിക ശേഷിയില്ല, അവൻ സക്കാത്തിന്റെ അവകാശിയാണ്.
പള്ളി പണിയെടുപ്പിക്കുക, മദ്രസ നടത്തിക്കുക പോലുള്ള പൊതു മസ്ലഹത്തിന് വേണ്ടി കടം വാങ്ങി ആ വ്യക്തി ആ കടക്കാരൻ എന്ന സക്കാത്തിന്റെ അവകാശിയാണ്. അപ്പൊ പൊതുസ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി കടക്കാരായി മാറുകയും ആ കടം അവരോട് ചോദിക്കപ്പെടുകയും അവർക്കത് വീട്ടേണ്ട ഉത്തരവാദിത്വം ഉണ്ടാവുകയും ചെയ്യുന്ന കടക്കാർ സക്കാത്തിന്റെ അവകാശികളാണ്. അവിടെ കിതാബിൽ എത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പള്ളിയുടെ നടത്തിപ്പുകാരനാണെങ്കിൽ അല്ലെങ്കിൽ പള്ളി നിർമ്മിച്ചുകൊണ്ടിരിക്കുക, പൈസ ഇല്ല, അപ്പം ഞാനതിക്ക് കടമെടുത്തിട്ട് എൻ്റെ പൈസ തന്നെ അതിക്ക് കടമായി ഇറക്കിക്കൊണ്ട് പണിയെടുപ്പിച്ചാൽ കടക്കാരൻ എന്ന നിലക്ക് പോലും എനിക്ക് സക്കാത്ത് വാങ്ങാൻ പറ്റില്ല. കാരണം എൻ്റെ പൈസ ഞാൻ ഇറക്കിയതാണ്. ഞാൻ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങി ആ കടം എന്നോടാണ് തിരിച്ചു ചോദിക്കുക, തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അങ്ങനെ പണിയെടുപ്പിച്ചാൽ എനിക്ക് ജീവിതമാർഗമുണ്ട്, ഞാൻ ഫക്കീർ മിസ്കീൻ അല്ലെങ്കിൽ പോലും കടക്കാരൻ എന്ന നിലക്ക് സക്കാത്ത് വാങ്ങാം. ഇതിൽ നിങ്ങളെ ചോദ്യത്തിന്റെ മറുപടി ഉണ്ട്. ആ പൈസ സ്ഥാപനത്തിൽ എടുക്കാൻ പറ്റില്ല, വ്യക്തിക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ആ കടം വീട്ടാൻ ആ വ്യക്തിക്ക് അത് ഉപയോഗിക്കാം. വ്യക്തി കടം വീടുമ്പോൾ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിയ കടാണ് വീടുക. ഓക്കെ. ഒരു ജക്കാത്തിൻ്റെ അവകാശിയായ റിസീവർ നമ്മളെ അടുത്തേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം സ്ഥാപനത്തിന് വേണ്ടി വന്നതാണ്. നമ്മളുടേതായ ഒരു സംഖ്യ കൊടുത്തു. നമ്മൾ വിചാരിച്ചു നമ്മുടെ ജക്കാത്തിൽ നിന്നാണ് അത് കൊടുക്കണമെന്ന്. അദ്ദേഹത്തിന് അത് അറിഞ്ഞോളണമെന്നില്ല, അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുമില്ല. അത് നമ്മൾ സക്കാത്തിൽ നിന്ന് അത് വിടൂലേ എന്ന് ചോദിപ്പിங்க. ചുരുക്കി പറഞ്ഞ ഇങ്ങനെയാണോ? സക്കാത്തിന്റെ ഒരു അവകാശിക്ക് നമ്മൾ പൈസ കൊടുത്തു, അയാളെ കയ്യിലെത്തി, ഇത് സക്കാത്താന്നൊന്നും അയാൾ അറിയൂല, എന്നാ സക്കാത്ത് വീടോന്നാണോ ചോദ്യം? എന്നാ വീടുന്നാണ് മറുപടി. ഞാനൊരു അവകാശിക്ക് നിയ്യത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് സക്കാത്താണെന്ന് അയാളോട് പറയേണ്ട കാര്യമില്ല, അയാൾ അറിയേണ്ട കാര്യമില്ല. സക്കാത്തിന്റെ അവകാശിയാണെന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ഞാൻ നിയ്യത്ത് ചെയ്ത് കൊടുത്തു, അയാളെ കയ്യിലെത്തി സക്കാത്ത്. നിങ്ങളെ ചോദ്യം എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് സക്കാത്തിന്റെ അവകാശിയുടെ കയ്യിൽ നമ്മുടെ പണം എത്തി, അത് സക്കാത്തിന്റെ കാശാണ്, അയാൾ അറിയൂല, എന്നാ അതുകൊണ്ട് സക്കാത്ത് വീടോ? ഓ സക്കാത്ത് വീടും. സക്കാത്ത് വീടണമെങ്കിൽ അവകാശിയുടെ കയ്യിലെത്തുമ്പോൾ ഇത് സക്കാത്താണ് എന്ന് അയാൾ അറിയൽ നിർബന്ധമില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഒരാളിപ്പോൾ നമ്മുടെ അടുത്തേക്ക് സംഭാവനയ്ക്ക് വേണ്ടി വന്നു. അപ്പോൾ ഒരു സ്ഥാപനത്തിന് സംഭാവന കൊടുക്കാൻ മാത്രമുള്ള സാമ്പത്തിക സ്ഥിതി നമ്മുടെ അടുത്തില്ല. എന്നാലും വന്ന ആളത്തെ പറഞ്ഞു വിടും വേണ്ട എന്ന് വിചാരിച്ച് നമ്മുടെ സക്കാത്തിൽ നിന്നുള്ളൊരു സംഖ്യ, ഇദ്ദേഹം ഒരു സാധുവാണല്ലോ, അതുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ കൊടുത്തു. ചിലപ്പോൾ റെസീപ്റ്റ് എഴുതി തന്നിട്ടില്ല. അതൊരു സാങ്കല്പിക ചോദ്യമാണ്. അതല്ല, ആ സങ്കല്പത്തിൽ ഇങ്ങനെയും കൂടി സങ്കല്പം ഉണ്ടോന്നാ ചോദ്യം. സക്കാത്ത് എഴുതി തന്നിട്ടുണ്ട്, എന്നാ പിന്നെ ഉറപ്പായത് സ്ഥാപനത്തിന്റെ പൊതു ഫണ്ടിലേക്ക് പോകുന്നതാണ്, എന്നാ സക്കാത്ത് വീടൂല. അല്ല, റെസീറ്റ് ചെയ്യാത്ത പൈസ അയാൾക്കുള്ളതാണ് ചിലപ്പോൾ അയാൾ മനസ്സിലാക്കി അയാൾ എടുത്തിട്ടുണ്ടാവും. ഇനി അയാൾ എന്ത് ചെയ്തു എന്നല്ല, അവകാശിയുടെ കയ്യിക്ക് സക്കാത്ത് കൊടുത്തു, നമ്മൾ നിയ്യത്ത് ചെയ്തു, അപ്പം നമ്മളെ സക്കാത്ത് വീടും. സക്കാത്താണ് എനിക്ക് തരുന്നത് എന്ന് അയാൾ അറിയണമെന്നില്ല. അപ്പൊ റെസീറ്റ് ചെയ്തൂല. അതിന്റെ മറ്റു വശത്തേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾ ചോദ്യത്തിന്റെ മറുപടി മാത്രം പറഞ്ഞതാണ്. 1,00,000 സക്കാത്ത് നമ്മൾ കൊടുത്തു ഒരു കൊല്ലം. ആ 1,00,000 പിന്നെയും ഒരു കൊല്ലം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ 97,500 സക്കാത്ത് കൊടുത്താൽ മതിയോ? അത് 1,00,000 വീണ്ടും കൊടുക്കേണ്ടത്? രണ്ടാമത്തെ കൊല്ലം 1,00,000 ഉണ്ട്, എന്നാ 1,00,000 തന്നെ കൊടുക്കണം. നിങ്ങൾ ഒന്നാമത്തെ കൊല്ലം 2,500 അതിനെടുത്ത് കൊടുത്തു പോവുകയും പിന്നെ 97,500 ഉള്ളൂ, എന്നാ അതിന്റെ കൊടുത്താൽ മതിയാവും. ഇത് രണ്ടാം കൊല്ലം 1,00,000 ഉണ്ട്, അപ്പൊ അതിന്റെ 2.5% അതിന്റെ തന്നെ കൊടുക്കണം. PF-ലുള്ള പൈസ 2 കൊല്ലം കൊണ്ടാണ് 30,000 അല്ലെങ്കിൽ ആ സംതിങ് ആയത്. അപ്പൊ അത് മുതലാണ് സക്കാത്ത് ആവുക. പിന്നെ പിറ്റത്തെ കൊല്ലം വരുമ്പോഴേക്ക് അത് 30,000 ഉള്ളത് 60,000 70,000 ആയിട്ടുണ്ടാവും. അങ്ങനെ ഓരോ കൊല്ലവും ഇങ്ങനെ കൂടി വരുന്നു. അപ്പോൾ ഓരോ കൊല്ലവും അത്രയും കറക്റ്റായിട്ട് 30,000 ആയത് കണക്കാക്കിയിട്ടുള്ള ഓരോ കൊല്ലത്തിനനുസരിച്ച് അത്രയും എമൗണ്ടിന്റെ 2% കൊടുക്കേണ്ടത്. അങ്ങനെ അല്ലേ? 30,000 ഒരു കൊല്ലം. ഞാൻ നേരത്തെ കുറിയുടെ സ്വഭാവം ഏകദേശം പറഞ്ഞല്ലോ. ഏകദേശം ഒരു സ്വഭാവം PF-ൽ നമ്മുടെ പണത്തിന് ഉണ്ടെങ്കിൽ അതിനും അത് വരും. അപ്പൊ ആ 30 നിസാബെങ്കിൽ അവിടെ മുതൽക്ക് തികയുമ്പോൾ ആ മാസം 30 കൊടുക്കണം. പിന്നെ ഓരോ മാസത്തിനും നമ്മുടേതായി വന്ന പൈസക്ക് അടുത്ത മാസത്തിൽ അതിന്റെ കൊടുക്കണം. പക്ഷെ രണ്ടാമത്തെ ഈ 30 2-ാം കൊല്ലം തികയുമ്പോൾ ഈ 30 രണ്ടാമത്തെ കൊല്ലത്തിന്റെ സക്കാത്തും രണ്ടാമത്തെ കൊല്ലം 30 1-ാം കൊല്ലത്തെ സക്കാത്തും കൊടുക്കേണ്ടി വരും. അങ്ങനെ സക്കാത്ത് കൂടിക്കൊണ്ടിരിക്കും.
4 പേർ കൂടി നടത്തുന്ന കച്ചവടം, ഒരാളുടെ കാശ് സക്കാത്തിന്റെ ഖദർ ഇല്ലെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണോ? 4 പേരും കൂടി ചേർന്ന് നടത്തുന്ന കച്ചവടത്തിന്റെ വർഷം പൂർത്തിയാകുമ്പോൾ മൊത്തം അതിന്റെ ആസ്തി സക്കാത്ത് നിർബന്ധമാവാൻ മാത്രമുണ്ടോ ഇല്ലേ എന്നാണ് പരിഗണിക്കുക. ഓരോരുത്തരുടേതും നിസാബുണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ടതില്ല. ഒരു വ്യക്തിയുടേത് ഒറ്റയ്ക്ക് നിസാബില്ലെങ്കിൽ പോലും കച്ചവടത്തിൻ്റെത് മൊത്തമായി നിസാബ് ഉണ്ടാവുമ്പോൾ സക്കാത്ത് നിർബന്ധവും. അത് എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആനുപാതികമായി എല്ലാവരും ബാധിക്കുകയാണ് ചെയ്യുക. 4 കടയുണ്ടെങ്കിൽ 4ഉം ഒരുമിച്ചാണോ കൊടുക്കേണ്ടത്? അത് ഒരേ കച്ചവടമാണെങ്കിൽ 4ഉം ഒരുമിച്ച് കൊടുക്കുക. വ്യത്യസ്ത കച്ചവടങ്ങളായി തുടങ്ങിയതാണെങ്കിൽ 4 ഒരുമിച്ച് കൊടുക്കേണ്ട. ഓരോന്നിനും വർഷം പൂർത്തിയാവുമ്പോൾ അതനുസരിച്ച് കൊടുത്താൽ മതി. ഒരു കച്ചവടം തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു കച്ചവടം തുടങ്ങി, എന്നാൽ ദീന് കൊല്ലം പൂർത്തിയാവുമ്പോൾ ദീൻ്റെത് കൊടുക്കുക, അതിന് കൊല്ലം പൂർത്തിയാവുമ്പോൾ അതിൻ്റെതും കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. കേട്ടില്ല. എങ്ങനെ? അല്ല, മലപ്പുറത്തുള്ളതിന്റെ ബ്രാഞ്ചായിട്ട് വേങ്ങരയിൽ ഒരു കട തുടങ്ങി. അത് ഒരേ സമയത്ത് തുടങ്ങിയതാകാം, അതല്ലെങ്കിൽ വ്യത്യസ്ത സമയത്ത് തുടങ്ങിയതാകാം. ഒരേ സമയത്താണെങ്കിൽ പിന്നെ കച്ചവടത്തിന്റെ കൊല്ലം ഒരേ സമയത്ത് പൂർത്തിയാകുന്നു, ഒരേ സമയത്ത് നിർബന്ധമാകുന്നുള്ള വ്യക്തമാണല്ലോ. 2 സമയത്തായിട്ട് തുടങ്ങിയതാണെങ്കിൽ അത് ആ രണ്ടാമത്തിന്റെ കൊല്ലം പൂർത്തിയാകുന്ന സമയത്ത് അതിന്റെ 2.5% കൊടുത്താൽ മതിയാകും. ബ്രാഞ്ചി എന്ന പേര് കൊണ്ട് മാത്രം മസലയിൽ മാറ്റൊന്നും വരില്ല. മലപ്പുറത്തൊരു കച്ചവടമുണ്ട്, വേങ്ങരയിൽ ഒരു കച്ചവടമുണ്ട്. മലപ്പുറത്ത് അതിന്റെ വർഷം പൂർത്തിയാകുമ്പോൾ കൊടുക്കുന്നു, വേങ്ങര അതിന്റെ വർഷം പൂർത്തിയാകുമ്പോൾ കൊടുക്കുന്നു. 2 കച്ചവട സ്വഭാവമാണെങ്കിൽ കച്ചവട സക്കാത്തൊക്കെ അധിക ആളുകളും റമദാനിലാണ് കൊടുക്കുക. കച്ചവട വർഷം പൂർത്തിയായിട്ട് റമദാനിലേക്ക് പിന്തിച്ചു വെക്കുന്നത് തെറ്റാണ്. കച്ചവട വർഷം പൂർത്തിയായ ആ സമയത്ത് വാങ്ങാൻ അവകാശികളുണ്ട്, കൊടുക്കാനുള്ള സംഖ്യയുമുണ്ട്, എന്നാൽ അപ്പം തന്നെ കൊടുക്കൽ നിർബന്ധം. റമദാനിലേക്ക് പിന്തിച്ചു വെക്കാൻ പാടില്ല, ഹറാമാണ്. റമദാനിൽ തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മറ്റൊരു മസാല ഉപയോഗപ്പെടുത്താം. നിർബന്ധമായ റബീഉൽ അവ്വലിൽ നിർബന്ധമായ സക്കാത്ത് അടുത്ത റമദാനിലേക്ക് പിന്തിച്ചു വെക്കൽ ഹറാമാണ്. വരുന്ന റബീഉൽ അവ്വലിൽ കൊടുക്കേണ്ട സക്കാത്ത് മുൻകൂറായിട്ട് ഈ റമദാനിൽ കൊടുക്കൽ അനുവദനീയമാണ്. വേണമെങ്കിൽ ഓരോ വർഷവും റമദാനിൽ തന്നെ സക്കാത്ത് കൊടുക്കാം. മുൻകൂർ കൊടുക്കുന്ന നിയമങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ മതി. കൃത്യകണക്ക് വരാൻ പോകുന്ന റബീഉൽ അവ്വലിൽ മനസ്സിലാക്കണം, എന്നിട്ട് ഇതിന്റെ മിച്ചമുള്ളത് അപ്പോൾ കൊടുക്കണം. അത് ഐഡിയ ഉള്ള കച്ചവടക്കാരനാണെങ്കിൽ 1-2 കൊല്ലം കൊടുക്കുമ്പോൾ ഏകദേശം അയാൾക്കൊരു ധാരണ കിട്ടും. റമദാനിൽ തന്നെ കൊടുക്കണമെന്ന് വാശിയുള്ള കച്ചവടക്കാർക്കൊക്കെ ഈ മസാല പറഞ്ഞു കൊടുത്താൽ മതി. മൗലവിമാരോട് പറയാം, മറ്റേ റമദാനിൽ കൊടുക്കരുത്, നിങ്ങൾ കൊല്ലം പൂർത്തിയാകണം അന്ന് തന്നെ കൊടുക്കണം, റമദാനിലേക്ക് പിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫലം കിട്ടൂല. കാരണം ആൾക്കാർ റമദാനിൽ തന്നെ കൊടുക്കും. ചില കച്ചവടക്കാർ എന്നോട് പറഞ്ഞത്, ഉസ്താദെ നമ്മൾ മാറ്റി വെക്കി എന്നിട്ട് റമദാനിൽ ആൾക്കാർ വരികയാണ്, പിന്നെ റമദാനിൽ കൊടുക്കാതെ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു സുന്നത്തായിക്കോട്ടെ, അതല്ലാതെ തന്നെ കൊടുക്കുന്നുണ്ട് തന്നെ അയാൾ. അല്ല, അതുമാണ് കച്ചവടക്കാർ സക്കാത്ത് മാത്രം കൊടുത്താൽ പോരാ, സുന്നത്തും കൊടുക്കണമല്ലോ. പ്രത്യേകിച്ച് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ഈ കച്ചവടത്തിലൊക്കെ ഈ ശൈത്താന്റെ ഇടപെടല്, ആവശ്യമില്ലാത്ത ചില സത്യങ്ങളും സംസാരങ്ങളും കൂടുതലായി വരും. അതുകൊണ്ട് ഫശൂബു ബൈഅക്കും ബിസ്സദഖ, നിങ്ങളെ കച്ചവടത്തിൽ സുന്നത്തായ സദക്കകളും ഇടക്കിടക്ക് നടക്കണം. എന്നാൽ ഈ പോരായ്മകൾക്ക് അത് മുഖേന മാപ്പ് കിട്ടിയേക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, അപ്പൊ റമദാനിൽ തന്നെ കൊടുക്കണം എന്നുള്ളത് കച്ചവടക്കാർക്കൊരു നിർബന്ധ ആവശ്യം പോലെ പല ടൗണുകളിലും ഈ വിഷയം പറഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത മസാല ഇതാണ്, തഖീർ വേണ്ട, തഅജീൽ ചെയ്തോട്ടെ. അപ്പൊ ഒന്നാമത്തെ ഒരു കൊല്ലം റബീഉൽ അവ്വലിനാണ് കൊടുക്കുക. അപ്പൊ അടുത്ത ഈ കൊല്ലത്തിന്റെ സക്കാത്ത് വാക്കില്ല. അടുത്ത റമദാൻ വരുമ്പോൾ സത്യത്തിൽ സക്കാത്ത് നിർബന്ധമായിട്ടില്ല. പക്ഷെ അടുത്ത റബീഉൽ അവ്വലിൻ്റെ ഒരു ഏകദേശം ധാരണ വെച്ച് മുൻകൂറായി കൊടുക്കുക. അല്ലെങ്കിലും കച്ചവടക്കാർക്കൊക്കെ ഒരു സൗകര്യമുണ്ട്, സക്കാത്ത് ഒന്നിച്ചു കൊടുക്കണം എന്നില്ല. ഈ മുൻകൂർ കൊടുക്കുമ്പോൾ അവകാശികൾക്ക് കൊടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്ത് കൊടുത്താൽ അത് സക്കാത്തിൽ പരിഗണിക്കും. നമ്മളൊരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണത്തിന് സക്കാത്തിന്റെ അവകാശിക്ക് ഒരു 15,000 റുപ്യ എടുക്കുക കൊടുക്കേണ്ടി വന്നു. സക്കാത്തിന്റെ കൊല്ലൊന്നും ആയിട്ടില്ല, നിയ്യത്ത് വെച്ച് കൊടുത്താൽ സക്കാത്തിൽ അത് പരിഗണിക്കും. അങ്ങനെ കൊടുത്തതിന്റെ ബാക്കി തന്നെ അപ്പം കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പൊ മുൻകൂറൊക്കെ കൊടുക്കാൻ ചില സൗകര്യങ്ങളുണ്ട് എന്ന് ഉണർത്തിയതാണ്. നിർത്തിക്കോട്ടെ.
പിന്തിക്കാൻ പറ്റില്ല. കല്യാണത്തിന് വലിയ പിന്തിക്കാൻ പറ്റില്ല. കൊടുക്കാനുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ട്, വാങ്ങാനുള്ള അവകാശികളുമുണ്ട്. എന്നാ തമക്കുന് എന്ന് പറയും. നപ്പ കൊടുക്കൽ നിർബന്ധമാണ്. ഒരു ദിവസം പോലും അങ്ങോട്ട് പിന്തിക്കാൻ പറ്റൂല. കല്യാണം ഉള്ളവർക്ക് ഇപ്പോൾ കൊടുത്തത് ഓരവിടെ വാങ്ങി വെച്ചോട്ടെ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കൊടുന്നോട്ടെ, ഞാൻ സൂക്ഷിക്കാമല്ലോ. അല്ല, കിട്ടിയവർക്ക് പണം സൂക്ഷിക്കാനൊന്നും ഇന്നത്തെ കാലത്തൊരു പണിയില്ല. നമ്മൾ പിന്തിപ്പിക്കണ്ട. അപ്പൊ തൽക്കാലം നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാർ. നിർത്തല്ല ഉസ്താദേ? അത് ചോദ്യമല്ല ഉസ്താദിന് എന്തോ പറയാനാണ്. SOSന്റെ സാന്ത്വനം നമ്മുടെ റിലീഫ് ഡേന്റെ ദിവസമാണ്. നമ്മൾ പരിപാടികളുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ നടന്നിട്ടില്ല. വലിയ ഫണ്ട് നമ്മൾ ഗ്രാൻഡ് മസ്ജിദിന്റെ ഈ യൂണിറ്റിൽ നിന്ന് കൊടുക്കലുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു സദക്ക ഏതായാലും വെള്ളിയാഴ്ച നല്ലതാണ്. ഇന്ന് ഉസ്താദിൻ്റെ കയ്യിൽ സദക്ക കൊടുത്ത് ഉസ്താദ് ദുആയിരുന്നു ഒരു പേര്. ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ തോന്നും ഇത് സുഖമുള്ള ഏർപ്പാടാണ്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടി ഇടങ്ങലായിട്ട് പറയാം. അപ്പോൾ ഒരു 3 മണി കഴിഞ്ഞും ചെയ്തല്ലോ, കുറച്ച് ഖുർആൻ ഓതാം. അതുകൊണ്ട് ദ്വാരൻ്റെ പേരിയാണ്. എല്ലാവരും നല്ല സദക്ക കൊടുക്കണം. ഇന്ന് കേരളത്തിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു വർഷം SBSന്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൊടുക്കുന്ന ഫണ്ടിൻ്റെ ഒരു പിരിവാണ്. വർഷത്തിലൊരു ദിവസം റമദാനിലെ 2ാമത്തെ വെള്ളിയാഴ്ച. അത് എല്ലാവരും നന്നായി കൈയഴിഞ്ഞ് കൊടുക്കണം. അല്ലാഹു തആല വലിയ തൗഫീഖ് നൽകട്ടെ. ആമീൻ. സാധുവാർക്കും ഇനി ഒരുപാട് ചോദിക്കാണ്ട്. എങ്ങനെ തുടൽ നിൽക്കൂല. അപ്പോൾ അത് എവിടെയെങ്കിലും അവസാനിക്കൂല. എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ആക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ച് ചവിട്ടാണ്. ആയിക്കോട്ടെ.